So starting with the first question, wave function and energies for a particle confined in a cubic box are psi nx, ny, nz and enx, ny, nz. Okay. Wave function ആണ് ഈ കാണുന്നത്, energies ആണ് ഈ കാണുന്നത്. Respectively, the function 5152, 53 and 54 are written as linear combination of psi nx, ny and nz. Among these functions, the eigenfunctions of the Hamiltonian operator for this particle is or are. അപ്പൊ നമ്മൾ ഒറ്റ ശ്വാസത്തിൽ മൊത്തം വായിക്കാൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ക്ലിയർലി മനസ്സിലാക്കൊള്ളണമെന്നില്ല. സോ ഐഡിയ ഇസ് വെരി സിമ്പിൾ. ഇപ്പൊ വേവ് ഫംഗ്ഷൻ 3 ഡയമെൻഷണൽ ബോക്സിൽ കൺഫൈൻഡ് ആയിട്ടുള്ള പാർട്ടിക്കിളിന്റെ വേവ് ഫംഗ്ഷൻ നമ്മൾ അതിനെ സൈ എൻ എക്സ് എന്ന് എഴുതും, അല്ലെങ്കിൽ സൈ എൻ വൈ എന്ന് എഴുതും, അല്ലെങ്കിൽ സൈ എൻ ഇസഡ് എന്ന് എഴുതും. ഓക്കെ. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി എന്നുള്ളത് ഇ എൻ എക്സ്, ഇ എൻ വൈ ആൻഡ് ഇ എൻ ഇസഡ് എന്നുള്ളതാണ്. ചോദിക്കുന്നത് 5152, 53, 54 ഈ 4 ആൾക്കാർ ഇവിടെ കാണുന്നുണ്ടല്ലോ. 51, 53, 52, 54 നോക്കണേ, ഇവിടെ ഓർഡർ തിരിച്ചാണ് എടുക്കുന്നത്. 3 ഇവിടെയും 2 ഇവിടെയാണ്. അപ്പോ ആ 4 വേവ് ഫംഗ്ഷൻസ് തന്നിട്ട് അവര് ഈ സൈ എന്നുകളുടെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ടാണ് എഴുതുന്നത് എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാം സൈ 141 മൈനസ് സൈ 223, സൈ 138 പ്ലസ് സൈ 381. സോ ലീനിയർ കോമ്പിനേഷൻ അതൊന്നെങ്കിൽ സം ആയിരിക്കും അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ ആയിരിക്കും. എനിവേ ലീനിയർ കോമ്പിനേഷൻ ആണ്. എമംഗ് ദീസ് ഫംഗ്ഷൻസ്, ഈ കാണിച്ചിട്ടുള്ള 4 ഫംഗ്ഷനുകളിൽ ദ ഐഗൻ ഫംഗ്ഷൻസ് ഓഫ് ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ ഫോർ ദിസ് പാർട്ടിക്കിൾ, ഇതിനകത്ത് ആരാണ് എന്റെ ഹാമിൽട്ടോണിയന്റെ ഐഗൻ ഫംഗ്ഷൻ കൂടെ ആകുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഒറ്റയ്ക്ക് എല്ലാവരും ഐഗൻ ഫംഗ്ഷൻസ് ആണ് അല്ലേ? പക്ഷെ ലീനിയർ കോമ്പിനേഷൻ വരുമ്പോൾ ഐഗൻ ഫംഗ്ഷൻ മാറും, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ. ഞാൻ ചൂസ് ചെയ്യുന്നത് നിങ്ങൾ കാണുന്നത് സൈ 141 ആണെന്ന് വിചാരിച്ചു. സോ മൈ ഹാമിൽട്ടോണിയൻ ആക്ടിങ് ഓൺ സൈ 141 എനിക്ക് എന്തായിരിക്കും കിട്ടുന്നുണ്ടാവുക? ആ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ ശരിക്കും നിങ്ങളുടെ എനർജി ഓപ്പറേറ്റർ അല്ലേ? സോ ഹാമിൽട്ടോണിയൻ വേവ് ഫംഗ്ഷൻ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ സംഭവിക്കുന്നത്? വേവ് ഫംഗ്ഷനെ അതേപടി തിരിച്ചു കിട്ടും അല്ലെ? സൈ 141 തിരിച്ചു കിട്ടും. അതിനോടൊപ്പം അവിടെ ആരുണ്ടാവും? എനർജി ഉണ്ടാവും. സോ പാർട്ടിക്കിൾ ഇൻ 3D ക്യൂബിക് ബോക്സിന്റെ കേസിൽ എനർജിയുടെ എക്സ്പ്രഷൻ എന്താ? എൻ എക്സ് സ്ക്വയർ പ്ലസ് എൻ വൈ സ്ക്വയർ പ്ലസ് എൻ സെഡ് സ്ക്വയർ ടൈംസ് എച്ച് സ്ക്വയർ ബൈ 8ml². ഓക്കെ അല്ലേ? സോ നിങ്ങൾക്ക് സമ്മ് ചെയ്ത് കഴിഞ്ഞാൽ 141ന്റെ എനർജി എന്ത് കിട്ടും? 18x² ഡിവൈഡ് ബൈ 8ml² കിട്ടും. ഓക്കെ. സോ ഞാൻ തൽക്കാലം അതിന് 18K എന്ന് കൊടുക്കുകയാണ്. ഇതാണ് ഹാമിൽട്ടോണിയൻ ആക്ടിങ് ഓൺ സൈ 141 എന്നുള്ളത്. ഇത് ഓക്കെ അല്ലേ എല്ലാവർക്കും? ഇനി ഞാൻ അതേ സമയത്ത് സൈ 223 ചൂസ് ചെയ്യാണ്. സൈ 223 അങ്ങനെയാണെങ്കിൽ ഹാമിൽട്ടോണിയൻ ആക്ടിങ് ഓൺ സൈ 223യുടെ റിസൾട്ട് എന്താ വരുന്നത്? സൈ 223 അതേപടി തിരിച്ചു കിട്ടും. എനർജി എന്തായിരിക്കും? 17h² by 8ml². ഓക്കെ. ഞാൻ അതിന് 17K എന്ന് എഴുതട്ടെ. ഞാൻ 17K എന്ന് എഴുതുകയാണ്. സോ നിങ്ങൾക്ക് ഇപ്പൊ നോക്കിയാൽ തന്നെ മനസ്സിലാകും, ഒന്നാമത്തെ ആളുടെ സൈ 141ന്റെ ഐഗൻ വാല്യൂ 18K ആണ്. സൈ 223യുടെ ഐഗൻ വാല്യൂ 17K ആണ്. രണ്ടിന്റെയും ഐഗൻ വാല്യൂസ് ഡിഫറെന്റ് അല്ലേ? സോ ഐഗൻ വാല്യൂ ഡിഫറെന്റ് ആണെങ്കിൽ അതിന്റെ അർത്ഥം അവര് രണ്ട് നോൺ ഡീജനറേറ്റ് സ്റ്റേറ്റ്സ് ആണെന്നാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈ 141 സൈ 223 ആണ് ഇതെങ്കിൽ മുകളിലെ സെപ്പറേറ്റ് സ്റ്റേറ്റ് ആയിരിക്കും സൈ 141. എന്റെ രണ്ട് സ്റ്റേറ്റുകൾ നോൺ ഡീജനറേറ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ രണ്ട് സെപ്പറേറ്റ് ലെവലുകളാണെന്നുണ്ടെങ്കിൽ അവരുടെ ലീനിയർ കോമ്പിനേഷൻ എന്റെ ഹാമിൽട്ടോണിന്റെ ഐഗൻ ഫംഗ്ഷൻ ആവില്ല എന്നുള്ളതാണ് ബേസിക് പ്രിൻസിപ്പിൾ. അത് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം. ഹാമിൽട്ടോണിയൻ ആക്ടിങ് ഓൺ സൈ 1 ഗിവ്സ് യു E1 സൈ 1 ആൻഡ് ഹാമിൽട്ടോണിയൻ ആക്ടിങ് ഓൺ സൈ 2 ഗിവ്സ് യു E2 സൈ 2. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഹാമിൽട്ടോണിയൻ ആക്ടിങ് ഓൺ സൈ 1 പ്ലസ് സൈ 2 നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? E1 സൈ 1 പ്ലസ് E2 സൈ 2 എഴുതിക്കൂടെ? ക്ലിയർ ആവുന്നുണ്ടോ? ഹാമിൽട്ടൺ ആക്ട് ഓൺ സൈ 1, E1 സൈ 1 ഓൺ സൈ 2, E2 സൈ 2. ഇതെന്താണ്? നിങ്ങൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഹാമിൽട്ടോണിയൻ ഓൺ സൈ 1 പ്ലസ് ഹാമിൽട്ടോണിയൻ ഓൺ സൈ 2 എന്നാണ്. അതായത് E1 സൈ 1 പ്ലസ് E2 സൈ 2 എന്നാണ് വരുന്നത്. ഇത്രയും ക്ലിയർ ആണോ? ഓക്കെ. അപ്പോ ഇവിടെ നോക്കിക്കേ, ഇവിടെ എന്റെ ഹാമിൽട്ടോണിയന്റെ ഐഗൻ ഫംഗ്ഷൻ ആയിട്ട് സൈ 1 പ്ലസ് സൈ 2 ആക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ എനിക്ക് ലാസ്റ്റിൽ സൈ 1 പ്ലസ് സൈ 2 കോമൺ ആയിട്ട് മാറ്റി എഴുതാൻ കഴിയണ്ടേ? അല്ലെ? ഇപ്പൊ നോക്കിയേ, സൈ 1 ഒറ്റയ്ക്കും സൈ 2 ഒറ്റയ്ക്കുമാണ്. അപ്പൊ ഹാമിൽട്ടോണിയൻ ആക്ടിങ് ഓൺ സൈ 1 പ്ലസ് സൈ 2 ഇതൊരു ഐഗൻ ഫംഗ്ഷൻ ആയിട്ട് മാറണം എന്നുണ്ടെങ്കിൽ സൈ 1 പ്ലസ് സൈ 2 മാത്രം എനിക്കിവിടെ ഒറ്റയ്ക്ക് മാറി കിട്ടണം. അങ്ങനെ മാറി കിട്ടാൻ വേണ്ടുന്ന കണ്ടീഷൻ എന്താ? E1 equal to E1 is equal to E2 ആണെന്ന് വിചാരിച്ചോളൂ. എന്നിട്ട് ഞാൻ E1 is equal to E2 is equal to E എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ റിസൾട്ടിൽ നിങ്ങൾക്ക് എന്തൊക്കെ കോമൺ എടുക്കാം? E1ഉം E2ഉം സെയിം ആണ് അല്ലേ? അതിനെ ഞാൻ E എന്ന രീതിയിൽ കോമൺ എടുത്തു കഴിഞ്ഞാൽ ദ റിസൾട്ട് വുഡ് ബി E ടൈംസ് സൈ 1 പ്ലസ് സൈ 2. ഇപ്പോഴാണ് ഇയാൾ എന്തായത്?
എൻ്റെ ലീനിയർ കോമ്പിനേഷൻ എന്നുള്ളത് ഐഗൻ ഫംഗ്ഷൻ ആയിട്ട് മാറിയത്. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്താ? ഒറ്റയ്ക്ക് ψ1 ഐഗൻ ഫംഗ്ഷൻ ആയിരിക്കാം, ഒറ്റയ്ക്ക് ψ2 ഐഗൻ ഫംഗ്ഷൻ ആയിരിക്കാം. എന്നാൽ അവരുടെ ലീനിയർ കോമ്പിനേഷൻ എന്നുള്ളത് ഐഗൻ ഫംഗ്ഷൻ ആകണമെങ്കിൽ അവര് രണ്ട് പേരും അല്ലെങ്കിൽ ആ രണ്ട് സ്റ്റേറ്റുകൾ എന്തായിരിക്കണം? ജനറേറ്റ് ആയിരിക്കണം. ഡീജനറേറ്റ് ആയിരിക്കണം. സോ ഡീജനറേറ്റ് സ്റ്റേറ്റുകളുടെ ലീനിയർ കോമ്പിനേഷൻ ആണ് നിങ്ങൾക്ക് എന്ത് തരുന്നത്? ഐഗൻ ഫംഗ്ഷനെ തരുന്നത്. അപ്പൊ ആ ഒരു ഐഡിയ ക്ലിയർ ആയെങ്കിൽ, ഞാൻ ഇവിടെ വന്നപ്പോൾ തന്നെ മനസ്സിലായി 141ഉം 223ഉം ഡീജനറേറ്റ് അല്ല. കണ്ടില്ലേ? എനർജി 18ഉം 17ഉം ആണ്. ഇനി ഞാൻ ഇതെല്ലാം എടുത്ത് ചെയ്യാതെ നിങ്ങൾ തന്നെ പറയാമോ ഇതിനകത്ത് ഡീജനറേറ്റഡ് വരുന്ന ആരൊക്കെയാണ്? 138ഉം 381ഉം നോക്കണേ, നമ്പറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെന്നല്ലേ ഉള്ളൂ. അവർ രണ്ടുപേരും സെയിം എനർജി അല്ലേ തരുന്നത്? 138ഉം 381ഉം സെയിം സ്റ്റേറ്റുകളല്ലേ? ഐ മീൻ ഡീജനറേറ്റ് സ്റ്റേറ്റുകളല്ലേ? ഇനി അടുത്ത് നോക്കൂ, 151 333. ഒറ്റ നോട്ടത്തിൽ നമുക്ക് തോന്നും നമ്പേഴ്സ് ഡിഫറെന്റ് ആണെന്ന്. പക്ഷെ നിങ്ങൾ ഇന്ന് എനർജി കണ്ടുപിടിച്ച് നോക്കുക. 151 ആണെങ്കിൽ എനർജി എത്രയാണ് കിട്ടുന്നത്? 27. 27K. ഓക്കെ. 333 ആണെങ്കിൽ എനർജി എത്ര കിട്ടുന്നത്? 27. 27K. നോക്കണേ, ബൈ പ്രൈമറി ഇൻസ്പെക്ഷൻ ഇവര് ഡീജനറേറ്റ് ആണ് നമുക്ക് തോന്നില്ല, പക്ഷെ ഇവർ ഡീജനറേറ്റ് ആണ്. നമ്മൾ ഈ ഡീജനറസിക്ക് മറ്റൊരു പേര് പറയും. എന്താ പറയുന്നത്? Accidental degeneracy. ആക്സിഡന്റൽ ഡീജനറസി. കാരണം നമ്പേഴ്സ് ഡിഫറെന്റ് ആണ്, നമ്മളതിനെ ആക്സിഡന്റൽ ഡീജനറസി എന്ന് പറയാം. സോ 5-2 എടുക്കുന്ന ആൾക്കാർ ഡീജനറേറ്റ് ആണ്, 5-3 ആൾക്കാർ ഡീജനറേറ്റ് ആണ്. ഇനി ഈ ചടങ്ങിന്റെ അവസാനം എന്ന നിലയ്ക്ക് നമുക്ക് 331 നോക്കാം. എന്താ എനർജി തരുന്നത്? 331 21. 21K. അപ്പൊ 54 ഇല്ല, 51 ഇല്ല. ആൻസർ 52 ആൻഡ് 53. സോ ഒരു MSQ ആണ്. ഓപ്ഷൻ എയും ഓപ്ഷൻ സിയും ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ? നെറ്റ് എക്സാമിനേഷൻ നിങ്ങൾക്ക് MSQ ഉണ്ടാവില്ല, പക്ഷെ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം. എങ്ങനെയാണെന്നറിയോ? among the following which are ഐഗൻ വാല്യൂസ് ചോദിച്ചിട്ട് 52 ആൻഡ് 53, 54 ആൻഡ് 51, 51 ആൻഡ് 53 അങ്ങനെ ഓപ്ഷൻസ് ചോദിക്കാം. സോ ആൻസർ 52 53 ആണ്. ക്ലിയർ ആണോ എല്ലാവരും? Okay, Yes, sir. sir. Yes. So we can move to the second question. സെക്കൻഡ് ക്വസ്റ്റ്യൻ വളരെ റീസെന്റ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഐ തിങ്ക് 2025 ജൂണിലെ ക്വസ്റ്റ്യൻ ആണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രോബ്ലം തന്നെയാണ്. മിനിറ്റ്. ഓക്കെ, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പ്രോബ്ലം ആണ്. ശ്രദ്ധിച്ചു നോക്കുക. ദ തീറ്റ ഡിപെൻഡന്റ് പാർട്ട് ഓഫ് ആൻ അൺനോർമലൈസ്ഡ് അറ്റോമിക് ഓർബിറ്റൽ. ഓക്കെ, അപ്പൊ നമ്മൾ ഹൈഡ്രജൻ ആറ്റത്തിന്റെ സെക്ഷനിൽ നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുന്നത്. സോ ഇത്തരം ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ എങ്ങനെയാണ് ഒരു പ്രോബബിലിറ്റി ഫംഗ്ഷൻ കൊണ്ടുവരിക എന്നും എങ്ങനെയാണ് ആ പ്രോബബിലിറ്റി ഫംഗ്ഷനെ മാക്സിമൈസ് ചെയ്യുക എന്നാണ് നമ്മൾ ഈ ചോദ്യത്തിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. സോ പേ ക്ലോസ് അറ്റൻഷൻ ടു വാട്ട് ഐ എം ടെല്ലിംഗ്. ദ തീറ്റ ഡിപെൻഡന്റ് പാർട്ട് ഓഫ് ആൻ അൺനോർമലൈസ്ഡ് അറ്റോമിക് ഓർബിറ്റൽ. ഓക്കെ, ഒരു നോർമലൈസ്ഡ് അല്ലാത്ത അറ്റോമിക് ഓർബിറ്റലിന്റെ തീറ്റ ഡിപെൻഡന്റ് പാർട്ട്. അപ്പൊ ഇവിടെ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്നത് ഏതൊരു വേവ് ഫംഗ്ഷനും 3 പാർട്ടുകൾ ഉണ്ടാവും അല്ലെ? നമ്മൾ പറയുന്നത് റേഡിയൽ പാർട്ട് ആർ ഓഫ് ആർ ഇൻറ്റു ആംഗുലർ പാർട്ട് എന്നാണ്, y ഓഫ് തീറ്റ കൊമ ഫൈ എന്നാണ്. പക്ഷെ അവിടെ 3 വേരിയബിൾസ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഒരു റേഡിയസ് ആർ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്, 2 ഒരു ആംഗിൾ തീറ്റ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്, 3 ഒരു ആംഗിൾ ഫൈ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. സാധാരണഗതിയിൽ ഇതിന്റെ മൊത്തത്തിൽ ഒരുമിച്ചാണ് ചോദ്യങ്ങൾ ചോദിക്കുക, ആംഗുലാർ പാർട്ട് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇവിടെ അവർ പറയുന്നത് എന്താണ്? തീറ്റ ഓഫ് തീറ്റ അല്ലെ? തീറ്റയെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആയിട്ട് ഒരാളെ കാണിച്ചിരിക്കുകയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ ദോ ഇവിടെ ഇത്ര ആൾക്കാരുണ്ടെങ്കിലും ഈ തീറ്റനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു പാർട്ട് തന്നെയാണ് നമ്മുടെ മുന്നിലേക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, ജസ്റ്റ് ഒരു വേരിയബിളിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന പാർട്ടായിട്ട് അവർ തന്നു. ദാറ്റ്സ് ഫൈൻ, നമ്മൾ അതിനെ അംഗീകരിക്കുന്നു. ഇനി ക്വസ്റ്റിനകത്ത് ബാക്കി പറയുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇൻ ദ റേഞ്ച് 0 ഡിഗ്രി ലെസ് ദാൻ തീറ്റ ലെസ് ദാൻ 90. ഓക്കെ, 0 ലെസ് ദാൻ തീറ്റ ലെസ് ദാൻ 90 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ആറും ഉണ്ട്, തീറ്റയും ഉണ്ട്, ഫൈയും ഉണ്ട് അല്ലെ? ആറിന്റെ ലിമിറ്റ് 0 ടു ഇൻഫിനിറ്റി ആണ്, തീറ്റയുടെ ലിമിറ്റ് എവിടെ മുതലാ? 0 ടു പൈ ആണ്, ഫൈയുടെ ലിമിറ്റ് 0 ടു 2 പൈ ആണ്. അതാണ് റേഡിയൻസിൽ. ഇനി ഡിഗ്രീസിൽ പറയാനാണെന്നുണ്ടെങ്കിൽ 0 ടു പൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ? 0 ടു പൈ എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി ആണ്, 0 ടു 2 പൈ എന്നാൽ 360 ഡിഗ്രി ആണ്. സോ ശരിക്കും തീറ്റയ്ക്ക് 0 ടു 180 പോകാം. അതിനകത്തെ 90 ഡിഗ്രി വരെയുള്ള സിറ്റുവേഷൻ ആണ് അവർ ലിമിറ്റ് ആയിട്ട് പറയുന്നത്. ആ റേഞ്ചിനുള്ളിലുള്ള തീറ്റ എന്ന ആംഗിളിന്റെ ബിഹേവിയർ വെച്ചിട്ടാണ് ചോദിക്കുന്നത്. ക്വസ്റ്റ്യൻ എന്താ? ദ മാക്സിമം പ്രോബിലിറ്റി ഓഫ് ഫൈൻഡിങ് ആൻ ഇലക്ട്രോൺ ഇൻ ദിസ് ഓർബിറ്റൽ ബിറ്റ്വീൻ തീറ്റ ആൻഡ് തീറ്റ പ്ലസ് ഡി തീറ്റ. അപ്പോൾ ഒരു ചെറിയ ഇന്റർവെൽ, ഓക്കെ, തീറ്റ ആൻഡ് തീറ്റ പ്ലസ് ഡി തീറ്റ, വളരെ ചെറിയൊരു ഇന്റർവെലിനകത്ത് ഇലക്ട്രോണെ കാണപ്പെടാനുള്ള പ്രോബബിലിറ്റി ഏറ്റവും മാക്സിമം എവിടെയാണ് എന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. സോ നമ്മുടെ മുന്നിലേക്ക് തന്നിട്ടുള്ള തീറ്റ പാർട്ട് അതിന്റെ വേവ് ഫംഗ്ഷൻ ആണ്. സോ ഫണ്ടമെന്റലി നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടുന്നത് എന്റെ വേവ് ഫംഗ്ഷൻ അല്ലെ, വേവ് ഫംഗ്ഷന്റെ സ്ക്വയർ ആണ് ശരിക്കും ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഉള്ള ആള്. വേവ് ഫംഗ്ഷൻ ഇറ്റ് സെൽഫ് നമ്മുടെ എന്താണ് ബോൺ ഇന്റർപ്രിട്ടേഷൻ പ്രകാരം വേവ് ഫംഗ്ഷൻ എലോൺ ഹാസ് നോ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ്.
വേവ് ഫംഗ്ഷന്റെ സ്ക്വയറിനാണ് ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഉള്ളത്. അത് നിങ്ങളുടെ പ്രോബബിലിറ്റി ഡെൻസിറ്റിനെ നിങ്ങൾക്ക് നൽകും എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? അതായത് എനിക്ക് തന്നിട്ടുള്ള തീറ്റ ഓഫ് തീറ്റ, ഓക്കെ, തീറ്റ ഓഫ് തീറ്റ എന്നതിന്റെ വാല്യൂ കോസ് തീറ്റ ആണ്. ഇത് വെച്ചിട്ട് എനിക്ക് മുന്നോട്ടേക്കൊന്നും ചെയ്തു പോകാൻ കഴിയില്ല, കാരണം ഇത് ജസ്റ്റ് ഒരു വേവ് ഫംഗ്ഷൻ മാത്രമാണ്. അപ്പൊ പ്രോബബിലിറ്റി ഡെൻസിറ്റി നൽകുന്ന ആരാ? പ്രോബബിലിറ്റി ഡെൻസിറ്റി വരുന്നത് തീറ്റ സ്ക്വയർ ഓഫ് തീറ്റ ആണ് അല്ലേ? അതെന്താണ്? കോസ് തീറ്റ, കോസ് സ്ക്വയർ തീറ്റ എന്ന ഫംഗ്ഷൻ ആണ് എനിക്ക് പ്രോബബിലിറ്റി ഡെൻസിറ്റി നൽകുന്നത്. ഓക്കെ അല്ലേ? ഇത്ര എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ പ്രോബബിലിറ്റി ഡെൻസിറ്റി ആണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പ്രോബബിലിറ്റിയിലേക്ക് പോകണമെങ്കിൽ, അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഫംഗ്ഷനിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ശ്രദ്ധിച്ചു നോക്കാം. ഇന്റഗ്രൽ സൈ സ്റ്റാർ സൈ ഡി ടോ അല്ലെ, ഇതാണ് നമുക്ക് എന്ത് പ്രോബബിലിറ്റി നൽകുന്നത്. ഇപ്പൊ ഒരു വേവ് ഫംഗ്ഷൻ നോർമലൈസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ഇന്റഗ്രലിന്റെ വാല്യൂ 1 ആയിരിക്കും. ഇവിടെ അൺനോർമലൈസ്ഡ് എന്ന് പറയുന്ന സ്ഥിതിക്ക് എനിക്ക് 1 എന്ന് എഴുതാൻ കഴിയില്ല. സോ സിംപ്ലി ഇന്റഗ്രൽ സൈ സ്റ്റാർ സൈ ആണ് എന്റെ പ്രോബബിലിറ്റി തരുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കേ, ഇവിടെ ക്വസ്റ്റ്യൻ നിങ്ങളോട് പ്രോബബിലിറ്റി കണ്ടെത്താനല്ല, അല്ലേ? പ്രോബബിലിറ്റി എത്രയാണെന്ന് കണ്ടെത്താനാണോ ക്വസ്റ്റ്യൻ? അല്ല, മാക്സിമം പ്രോബബിലിറ്റി, മാക്സിമം പ്രോബബിലിറ്റി ഫൈൻഡിങ് ആൻ ഇലക്ട്രോൺ. അപ്പൊ പ്രോബബിലിറ്റി, ഇലക്ട്രോണെ കണ്ടെത്താനുള്ള പ്രോബബിലിറ്റി മാക്സിമം ആകുന്നത് എവിടെയാണെന്നാണ് ക്വസ്റ്റ്യൻ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോ ചുമ്മാ പറയാണ്, ഇത് 0 ഡിഗ്രി ആണ്, ഇത് 90 ഡിഗ്രി ആണ്. അപ്പം 0 to 90 ഡിഗ്രിയിലെ വേവ് ഫംഗ്ഷൻ നോക്കുമ്പോഴത്തേക്ക് ഇങ്ങനെയാണ് അത് പോകുന്നത് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ എന്റെ മാക്സിമം പ്രോബബിലിറ്റി എവിടെയായിരിക്കും ഉണ്ടാവുക? ഇവിടെ അല്ലേ? ഓക്കെ, സോ എന്റെ ഡ്യൂട്ടി എന്താ? ഈ ലൊക്കേഷൻ കണ്ടെത്തണം, ഈ ലൊക്കേഷൻ കണ്ടെത്തണം. അതായത് ഈ കർവിന്റെ മാക്സിമം കണ്ടെത്തണം. ശരിയല്ലേ? കർവിന്റെ മാക്സിമം കണ്ടെത്തണം. എങ്ങനെയാണ് നമുക്കൊരു കർവിന്റെ മാക്സിമം കണ്ടെത്താൻ പറ്റുക? എങ്ങനെയാണ് കർവിന്റെ മാക്സിമം അല്ലെങ്കിൽ മിനിമം കണ്ടെത്താൻ പറ്റുക? ഡിഫറൻഷിയേറ്റ് ചെയ്യാം, ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ അവിടെയാണ് നിങ്ങളുടെ ആ $1,000,000 ക്വസ്റ്റ്യൻ വരുന്നത്. ആരെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്? ഏത് ഫംഗ്ഷൻ ആണ് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്? അല്ലെ? അപ്പൊ ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രോബബിലിറ്റി ഫംഗ്ഷനെയാണ്, അല്ലെ? ഇത് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ ആ പ്രോബബിലിറ്റി ഫംഗ്ഷനെ വേണം നമ്മൾ മാക്സിമൈസ് ചെയ്യാനായിട്ട്. സോ പ്രോബബിലിറ്റി ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ആരാ? അത് പി ഓഫ് തീറ്റ എന്നുള്ളതാണ്, പി ഓഫ് തീറ്റ. പക്ഷെ ഇവിടെയാണ് നിങ്ങൾ അടുത്തൊരു കാര്യം മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഇവിടെ മാക്സിമൈസ് ചെയ്യുമ്പോൾ, മാക്സിമൈസ് ചെയ്യാനായിട്ട് നോക്കുമ്പോൾ തീറ്റ എന്ന് പറയുമ്പോൾ നിങ്ങളിവിടെ ഡീട്ടോ എന്നൊരു എലമെന്റ് വന്നിട്ടുണ്ടല്ലോ. സോ മാക്സിമൈസ് ചെയ്യുമ്പോഴത്തേക്ക് ആ വോളിയം എലമെന്റ് കൂടെ കൺസിഡർ ചെയ്യണം. ഓക്കെ, നമ്മൾ എടുത്തു പറയുന്നൊരു കാര്യമാണ്. വെനെവർ യു ആർ മൂവിങ് ടു സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ്സ്, അവിടെ ഡീറ്റോന്റെ വാല്യൂ എന്താ പറഞ്ഞേ? സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ് ഡീറ്റോന്റെ വാല്യൂ എന്താ? ആർ സ്ക്വയർ ഡിയർ സൈൻ തീറ്റ ഡി തീറ്റ ഡി ഫൈവ്. ശരിയല്ലേ? ആർ സ്ക്വയർ ഡി ആർ സൈൻ തീറ്റ ഡി തീറ്റ ഡി ഫൈവ്. ഓക്കെ, സോ റേഡിയസ് ഇൻവോൾവ് ആണെങ്കിൽ ഡി ആർ ആർ സ്ക്വയർ ഡി ആർ വരും. തീറ്റ ഇൻവോൾവ് ആണെങ്കിൽ സൈൻ തീറ്റ ഡി തീറ്റ വരും. ഫൈവ് ഇൻവോൾവ് ആണെങ്കിൽ ഡി ഫൈവ് വരും. ഓക്കെ, അതാണ് നിങ്ങളുടെ വോളിയം എലമെന്റ്. അപ്പൊ ഇവിടെ ആകെ തീറ്റ പാർട്ട് മാത്രമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് നമുക്ക് ആർ സ്ക്വയർ ഡി ആറും വേണ്ട, ഡി ഫൈവ് വേണ്ട. പക്ഷെ ആരെ വേണ്ടി വരും? സൈൻ തീറ്റ വേണ്ടി വരും, അല്ലെ? അപ്പൊ നിങ്ങളുടെ പ്രോബബിലിറ്റി ഫംഗ്ഷൻ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സിംപ്ലി കോസ് സ്ക്വയർ തീറ്റ അല്ല, മറിച്ച് കോസ് സ്ക്വയർ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ എന്നുള്ളതാണ്. അപ്പൊ ഡി തീറ്റ എന്നുള്ളത് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ പ്രോബബിലിറ്റി ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയല്ലേ? മനസ്സിലാവുന്നുണ്ടോ? ഇത് ഇന്റഗ്രൽ സൈ സ്റ്റാർ സൈ എന്നുള്ളതാണ് പ്രോബബിലിറ്റി ഫംഗ്ഷൻ. ഇനി നിങ്ങൾ ഡി ടോം കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം, അല്ലെ? അതുപോലെ ഇവിടെ നിങ്ങൾ ഇനി ഡി തീറ്റ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. സോ ഈ കാണുന്ന ആളാണ് എന്റെ പ്രോബബിലിറ്റി ഫംഗ്ഷൻ. ഇത് ക്ലിയർ ആണോ എല്ലാവർക്കും? കോസ് സ്ക്വയർ തീറ്റ ആൻഡ് സൈൻ തീറ്റ എന്നുള്ളതാണ് എന്റെ പ്രോബബിലിറ്റി ഫംഗ്ഷൻ. അതായത് ഞാൻ പറഞ്ഞില്ലേ, ആംഗിൾസിനിടയിൽ ആരോ ഒരാളെ മാക്സിമൈസ് ചെയ്യണം. ആ മാക്സിമൈസ് ചെയ്യുന്ന ആൾ എന്റെ പ്രോബബിലിറ്റി ഫംഗ്ഷൻ ആണ്. സോ പ്രോബബിലിറ്റി ഫംഗ്ഷൻ എന്താണെന്ന് കണ്ടെത്താൻ വേണ്ടി നോക്കിയപ്പോൾ ആ സിംപ്ലി സൈ സ്റ്റാർ സൈ ആണ്. പക്ഷെ കോഷ്യസ് ആവേണ്ട കാര്യം, അവിടെ ഡി ടോ വരുമ്പോൾ ഇവിടെ ഒരു സൈൻ തീറ്റ ഡി തീറ്റ വരും. സോ സൈൻ തീറ്റ കൂടെ നിങ്ങളുടെ വോളിയം എലമെന്റിന്റെ ഭാഗമായിട്ട് പ്രോബബിലിറ്റി ഫംഗ്ഷനുള്ളിലേക്ക് കയറും. സോ പി ഓഫ് തീറ്റ ബിക്കംസ് ഈക്വൽ ടു കോസ് സ്ക്വയർ തീറ്റ ആൻഡ് സൈൻ തീറ്റ. ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ ഇനി ചെയ്യേണ്ടത് എന്താ? ഇതാണ് പ്രോബബിലിറ്റി ഫംഗ്ഷൻ എങ്കിൽ വി ഹാവ് ടു മാക്സിമൈസ് ദിസ്, അല്ലെ? ഇതിന്റെ ആ ഒരു ഇൻഫ്ലേറ്റിംഗ് പോയിന്റ് കണ്ടെത്തണം. അപ്പൊ നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ ഇതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുത്തിട്ട് 0 ഇക്വേറ്റ് ചെയ്യാണ്. സോ ഡി ബൈ ഡി തീറ്റ ഓഫ് പി ഓഫ് തീറ്റ. പറഞ്ഞ ഇത് രണ്ട് ഫംഗ്ഷൻസ് അല്ലേ? ഒന്ന് കോസ് സ്ക്വയർ തീറ്റ ഉണ്ട്, അടുത്ത ഫംഗ്ഷൻ ഏതാ? സൈൻ തീറ്റ ഉണ്ട്. നമ്മളിവിടെ ഏത് റൂൾ യൂസ് ചെയ്യും? പ്രൊഡക്റ്റ് റൂൾ. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു സൈൻ തീറ്റ ഡെറിവേറ്റീവ് കോസ് തീറ്റ, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ സൈൻ തീറ്റ ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ ഡെറിവേറ്റീവ്. അതെന്താ? 2 ഇൻറ്റു
കോസ് തീറ്റ ഇൻറ്റു കോസ് തീറ്റ ഡെറിവേറ്റീവ് ചെയിൻ റൂൾ ആണ് മൈനസ് minus സൈൻ sin തീറ്റ. theta. അപ്പൊ നമ്മുടെ ആൻസർ ഇങ്ങനെ വരും. സോ ദാറ്റ് ബിക്കംസ് ഈക്വൽ ടു കോസ് ക്യൂബ് തീറ്റ മൈനസ് 2 സൈൻ സ്ക്വയർ തീറ്റ കോസ് തീറ്റ. ഓൾറൈറ്റ്, ഇതാണ് ഡി ബൈ ഡി തീറ്റ ഓഫ് പ്രോബബിലിറ്റി ഫംഗ്ഷൻ. ഇനി എനിക്ക് ആ ടേണിംഗ് പോയിന്റ് കണ്ടെത്തണം, അല്ലെങ്കിൽ ആ മാക്സിമം പോയിന്റ് കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ ഐ ഹാവ് ടു ഇക്വേറ്റ് ദിസ് സീറോ. ഞാനിവിടെ ഒന്നിലധികം റൂട്ട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനിപ്പോൾ എനിക്കറിയില്ല ഇതിന്റെ ആൻസർ, ബട്ട് പ്രൈമറിലി ഞാൻ ഒന്നിലധികം റൂട്ട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. കാരണം ഇവിടെ സ്ക്വയറും ക്യൂബിക്കും ഫംഗ്ഷൻസ് എല്ലാം ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. സോ മേ ബി മോർ ദാൻ വൺ ഫംഗ്ഷൻ, മോർ ദാൻ വൺ റൂട്ട് ഉണ്ടായേക്കാം. നമുക്ക് നോക്കാം. ഇവിടെ കോസ് തീറ്റ രണ്ടിടത്തുള്ള സ്ഥിതിക്ക് കോസ് തീറ്റ കോമൺ എടുക്കാം. സോ കോസ് തീറ്റ ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ മൈനസ് 2 സൈൻ സ്ക്വയർ തീറ്റ. ഓക്കെ, കോസ് സ്ക്വയർ തീറ്റ, കോസ് തീറ്റ ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ മൈനസ് 2 സൈൻ സ്ക്വയർ തീറ്റ. ഇതാണ് എന്തിനോട് ഈക്വൽ ആവേണ്ടത്? സീറോയോട് ഈക്വൽ ആയിട്ട് മാറേണ്ടുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിന്റെ സൊല്യൂഷൻ എങ്ങനെയൊക്കെ വരാം? ഒന്നെങ്കിൽ കോസ് തീറ്റ ക്യാൻ ബി ഈക്വൽ ടു സീറോ, അല്ലെങ്കിലോ കോസ് സ്ക്വയർ തീറ്റ മൈനസ് 2 സൈൻ സ്ക്വയർ തീറ്റ ക്യാൻ ബി ഈക്വൽ ടു സീറോ. ഇത് രണ്ടും സീറോ ആകാം. കോസ് തീറ്റ സീറോ ആകുകയാണെങ്കിൽ തീറ്റ എത്ര ഡിഗ്രി ആയിരിക്കും? 90 degree. തീറ്റ ഇസ് ഈക്വൽ ടു കോസ് 90 അല്ലേ സീറോ വരുന്നത്. സോ തീറ്റയുടെ വാല്യൂ എന്ത് വരാം? 90 ഡിഗ്രി വരാം. അതൊരു പോസിബിലിറ്റി ആണ്. ഇനി താഴെ കോസ് സ്ക്വയർ തീറ്റ മൈനസ് 2 സൈൻ സ്ക്വയർ തീറ്റ സീറോ വരാം. അത് നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യും? നമുക്ക് ഇവിടെ ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. കോസ് ഫംഗ്ഷനും ഉണ്ട്, സൈൻ ഫംഗ്ഷനും ഉണ്ട്. ഇപ്പൊ രണ്ട് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അത് ആക്ച്വലി സോൾവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. സോ ബെറ്റർ നിങ്ങൾ അതിനെ ഒറ്റ ഫംഗ്ഷനോട് മാറ്റുക. കോസിനെയും ഫംഗ്ഷനെയും കൂടി ഇൻവോൾവ് ചെയ്യുന്ന ഒറ്റ എക്സ്പ്രഷൻ. അതാരാ? കോസും സൈനും ഒരുമിച്ച് ഇൻവോൾവ് ചെയ്യുന്ന ആരാ ഉള്ളത്? Cos square theta plus sin square theta 1. കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ 1 ആണ്. പക്ഷെ ഇവിടെ പ്ലസ് വരുന്നില്ലല്ലോ. Cos 2x ന്റെ എക്സ്പ്രഷൻ ഇട്ടിട്ട് കോസ് പ്ലസ് എക്സ്പ്രഷൻ ഇട്ടിട്ട് ചെയ്യാം. ഞാൻ ഇനിയിപ്പോ നിങ്ങൾ അതെല്ലാം മറന്നു വിചാരിച്ചോളൂ. ഓക്കെ, ഞാൻ എളുപ്പവഴി പറയട്ടെ. നിങ്ങൾക്ക് കോസ് സ്ക്വയർ തീറ്റ മൈനസ് 2 സൈൻ സ്ക്വയർ തീറ്റ സീറോ എന്നുള്ളതിനെ കോസ് സ്ക്വയർ തീറ്റ ഈക്വൽസ് 2 സൈൻ സ്ക്വയർ തീറ്റ എന്ന് മാറ്റാമല്ലോ, അപ്പുറത്തേക്ക് കൊണ്ടുപോയിട്ട്. ഓക്കെ. ഓക്കെ, എന്നിട്ട് റീഅറേഞ്ച് ചെയ്താൽ 1/2 ഇസ് ഈക്വൽ ടു സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡ് ബൈ കോസ് സ്ക്വയർ തീറ്റ എന്ന് എഴുതാമല്ലോ. സൈൻ സ്ക്വയർ തീറ്റ ബൈ കോസ് സ്ക്വയർ തീറ്റ ആരാ? സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ടാൻ തീറ്റയാണ്. അപ്പൊ സൈൻ സ്ക്വയർ തീറ്റ ബൈ കോസ് സ്ക്വയർ തീറ്റ ടാൻ സ്ക്വയർ തീറ്റ അല്ലേ? അപ്പൊ ടാൻ തീറ്റ ആരാ? 1/√2. 1/√2 പ്ലസ് ഓർ മൈനസ് 1/√2. അപ്പൊ തീറ്റയുടെ വാല്യൂ കണ്ടെത്താൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ടാൻ ഇൻവേഴ്സ് പ്ലസ് 1/√2 അല്ലെങ്കിലോ ടാൻ ഇൻവേഴ്സ് മൈനസ് 1/√2. ഇതൊന്ന് കാൽക്കുലേറ്റർ കൊടുത്തിട്ട് ഈ കിട്ടുന്ന ആൻസേഴ്സും കൂടെ പറയാമോ? 35.26. 35.26. ബാക്കി വേറെ അടുത്ത ആൻസറോ? ഏതിനാണ് 35.26 വന്നത്? ഇതിനാണോ? Minus of 35.26. മൈനസ് 35.26. നമ്മൾ ആരെയൊക്കെ എലിമിനേറ്റ് ചെയ്ത് കളയും? നോക്കണേ, നമുക്ക് 3 സൊല്യൂഷൻസ് ഉണ്ട്. തീറ്റ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി ഒരു സൊല്യൂഷൻ ആണ്, 35.26 മറ്റൊരു സൊല്യൂഷൻ ആണ്, മൈനസ് 35.26 മറ്റൊരു സൊല്യൂഷൻ ആണ്. ഓക്കെ, സോ എങ്ങനെ പ്രൊസീഡ് ചെയ്യേണ്ടത്? ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു നോക്കുക. ക്വസ്റ്റ്യനകത്ത് പറയുന്നത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു തീറ്റ ലെസ് ദാൻ 90. 0-നും 90-നും ഇടയിലുള്ള ഒരു ആംഗിൾ ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, സോ എന്തായാലും ഇയാൾ എലിമിനേറ്റ് ആയി പോയി, മൈനസ് 35.26 പോയി. സ്വാഭാവികമായിട്ട് ഓപ്ഷനും ഇല്ല. ബാക്കിയാവുന്ന 35.26ഉം അതുപോലെ തന്നെ 90 ഡിഗ്രിയാണ്. സോ രണ്ടും ഇവിടെ കാണാം, രണ്ടാൾക്കാർ ഇവിടെ കാണാം അല്ലേ? 90 ഡിഗ്രി കാണാം, 35.3 കാണാം. സോ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ അത്യാവശ്യം സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഈ രണ്ട് ഉത്തരത്തിലേക്ക് എത്തിയത്. ബട്ട് ഈ രണ്ടാൾക്കാരും ഓപ്ഷനിൽ കാണുമ്പോഴത്തേക്ക് അടുത്ത സംശയം ഇതിൽ ആരെ മാർക്ക് ചെയ്യുന്നുള്ളതാണ്. 90 എലിമിനേറ്റ് ചെയ്യാം. ഏതാ അത് 90 തോന്നിയത്? ആ റേഞ്ച് ഇൻ ബിറ്റ്വീൻ 0 and 90 അല്ലേ? അല്ല, ഇൻ ബിറ്റ്വീൻ അല്ലല്ലോ, ഈക്വൽ ടു 90 ആകാം. ഈക്വൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 90 വരാം, 90 വരാം. സർ തീറ്റ പ്ലസ് ഡി തീറ്റ തീറ്റ അല്ലേ? പ്ലസ് ഡി അപ്പോൾ തീറ്റ അല്ലേ? അപ്പൊ 90ന്റെ കൂടെ ഒരു വാല്യൂം കൂടി ആഡ് ചെയ്യണം എന്നുള്ള ഇതല്ലേ വരാം? അത് വർക്ക്ഔട്ട് ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബിറ്റ്വീൻ തീറ്റ ആൻഡ് തീറ്റ പ്ലസ് ഡി തീറ്റ ഈസ് ഫോർ ഓക്കെ, ആ രീതിയിൽ ആലോചിക്കാന്നല്ലേ? ആ തീറ്റ ബിറ്റ്വീൻ തീറ്റ 90 ആൻഡ് ആകുമ്പോ തീറ്റ പ്ലസ് ഡി തീറ്റ. ഓക്കെ, ഞാനത് ആലോചിച്ചിരുന്നില്ല. ആ പ്ലസ് ഡി തീറ്റയ്ക്കുള്ള പ്രൊവിഷൻ അവിടെ കാണുന്നില്ല എന്നുള്ളത്. ഓക്കെ, ഫൈൻ, സൗണ്ട്സ് റീസണബിൾ. അത് ഓക്കെ. ഇനി ഞാൻ ശരിക്കും ഫോർ എക്സാമ്പിൾ ഇപ്പൊ അങ്ങനത്തെ ഒരു കണ്ടീഷൻ അല്ല, നടുവിൽ വരുന്ന മറ്റ് രണ്ട് വാല്യൂസ് ആയിരുന്നെങ്കിൽ എങ്ങനെ എടുക്കാൻ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ഇവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്നത്, നിങ്ങൾക്ക് രണ്ട് റൂട്ട് കിട്ടിയല്ലോ, ഒരു 35.3 കിട്ടി, 90 കിട്ടി. ശരിക്കും ഇതിനകത്ത് ഒരാളായിരിക്കും മാക്സിമം, വേറൊരാൾ മിനിമം ആയിരിക്കും. അപ്പൊ നമ്മൾ എങ്ങനെ കണ്ടെത്തുക? സെക്കൻഡ് ഡെറിവേറ്റീവ് വാല്യൂറ്റ് ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് അറിയാമോ? ഓർമ്മയുണ്ടോ?
ഒരു ഫംഗ്ഷൻ നമ്മൾ മാത്തമാറ്റിക്സിൽ പഠിക്കുന്നതാണ്, മാക്സിമ ആണോ അതോ മിനിമ ആണോ നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നത്? ഇതിന്റെയും ഇതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആണ്, ശരിയല്ലേ? ഓക്കെ, സെക്കൻഡ് ഡെറിവേറ്റീവ് എങ്ങനെയാ? ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ സോൾവ് ചെയ്യുന്നില്ല, ഞാൻ പറയാണ്. ഒരു ഫംഗ്ഷൻ മാക്സിമ ആണോ മിനിമ ആണോ നമ്മൾ കണ്ടെത്തുന്നത് ആ സെക്കൻഡ് ഡെറിവേറ്റീവ് യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, സെക്കൻഡ് ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണെങ്കിൽ മിനിമയാണ്, സെക്കൻഡ് ഡെറിവേറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ മാക്സിമയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ കിട്ടിയിട്ടുള്ള ആൻസർ ഉണ്ടല്ലോ, ഏതാണ് നമ്മുടെ ഫംഗ്ഷന്റെ വാല്യൂ, സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുക. ഇതിപ്പം ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ് ഈ കാണുന്നത്. സെക്കൻഡ് ഡെറിവേറ്റീവ് എടുത്ത് നിങ്ങൾ അതിനെ എന്താണ് വീണ്ടും അതിന്റെ സൈൻ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കിയിട്ടാണ് മാക്സിമം മിനിമം കണ്ടെത്തുക. പക്ഷെ ഇവിടെ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ അത് ഫുള്ള് സോൾവ് ചെയ്ത് പോകേണ്ട ഒരു ആവശ്യം വരുന്നില്ല. കാരണം തീറ്റ പ്ലസ് ഡി തീറ്റയ്ക്ക് പറ്റിയ ഒരു പ്രൊവിഷൻ അവിടെ കാണുന്നില്ല എന്നുള്ളതുകൊണ്ട് അത്തരത്തിൽ നിങ്ങൾക്ക് അതിനെ കണ്ടെത്തിയിട്ട് സോൾവ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ബേസ്ഡ് ഓൺ ദാറ്റ് അവർ ആൻസർ ഷുഡ് ബി ഓപ്ഷൻ ബി 35.3 ഡിഗ്രി. സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് നിങ്ങൾക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിന് ശേഷം ട്രൈ ചെയ്ത് നോക്കാം. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇഫ് യു വാണ്ട് യു ക്യാൻ ഡു ഇറ്റ്. ഓക്കെ, യെസ്, സോ ദ ആൻസർ ബിക്കംസ് ഓപ്ഷൻ ബി 35.3 ഡിഗ്രി. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ലീവ് ചെയ്യാണ്. യു ക്യാൻ റീഡ് ദ ക്വസ്റ്റ്യൻ. The eigenfunctions of a particle in cubic box with potential V equal to 0 in the region 0 less than or equal to x, y and z. 3-dimensional V equal to infinity outside. ഓക്കെ, നമ്മുടെ ക്ലാസിക്കൽ പാർട്ടിക്കിൾ ഇൻ 3-dimensional ബോക്സിന്റെ കണ്ടീഷൻ ആണ്. Which of the following is also an eigenfunction of the Hamiltonian? വേഗം ആൻസർ പറഞ്ഞേ. ഓപ്ഷൻ ഏത്? എല്ലാവർക്കും A ആണോ? എന്തുകൊണ്ട് BCD വരാത്തെ? നോൺ ഡിജനറേറ്റ് ലെവൽസ്. അതെല്ലാം ഡിഫറെന്റ് എനർജീസ് ആണ് അല്ലേ? അപ്പൊ നോക്കുക, 1 2 3 3 1 2 ക്വാണ്ടം നമ്പേഴ്സ് ജസ്റ്റ് റീഅറേഞ്ച് ചെയ്തത് മാത്രം. ഇത് മൂന്നിന്റെയും എനർജി എന്താണ്? 14h² ഡിവൈഡ് ബൈ 8 സോറി, ഈ രണ്ടിന്റെയും എനർജി എന്താണ്? 14h² ബൈ 8m² തന്നെയാണ്. സോ ദാറ്റ്സ് അവർ ആൻസർ. ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത്. പിന്നെ അവിടെ മൈനസ് ആണോ പ്ലസ് ആണോ എന്നുള്ളത് മാറ്റർ ചെയ്യില്ല. ചിലർക്ക് സംശയമുണ്ട്, മൈനസ് വന്നാൽ വരില്ല പ്ലസ് വന്നാൽ എടുക്കും, അങ്ങനെയൊന്നും ഇല്ല. ലീനിയർ കോമ്പിനേഷൻ മീൻസ് either you can take two of the wave functions to be in a constructive fashion or you can take in a destructive function as a destructive fashion. It doesn't alter your eigennature. Eigennature അത് മാറ്റർ ചെയ്യില്ല. As long as both the states are degenerate, it doesn't matter whether you are adding both of them. Okay, it doesn't matter whether you are subtracting them. It doesn't matter whether you are taking a coefficient. ഈ പറഞ്ഞ സംഗതികളൊന്നും നമുക്ക് ഓവറോൾ കോഎഫിഷ്യന്റ്, മൊത്തത്തിൽ ഒരു കോഎഫിഷ്യന്റ് എടുക്കുകയാണ്, അതൊന്നും നിങ്ങളെ മാറ്റർ ചെയ്യുന്ന സംഗതികളല്ല. ക്ലിയർ അല്ലേ? ആൻസർ ഈസ് ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തൊരു ചോദ്യം ഇതാണ്. എ പാർട്ടിക്കിൾ ഓഫ് മാസ് m is confined to a one-dimensional box of unit length. യൂണിറ്റ് ലെങ്ത് വെച്ചാൽ എന്താ? L is equal to 1. മനസ്സിലാവുന്നുണ്ടോ? അതാണ് യൂണിറ്റ് ലെങ്ത്. ഒരു യൂണിറ്റ് ലെങ്ത് ഉള്ള one-dimensional ബോക്സ് കൺസിഡർ ചെയ്യാം. The wave function of the system is given as psi of x is equal to root of 8/5 sin pi x. ഐ വുഡ് സേ ഈ ഒരു ടൈപ്പ് മോഡൽ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാമിന് പ്രതീക്ഷിക്കാവുന്നതാണ്. ഞാൻ ഷ്യൂരിറ്റി പറയുന്നില്ല, ബട്ട് അഗെയിൻ ഈ ഒരു ടൈപ്പ് നിങ്ങളുടെ എക്സാമിനേഷൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. മിക്സ്ഡ് ഫംഗ്ഷൻസ് ആയിട്ട് തരുന്ന ക്വാണ്ടം മെക്കാനിക്കൽ വേവ് ഫംഗ്ഷൻ. പാർട്ടിക്കിളിനെ ബോക്സിന്റെ കേസിൽ നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള രണ്ട് രീതിയിലെ കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങൾക്ക് റെക്ടാങ്കുലർ ബോക്സ് തന്നിട്ട് ഡീജനറസിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാം. ഞാൻ ആ ക്വസ്റ്റ്യൻ ഇവിടെ ആഡ് ചെയ്തിട്ടില്ല, പക്ഷെ നിങ്ങളത് നോക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. റെക്ടാങ്കുലർ ബോക്സിനകത്ത് ഡീജനറസി വരുന്ന ചോദ്യങ്ങൾ ചോദിക്കാം. രണ്ടാമത്തെ ടൈപ്പ് മിക്സ്ഡ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്. നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലത്തെ മിക്സ്ഡ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് വരുന്ന വേവ് ഫംഗ്ഷൻസ് ആണ്. അപ്പം ഈ ഒരു ടൈപ്പ് നമുക്ക് എങ്ങനെ ടാക്കിൾ ചെയ്യാൻ നോക്കാം. സോ നിങ്ങളുടെ കയ്യിൽ ഒരു വേവ് ഫംഗ്ഷൻ തരുന്നുണ്ട്. root of 8/5 sin pi x into 1 plus cos pi x for 0 less than or equal to x less than or equal to 1. ഓക്കെ, അത് ഓക്കെ ആണ്, കാരണം യൂണിറ്റ് ലെങ്ത് ആണ്. എല്ലിന് പകരം 1 എന്ന് കൊടുക്കുന്നു. യൂണിറ്റ് ലെങ്ത് ആണല്ലോ ബോക്സ്. And 0 elsewhere. Okay. The average value of the energy in this state. So ഈ സ്റ്റേറ്റിലെ ആവറേജ് വാല്യൂ ആണ് എനിക്ക് കണ്ടെത്തേണ്ടുന്നത്. സോ ആവറേജ് വാല്യൂ ഓഫ് എനർജി. ഇപ്പൊ എനർജി ആവറേജ് കണ്ടെത്തുന്നതിനേക്കാൾ മുന്നേ ഇത് ഏത് സ്റ്റേറ്റുകളാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാലാണല്ലോ എനിക്ക് ആവറേജ് എനർജിയിലേക്ക് പോകാൻ കഴിയാം. സോ ഏത് സ്റ്റേറ്റ് ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാണ്. സോ അപ്പോൾ ഓപ്പണിംഗ് ദ ബ്രാക്കറ്റ് ഐ എം ഗെറ്റിംഗ് ദ ആൻസർ ആസ് root of 8/5 sin pi x plus root of 8/5 sin pi x cos pi x. ഓക്കെ അല്ലേ? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ റിസൾട്ട് ആണ് കിട്ടുന്നത്. ഫൈൻ, യെസ്. ഇനി നിങ്ങൾ നോക്കുക, ഇത് 1-dimensional ബോക്സ് ആണ് അല്ലേ? അപ്പൊ ആകെ എക്സിനകത്ത് ഒരു ടൈപ്പ് ക്വാണ്ടം നമ്പർ മാത്രമാണ് കാണേണ്ടത് അല്ലെ? ഇവിടെ ഇപ്പൊ നിങ്ങൾ രണ്ട് സമ്മായിട്ട് കാണുമ്പോൾ ഇത് രണ്ടും എക്സിൽ തന്നെയാണ്, ഒന്നും വൈയിൽ വരാനില്ല. പക്ഷെ നോക്കിയേ, സൈൻ പൈ എക്സിന്റെ കോഎഫിഷ്യന്റ് 1 ആണ്,
എന്താണ് അതുപോലെ തന്നെ നിങ്ങളുടെ കോസ് പൈ എക്സിനകത്ത് 1 തന്നെയാണ് വരുന്നത്. പക്ഷെ ഇവിടെ സൈൻ പൈ എക്സ് കോസ് പൈ എക്സ് ഇത് നമ്മുടെ പ്രോപ്പർ ഫോർമാറ്റ് ആണോ? ശരിക്കുമുള്ള വേവ് ഫംഗ്ഷൻ ഫോർമാറ്റ് ആണോ? അല്ല. എന്താണ് ശരിക്കും പാർട്ടിക്കിളിനെ ബോക്സിന്റെ വേവ് ഫംഗ്ഷന്റെ എക്സ്പ്രഷൻ വരുന്നത്? √2/L റൂട്ട് ഓഫ് 2/L sin n pi x by L. സൈൻ എൻ പൈ എക്സ് ബൈ എൽ. റൂട്ട് ഓഫ് 2/L സൈൻ എൻ പൈ എക്സ് ബൈ എൽ ഈ ഫോർമാറ്റിലാണ് വരേണ്ടത്. പക്ഷെ ഇവിടെ L 1 എന്ന് പറയുന്നതുകൊണ്ട് എങ്ങനെ വന്നാൽ മതി? √2/1 സൈൻ എൻ പൈ എക്സ് ബൈ 1 ഇങ്ങനെ വന്നാൽ മതി. ഇപ്പൊ നിങ്ങൾ 1 അവിടെ കാണണമെന്നില്ല. പക്ഷെ ഇവിടെ സൈനും കോസും കൂടെ വന്നു. അപ്പൊ നമ്മൾ ട്രിഗണോമെട്രിക് റിലേഷൻ യൂസ് ചെയ്തുകൊണ്ട് സൈനിനെ കോസിനെ കൂടെ ഒന്നാക്കി മാറ്റണം. എങ്ങനെയാണ് ഇത് രണ്ടിനെയും കമ്പൈൻ ചെയ്ത് ഒറ്റ സൈനാക്കി മാറ്റാൻ പറ്റുക? 2 sin a cos a എന്നിട്ടുള്ളൊരു റിലേഷൻ വെച്ചിട്ട് സൈൻ 2θ ഈക്വൽസ് 2 സൈൻ തീറ്റ കോസ് തീറ്റ. ശ്രദ്ധിച്ച് നോക്കണേ, ഞാൻ എന്ത് ചെയ്തു? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇപ്പൊ ഇത് 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്നായില്ലേ? അത് ആക്ച്വലി ആരാണ്? സൈൻ 2θ അല്ലേ? 2 സൈൻ തീറ്റ കോസ് തീറ്റ. ഓക്കെ, സോ ഇതിന്റെ റിസൾട്ട് എങ്ങനെ മാറും? √8/5 സൈൻ പൈ എക്സ് പ്ലസ് √8/5 ഇൻറ്റു 1/2 ഇൻറ്റു സൈൻ 2πx. മനസ്സിലായോ? ഇനി ശ്രദ്ധിച്ച് നോക്കാം. ഇപ്പൊ എനിക്ക് എന്ത് മനസ്സിലായി? സൈൻ പൈ എക്സ് എന്നൊരു സ്റ്റേറ്റും ഉണ്ട്, സൈൻ 2πx എന്നൊരു സ്റ്റേറ്റും ഉണ്ട്. ഈ രണ്ട് സ്റ്റേറ്റുകളുടെ ലീനിയർ കോമ്പിനേഷൻ ആണ് നിങ്ങൾക്ക് ഈ തന്നിട്ടുള്ള ആള്. മനസ്സിലാവുന്നുണ്ടോ? മുന്നേ നമുക്ക് ആ സ്റ്റേറ്റുകൾ മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. എന്ന് പറഞ്ഞാൽ n=1 ഒരു സ്റ്റേറ്റും ഉണ്ട്, n=2 ഒരു സ്റ്റേറ്റും ഉണ്ട്. ഇത് രണ്ടും കൂടെയാണ് ശരിക്കും നിങ്ങളുടെ മിക്സ്ഡ് സ്റ്റേറ്റ് ആയിട്ട് പറയുന്നത്. മനസ്സിലായോ എല്ലാവർക്കും? അപ്പൊ ഇനി ഇവിടെ നിങ്ങൾ അടുത്തതായിട്ട് മനസ്സിലാക്കേണ്ടുന്ന കാര്യം നിങ്ങളുടെ എനർജി ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്റെ പാർട്ടിക്കിൾ, ഞാൻ ആൻസറിലേക്ക് വരാം. അതിനേക്കാളും മുന്നേ നമുക്ക് എലിമിനേഷനിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ആലോചിച്ച് നോക്കാം. n=1 എന്റെ പാർട്ടിക്കിൾ എക്സിസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ എനർജി എത്ര വരണം? h²/8mL². ഇവിടെ ലെങ്ത് 1 ആയതുകൊണ്ട് h²/8m വരണം. ഓക്കെ അല്ലേ? ഇനി n=2 എന്റെ പാർട്ടിക്കിൾ എക്സിസ്റ്റ് ചെയ്യുന്നതെങ്കിൽ എനർജി എത്ര വരണം? 4h²/8m. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് h²/2m വരണം. ഓക്കെ ആണല്ലോ? സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, എന്റെ പാർട്ടിക്കിൾ n=1 മാത്രമാണെങ്കിൽ എനർജി h²/8m ആണ്. എന്റെ പാർട്ടിക്കിൾ n=2 മാത്രമാണെങ്കിൽ എനർജി h²/2m ആണ്. പക്ഷെ എന്റെ പാർട്ടിക്കിൾ ഇപ്പൊ 1 മാത്രമാണോ 2 മാത്രമാണോ? എങ്ങനെ നിൽക്കുന്നത്? 1 2 കൂടെ മിക്സ്ഡ് ആയിട്ടല്ലേ? 1 2 മിക്സ്ഡ് ആയിട്ടാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങളോട് കണ്ടെത്താൻ ചോദിച്ചിട്ടുള്ള ആവറേജ് എനർജി എന്നുള്ളത് ഇത് രണ്ടിന്റെ ഇടയിൽ നിൽക്കണം. h²/8m h²/2m ഇടയിൽ നിൽക്കണം. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ നിങ്ങളുടെ ആൻസർ വരാൻ പാടുള്ളൂ. സോ ഈ റേഞ്ചിന് പുറത്ത് വരുന്ന ആൾക്കാരെ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം. അപ്പൊ ആര് പിക്ചറിൽ നിന്ന് പോയി? h²/10m അങ്ങ് പിക്ചറിൽ നിന്ന് പോയി. കാരണം അത് h²/8m കുറവാണ്. അത് പിക്ചറിൽ നിന്ന് പോയി. ഇനി h²/2m കൂടി ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. അപ്പൊ വലിയ മെച്ചം ഉണ്ടായില്ല. ഞാൻ ഈ എലിമിനേഷൻ പറഞ്ഞെങ്കിലും ഓപ്ഷൻ ഡി മാത്രമേ പിക്ചറിൽ നിന്ന് പോയുള്ളൂ. അപ്പൊ ഇനി നമുക്ക് മര്യാദയ്ക്ക് പ്രോപ്പർ റൂട്ടിൽ ചെയ്ത് നോക്കാം. സോ പ്രോപ്പർ റൂട്ടിൽ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾ ആദ്യം എവ്രി വൺ ഷുഡ് ബി വെരി കെയർഫുൾ. നമുക്ക് ഈ കാണുന്ന വാല്യൂ ഉണ്ടല്ലോ, ഇപ്പൊ എടുത്ത് ചെയ്ത് √8/5 ഉണ്ട്, √8/5 1/2 ഉണ്ട്. ഇതിനകത്ത് രണ്ടാൾക്കാരെ കിടപ്പുണ്ട്. ആരൊക്കെയാണെന്നറിയാമോ? ഒന്ന് എന്റെ സൈൻ 2πxന്റെ നോർമലൈസേഷൻ ഫാക്ടർ, അല്ലെങ്കിൽ സൈൻ πxന്റെ നോർമലൈസേഷൻ ഫാക്ടർ ഉണ്ട്. അത് കൂടാതെ എന്താണ്, ഈ ലീനിയർ കോമ്പിനേഷൻ എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ലീനിയർ കോമ്പിനേഷന്റെ കോഎഫിഷ്യന്റ് ഉണ്ട്. രണ്ടാൾക്കാരും നിങ്ങളുടെ പിക്ചറിലുണ്ട്. അപ്പൊ നിങ്ങൾ ഒന്നും കൂടെ ഇതിനെ മാറ്റി എഴുതണം. ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ള പോലെ, ഇവിടെ റൈറ്റിൽ കാണുന്ന പോലെ നിങ്ങളുടെ വേവ് ഫംഗ്ഷൻ വരേണ്ടത് √2 സൈൻ nπx ഫോർമാറ്റിലാണ്. അപ്പൊ അങ്ങനെ എടുക്കുകയാണെങ്കിൽ എന്റെ ഫസ്റ്റ് വേവ് ഫംഗ്ഷൻ എങ്ങനെയാകും? സൈൻ πx √8/5 അല്ലേ? അതിനെ ഞാൻ √2 സൈൻ πx ഇൻറ്റു √4/5 എന്ന് എഴുതി. ഇത് ഓക്കെ ആണോ? മനസ്സിലായോ എല്ലാവർക്കും? എന്താ ഞാൻ ചെയ്തത്? √8/5 സൈൻ πx എന്നുള്ളതിനെ √4/5 ഇൻറ്റു √2 സൈൻ πx എന്ന് എഴുതി. ശരിക്കും ഈ √2 സൈൻ πx അല്ലേ എന്റെ നോർമലൈസ്ഡ് ആയിട്ടുള്ള n=1 വേവ് ഫംഗ്ഷൻ. പ്ലസ് രണ്ടാമത്തെ എങ്ങനെ പോന്നെ? അതുപോലെ പറഞ്ഞേ. സൈൻ 2πx ആണെങ്കിൽ അവിടെ കോഎഫിഷ്യന്റ് √2 അല്ലേ വരണ്ടേ? അപ്പൊ നിങ്ങൾ √2 എടുത്താൽ പിന്നീട് ബാക്കി എന്താ വരുന്നത്? √1/5. √1/5 വരും. നോക്കുക, ഇവിടെ നിങ്ങൾ √2 എടുത്തു കഴിഞ്ഞാൽ ബാക്കി √4 വരും ഇവിടെ. ഒക്കെ അല്ലേ? ഇപ്പൊ √4 എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 അല്ലേ? ആ 2 താഴത്തെ 2 കൂടി വെട്ടിപ്പോവില്ലേ? ബാക്കി ആകെ എന്ത് മാത്രമുണ്ട്? √1/5 മാത്രം ബാക്കിയാവും. ഓക്കെ ആണോ?
ഓക്കെ. ഇതാണ് n is equal to 2. ഇപ്പൊ നിങ്ങൾക്ക് കാര്യം ക്ലിയർ ആയില്ലേ? ശ്രദ്ധിച്ച് നോക്കിക്കേ. n is equal to 1ന്റെ വേവ് ഫംഗ്ഷൻ ആണ് ഇത് √2 sin pi x. n is equal to 2ന്റെ വേവ് ഫംഗ്ഷൻ ആണ് ഇത് √2 sin 2 pi x. ആ രണ്ടാൾക്കാര് ലീനിയർ കോമ്പിനേഷൻ എടുത്തപ്പോ ആ ലീനിയർ കോമ്പിനേഷന്റെ കോഎഫിഷ്യന്റ് ആണ് ഒന്ന് √4/5ഉം അടുത്ത √1/5. ഇപ്പൊ ക്ലിയർ ആയോ? എല്ലാവർക്കും പിക്ചർ മനസ്സിലായോ? Yes, sir. ഇവിടെ എല്ലാം കൂടി പിണഞ്ഞ് കിടക്കുകയായിരുന്നു. ഇവിടെ നമ്മളതിനെ സെപ്പറേറ്റ് ചെയ്തു. യെസ്, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആവറേജ് എനർജി എക്സ്പ്രഷൻ എങ്ങനെയാ കണ്ടെത്തുക? C1 സ്ക്വയർ E1 പ്ലസ് C2 സ്ക്വയർ E2 ഡിവൈഡ് ബൈ C1 സ്ക്വയർ പ്ലസ് C2 സ്ക്വയർ ഇവിടെ വേണ്ട. കാരണം എന്തുകൊണ്ടാ വേണ്ടാത്ത? നോർമലൈസ്ഡ് ഫംഗ്ഷൻ നോർമലൈസ്ഡ് ആണ് അല്ലേ? √4/5ന്റെ സ്ക്വയർ 4/5 പ്ലസ് 1/5 നൽകുന്നത് 1നെ അല്ലേ? സോ നോർമലൈസ്ഡ് ആയതുകൊണ്ട് ഇനി അതിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടതില്ല. സോ C1 സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? 4/5 വരും ഇൻറ്റു E1. ആ എനർജി എത്രയാണ്? h² ഡിവൈഡ് ബൈ 8m. ഓക്കെ, ഞാൻ തൽക്കാലം എന്നെ k എന്ന് കൊടുക്കാണ്. പ്ലസ് C2 സ്ക്വയറിന്റെ വാല്യൂ എത്രയാ? 1/5 ആണ്. സോ ഞാൻ ആ എനർജിന് എന്ത് കൊടുത്തു? 4k എന്ന് കൊടുത്തു. ഓക്കെ അല്ലേ? 4h² ബൈ 8ml², റൈറ്റ്? സോ നിങ്ങളുടെ ആൻസർ എത്ര വരും? 4k പ്ലസ് 4k ബൈ 5, അതായത് 8k ബൈ 5 എന്നുള്ളതാണ് നിങ്ങളുടെ ആൻസർ ആയിട്ട് വരുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 8/5 ഇൻറ്റു h² ഡിവൈഡഡ് ബൈ 8m. So your 8 and 8 get cancelled out, and the answer should be h² upon 5m, which corresponds to option A. മനസ്സിലായോ എല്ലാവർക്കും? സോ നോക്കണേ, നമ്മൾ എത്ര ചോദ്യങ്ങളാണ് ചെയ്തത്? 1, 2, 3. നമ്മൾ 4 ചോദ്യങ്ങൾ ചെയ്തു. അത്യാവശ്യം ഡിഫിക്കൽട്ടി ഉള്ള രീതിയിലുള്ള 4 ചോദ്യങ്ങളാണ്. 2 സിമിലർ ആയിരുന്നു, പക്ഷെ ബാക്കി 2 കുറച്ച് ഇൻവോൾവ് ചെയ്യേണ്ട ചോദ്യങ്ങളാണ്. സോ ഐ വുഡ് സേ ദിസ് ഈസ് a very important section that you have to focus on. മിക്സ്ഡ് ആയിട്ട് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ തരുന്ന രീതിയിൽ പാർട്ടിക്കുലർ ബോക്സിൽ നിന്ന് ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാം. സോ ആ ഭാഗത്ത് നിന്ന് ചോദ്യം വന്നു കഴിഞ്ഞാൽ സർപ്രൈസ് ആവുകയും ചെയ്യരുത്, മാർക്ക് പോവുകയും ചെയ്യരുത്. ഇത് പ്രത്യേകം മനസ്സിലാക്കാം. ആൻഡ് റെക്ടാങ്കുലർ ഡീജനറസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഓക്കെ, ഞാൻ തൽക്കാലം അതിൽ ആ ഭാഗത്ത് ക്വസ്റ്റ്യൻ എടുത്തിട്ടില്ല. വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ഷെയർ ചെയ്ത് തരാം. ഓക്കെ, യെസ്. സോ വി ആർ മൂവിംഗ് ടു ദ 5th question right now. The following plot schematically show the variation of molecular orbitals psi1 and psi2 along the internuclear axis of a linear triatomic molecule A2b. Okay, A2b എന്ന് പറയുന്ന ഒരു ലീനിയർ ട്രൈറ്റോമിക് മോളിക്യൂളിന്റെ പ്ലോട്ട് അല്ലെങ്കിൽ മോളിക്കുലാർ ഓർബിറ്റൽസിന്റെ പ്ലോട്ടിന്റെ വേരിയേഷൻ ആണ് നിങ്ങളുടെ മുന്നിലേക്ക് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, മേ ബി നിങ്ങൾക്ക് ഇങ്ങനെ വിചാരിക്കാം, കാർബൺ ഡൈ ഓക്സൈഡ് ആണെന്ന് വിചാരിക്കാം. C double bond O അല്ലെ? ലീനിയർ ട്രൈറ്റോമിക് ആയിട്ടുള്ള AB2, AB2 എന്ന് പറയുമ്പോൾ AB2 അല്ലല്ലോ, A2b അല്ലേ? A2b, റൈറ്റ്. അപ്പം അതിനകത്ത് MOs സ്വാഭാവികമായിട്ടും മിക്സ്ഡ് ആവും. ഓക്കെ, ഇതിനകത്ത് ആറ്റമിക് ഓർബിറ്റൽ ഉണ്ടാവും, ഡാറ്റമിക് ഓർബിറ്റൽ ഉണ്ടാവും. അത് മൂന്നും കൂടി ഇൻഫേസിൽ കമ്പൈൻ ചെയ്യാം, ഔട്ട് ഓഫ് ഫേസിൽ കമ്പൈൻ ചെയ്യാം. സോ അങ്ങനെ കമ്പൈൻ ചെയ്യുന്ന രീതിയാണ് ഇവിടെ 2 നിങ്ങളുടെ മുന്നിലേക്ക് കാണിച്ചിട്ടുള്ളത്. സോ ചോദ്യം ഇതാണ്: if the atomic orbitals corresponding to the atoms A and B are 5a and 5b respectively, the molecular orbitals psi1 and psi2 have the form. psi1 psi2ന്റെ ഓർബിറ്റലിന്റെ ഫോം എങ്ങനെയാണ്? അപ്പം ഇതും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ ചാൻസ് ഉള്ള പിക്ടോറിക്കൽ ടൈപ്പ് ക്വസ്റ്റൻ ആണ്. അല്ലാതെ കൺസെപ്ച്വലി ഡെപ്ത് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ വരുന്നില്ല. പക്ഷെ ഒരു പിക്ചറിൽ നിന്ന് അനലൈസ് ചെയ്ത് ഫേസ് മനസ്സിലാക്കാനുള്ള നിങ്ങളുടെ സ്കില്ലിനെ ടെസ്റ്റ് ചെയ്യുന്ന ചോദ്യങ്ങളാണ് ഇത്തരത്തിൽ വരുന്നത്. ദിസ് ഈസ് ഓൾസോ എക്സ്പെക്റ്റഡ്. അപ്പോൾ ശ്രദ്ധിച്ചു നോക്കുക. ഇവിടെ psi1ന്റെ പ്ലോട്ടാണ് കാണിച്ചിട്ടുള്ളത്, psi2ന്റെ പ്ലോട്ടാണ് കാണിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ നിങ്ങളിത് ഫുള്ള് സോൾവ് ചെയ്ത് നിൽക്കരുത്, എലിമിനേഷനിലൂടെ മാത്രം മൂവ് ചെയ്യാം. അപ്പൊ നോക്കാം, നമുക്ക് ഇവിടെ തന്നെ ഒരു ബേസ് ലൈൻ കാണിച്ചിട്ടുണ്ട് അല്ലേ? സോ ഇത് ബേസ് ലൈൻ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഇവിടെയും കാണാം, ഇവിടെയും കാണാം. സോ മുകളിലുള്ളത് പോസിറ്റീവ് ഫേസ് ആയിരിക്കും, താഴെയുള്ളത് നെഗറ്റീവ് ആയിരിക്കും. സിമിലർലി ഇവിടെയും മുകളിലുള്ളത് പോസിറ്റീവ് ആണ്, താഴെയുള്ളത് നെഗറ്റീവ് ആണ്. അപ്പൊ നോക്കുമ്പോൾ psi1ന്റെ വേവ് ഫംഗ്ഷനകത്ത് 3 ആൾക്കാർ മുകളിലേക്ക് തന്നെ അല്ലേ? ആണല്ലോ. അതിനർത്ഥം 3 കോഎഫിഷ്യൻസും പോസിറ്റീവ് ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ആദ്യം തന്നെ എലിമിനേഷനിലേക്ക് പോവാണ്. നോക്കുമ്പോൾ psi1ന്റെ കോഎഫിഷ്യന്റ് +A1 +B1 C1. സോ ഓപ്ഷൻ എ ഓക്കെ ആണ്, കൺസിഡറബിൾ ആണ്. ഓപ്ഷൻ ബി നോക്കുമ്പോഴോ A1 B1 A1 ഓക്കെ. ഓപ്ഷൻ സി നോക്കുമ്പോഴും A1 B1 C1 ഓക്കെ. ഓപ്ഷൻ ഡി നോക്കുമ്പോഴും A1 B1 A1 ഓക്കെ. എല്ലാം കൺസിഡർ ചെയ്യാം, കാരണം എല്ലാവരും ഈ പറഞ്ഞ പോലെ പ്ലസ് സാറ്റിസ്ഫൈ ചെയ്യുന്നവരാണ്. ഓക്കെ, psi2ലേക്ക് പോയല്ലോ. psi2 നിങ്ങൾ പറയാമോ സൈൻ എങ്ങനെ ആയിരിക്കണം? പ്ലസ് ശരിയല്ലേ? പ്ലസ് ആയിരിക്കണം. ഒന്നാമത് നോക്കിക്കേ, ഓപ്ഷൻ എക്കകത്ത് psi2 പ്ലസ് അല്ലേ? അത് അക്സെപ്റ്റബിൾ ആണോ? അല്ല. അത് എലിമിനേറ്റ് ആയി.
രണ്ടാമത്തെ നോക്കിക്കേ, പ്ലസ് മൈനസ് പ്ലസ്, അത് ഓക്കെ, അക്സെപ്റ്റബിൾ ആണ്. മൂന്നാമത്തെ നോക്കിക്കേ, മൈനസ് മൈനസ് പ്ലസ്, അക്സെപ്റ്റബിൾ ആണോ? അല്ല. നാലാമത്തെ നോക്കിയേ, മൈനസ് അല്ല. മൈനസ് മൈനസ്, അക്സെപ്റ്റബിൾ ആണോ? അല്ല, പോയി, എല്ലാവരും പോയി. ദാറ്റ്സ് യുവർ ആൻസർ. യു ലെഫ്റ്റ് വിത്ത് ഓപ്ഷൻ ബി. ബി മാത്രമാണ് ബാക്കി. ദാറ്റ്സ് യുവർ ആൻസർ. 4 മാർക്കിന്റെ ചോദ്യമാണ്, 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. നോക്കണേ, ഞാൻ ചെറിയ പിക്ക് ചെയ്തതല്ല, ഈസി ക്വസ്റ്റ്യൻ മാത്രം എടുത്താണോ? അല്ല. പക്ഷെ ടഫായിട്ടുള്ള പ്രോബ്ലങ്ങൾക്ക് ഇങ്ങനെ ഒരു ബൈപ്പാസ് ഉണ്ടായിരിക്കാം. സോ നിങ്ങൾ ആ പിക്ടോറിക്കൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ തന്നെ കൂടുതൽ കാര്യങ്ങൾ നോക്കാതെ തന്നെ നിങ്ങൾക്ക് ആൻസറിലേക്ക് പോകാനായിട്ട് കഴിയും. പറഞ്ഞ മനസ്സിലായ എല്ലാവർക്കും? ഓക്കെ. ഇനി Okay. ഓപ്ഷൻ ബി ആണ് ആൻസർ എന്ന് മനസ്സിലായ സ്ഥിതിക്ക് ഇനി നമുക്ക് ഓപ്ഷൻ അനലൈസ് ചെയ്ത് നോക്കാം. സൈവൺ പറയുന്നത് A15A പ്ലസ് B15B പ്ലസ് A15A എന്നുള്ളതാണ്. അപ്പൊ നോക്കിക്കേ, ദേ ഇവിടുത്തെ ഹൈറ്റ് തന്നെയല്ലേ ഇവിടുത്തെ ഹൈറ്റ്, അതുകൊണ്ട് ആ കോഎഫിഷ്യൻസ് സെയിം ആവണം, രണ്ടും A1 വരണം. ഓക്കെ. അതേപോലെ സൈറ്റ് നോക്കിക്കേ, A25A മൈനസ് B25B പ്ലസ് A25A. ഓക്കെ, ഇവിടുത്തെ ഹൈറ്റ് തന്നെയല്ലേ ഇവിടുത്തെ ഹൈറ്റ്. സോ സൈറ്റുവിനകത്ത് A2കൾ അല്ലെങ്കിൽ ഈ രണ്ടാൾക്കാർ സെയിം ആയിരിക്കണം. അല്ലാതെ അവിടെ കൊണ്ട് നിങ്ങൾക്ക് C2 മൂന്നാമത്തെ നമ്പർ പറയാൻ കഴിയില്ല. കാരണം ഈ കോഎഫിഷ്യന്റ് തന്നെ ആയിരിക്കണം ഈ കോഎഫിഷ്യന്റ്, ബിക്കോസ് ദേ ആർ ഓഫ് ദ സെയിം ഹൈറ്റ്. അതേപോലെ ഈ കോഎഫിഷ്യന്റ് തന്നെ ആയിരിക്കണം ഈ കോഎഫിഷ്യന്റ്, ബിക്കോസ് ദേ ആർ ഓൾസോ ആർ ഓഫ് ദ സെയിം ഹൈറ്റ്. ഓക്കെ അല്ലേ? ദാറ്റ്സ് ഹൗ വി റീച്ച് ദ ആൻസർ ആസ് ഓപ്ഷൻ ബി. ക്ലിയർ ആണോ? അപ്പൊ ഇത്തരം ചോദ്യങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ എലിമിനേഷനിലൂടെ പോകാൻ നോക്കാം. ദാറ്റ് വിൽ സേവ് എ ലോട്ട് ഓഫ് ടൈം, റൈറ്റ്? അടുത്ത ചോദ്യത്തിലേക്ക് മൂവ് ചെയ്യാം. അടുത്ത ചോദ്യം ഇതാണ്. ഓക്കെ, ഇതൊരു കാര്യം ചെയ്യാം, നമുക്ക് ലാസ്റ്റിൽ സോൾവ് ചെയ്യാം. കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് സോൾവ് ചെയ്യാം. ഇടയിൽ കൂടെ നിങ്ങളെ പെട്ടെന്ന് സാച്ചുറേറ്റ് ആക്കുന്നില്ല. നമുക്ക് തിരിച്ചു വരാം. ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ദ ടോട്ടൽ പൈ ഇലക്ട്രോൺ ഡെൻസിറ്റി ഓൺ ദ 4 കാർബൺ ആറ്റംസ് ഓഫ് ട്രാൻസ്ബ്യൂട്ടഡൈൻ. അപ്പൊ ഞാൻ ഇത് ഒരു എളുപ്പമായിട്ട് പറഞ്ഞുതരാം. ട്രാൻസ്ബ്യൂട്ടഡൈനകത്ത് പൈ ഇലക്ട്രോൺ ഡെൻസിറ്റിയുടെ എന്താണ് ഡെൻസിറ്റിയുടെ റേഷ്യോ എങ്ങനെയാണെന്നാണ് ചോദിക്കുന്നത്. സോ ട്രാൻസ്ബ്യൂട്ടഡൈന്റെ സ്ട്രക്ചർ നിങ്ങൾ വരയ്ക്കുക. ഇതല്ലേ ട്രാൻസ്ബ്യൂട്ടഡൈന്റെ സ്ട്രക്ചർ? ഓക്കെ, ട്രാൻസ്ബ്യൂട്ടഡൈന്റെ സ്ട്രക്ചർ ഇതാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്നത്, ഒരു സിംഗിൾ ആയിട്ട് നിങ്ങൾ ഒരു പൈ ബോണ്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഇലക്ട്രോണും ഇവിടെ ഒരു ഇലക്ട്രോണും എന്ന നിലയ്ക്കാണ് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടുന്നത്. അതേപോലെ പൈ ഇലക്ട്രോൺസ് അല്ലേ, പൈ ബോണ്ട് മാത്രം കൺസിഡർ ചെയ്താൽ മതി. അതേപോലെ നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് ചാർജും ഒരു നെഗറ്റീവ് ചാർജും കാണുകയാണെങ്കിൽ പോസിറ്റീവ് ചാർജിനെ നിങ്ങൾ അവിടെ 0 പൈ ഇലക്ട്രോൺ ഡെൻസിറ്റി എന്നാണ് കൺസിഡർ ചെയ്യേണ്ടുന്നത്. നെഗറ്റീവ് ചാർജ് കാണുകയാണെങ്കിൽ അവിടെ 2 പൈ ഇലക്ട്രോൺസ് എന്ന രീതിയിലാണ് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടുന്നത്. ഞാൻ പറഞ്ഞ ഇത്രയും ക്ലിയർ ആയോ? പൈ ബോണ്ട് കാണുകയാണെങ്കിൽ ഈ രണ്ട് കാർബണുകളിലും 1 പൈ ഇലക്ട്രോൺ വീതമുണ്ട് നിങ്ങൾ വിചാരിക്കണം. ഇനി സിംഗിൾ ബോണ്ടിൽ തന്നെ നെഗറ്റീവും പോസിറ്റീവും കാണുകയാണെങ്കിൽ അതും പൈ ഇലക്ട്രോൺസ് ആണല്ലോ, കാരണം റെസൊനേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അവർ പൈ ബോണ്ട് ഫോം ചെയ്യാനുള്ളവരാണ്. ഓക്കെ, സോ അങ്ങനെ നിങ്ങൾ നെഗറ്റീവും പോസിറ്റീവും കാണുകയാണെങ്കിൽ പോസിറ്റീവിന് 0 പൈ ഇലക്ട്രോൺ എന്നും നെഗറ്റീവിനെ നിങ്ങൾ 2 പൈ ഇലക്ട്രോൺ എന്നുമാണ് കൺസിഡർ ചെയ്യേണ്ടുന്നത്. ക്ലിയർ ആണോ എല്ലാവർക്കും? ഓൾറൈറ്റ്. അങ്ങനെയാണെങ്കിൽ ഇനി ഇതിന്റെ എല്ലാ റെസൊണൻസ് സ്ട്രക്ചേഴ്സ് നിങ്ങൾ വരയ്ക്കുക. ഞാൻ ചെയ്യുന്ന വഴികളാണ് പറയുന്നത്. എല്ലാ റെസൊണൻസ് സ്ട്രക്ചേഴ്സും വരയ്ക്കുക. ഇതിലെ റെസൊണൻസ് സ്ട്രക്ചേഴ്സ് എന്തൊക്കെയാണ് പോസിബിൾ ആവുന്നത്? Okay, sir. എങ്ങനെയാ സംഭവം? ഈ ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് വന്നു, ഇത് അങ്ങോട്ടേക്ക് പോവുകയും ചെയ്തു, റൈറ്റ്? സോ ഇവിടെ പോസിറ്റീവായി അവിടെ നെഗറ്റീവായി. അടുത്ത പോസിബിലിറ്റി എന്താ? ഇങ്ങനെ പുഷ് ചെയ്തൂടെ? Yes. Yes, അങ്ങനെ sir. അങ്ങനെ പുഷ് ചെയ്താൽ എന്താ സംഭവിക്കുക? ഇവിടെ പോസിറ്റീവ് വരും, ഇവിടെ നെഗറ്റീവ് വരും. Clear answer. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഇതിന് കാർബൺ 1, ഇത് കാർബൺ 2, ഇത് കാർബൺ 3, ഇത് കാർബൺ 4. ഓക്കെ, ഞാൻ നമ്പറും കൊടുക്കണം. 1 2 3 4 1 2 3 4. ഓക്കെ, അപ്പൊ എനിക്ക് 4 കാർബൺസിലെ ചാർജ് കണ്ടെത്തണം. സോ ഫസ്റ്റ് കാർബൺ, സെക്കൻഡ് കാർബൺ, തേർഡ് കാർബൺ, ഫോർത്ത് കാർബൺ. നിങ്ങൾ ഒന്നും ചെയ്യണ്ട, ഫസ്റ്റ് കാർബണിന്റെ ചാർജ് എല്ലാം കൂടി കൂട്ടി നോക്കിക്കേ. ഫസ്റ്റ് കാർബണില് ഒന്നാമത്തെ ഫിഗർ പ്രകാരം ഇതിപ്പോ എത്ര നമ്മൾ കൗണ്ട് ചെയ്യണ്ടേ? 2. 2. ഇത് എത്ര കൗണ്ട് ചെയ്യണ്ടേ? 0. 1 അല്ലേ? പോസിറ്റീവ് ചാർജ് അല്ലല്ലോ, പൈ ബോണ്ട് അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? പൈ ബോണ്ടിനെ 1 എന്നല്ലേ കൗണ്ട് ചെയ്യാം. Okay. ഓക്കെ, അപ്പൊ ഇത് എത്രയാ? 2. ഇവിടെ എത്രയാ? 1. 1. ഇവിടെ എത്ര? 0. 0. സോ 2 പ്ലസ് 1 പ്ലസ് 0 എത്ര നമ്പർ കിട്ടിയേ? 3 അല്ലേ? സോ ഒന്നാമത്തെ കാർബൺ ആറ്റത്തിനകത്ത് എഫക്റ്റീവ്ലി ഈ റെസൊണൻസ് സ്ട്രക്ചേഴ്സിലായിട്ട് 3 പൈ ഇലക്ട്രോൺസ് റിസൈഡ് ചെയ്യുന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ക്ലിയർ ആണോ? രണ്ടാമത്തെ എടുത്ത് പറഞ്ഞേ. 1. രണ്ടാമത്തിനകത്ത് ഇവിടെ 1 ആണ്, ഇവിടെയോ 1. 1, ഇവിടെയോ 1. 1. മൂന്നിടത്ത് 1 അല്ലേ? സോ 1 പ്ലസ് 1 പ്ലസ് 1 എത്രയായി? 3, റൈറ്റ്?
ഇനി മൂന്നാമത്തെ കാർബൺ ആറ്റം പറഞ്ഞേ. 1 1. ഇവിടെയും 1 ഇവിടെയും 1. 1 അപ്പൊ എത്രയാ? അവിടെയും ടോട്ടൽ 3 തന്നെ അല്ലേ? നാലാമത്തെ കാർബൺ ആറ്റം എടുത്തേ. 0 ഉം, 1 ഉം. 2 2. സമയം എത്രയാ? 3 3. ഇപ്പൊ നോക്കിക്കേ, ഈ സ്ട്രക്ചേഴ്സ് എല്ലാം പോകുമ്പോഴത്തേക്ക് 3 3 3 3 എന്ന രീതിയിലാണ് നിങ്ങൾക്ക് ഡിസ്ട്രിബ്യൂഷൻ വന്നത്. അപ്പൊ നോക്കണേ, 3 3 3 3 ഇത് എത്ര സ്ട്രക്ചേഴ്സിലായിട്ടാണ് ഈ 3 പൈലക്ട്രോൺസ് നിങ്ങൾ കണ്ടത്? 3 സ്ട്രക്ചേഴ്സിൽ. അപ്പൊ ആവറേജ് ആയിട്ട് ഒരു സ്ട്രക്ചർ എടുക്കാനാണെങ്കിൽ ഇത് എല്ലാത്തിനും നിങ്ങൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണ്ടേ? അപ്പൊ റേഷ്യോ എങ്ങനെ പോകും? 1:1 1:1 1:1. സോ ആൻസർ ഷുഡ് ബി ഓപ്ഷൻ എ. ക്ലിയർ ആയോ? മനസ്സിലായോ എല്ലാവർക്കും? ഓക്കെ. ക്ലിയർ ആയി. നിങ്ങൾക്ക് തനിയെ ചെയ്ത് നോക്കണമെങ്കിൽ ഞാനൊരു ക്വസ്റ്റ്യൻ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കാം. സോറി, ഈ ക്വസ്റ്റ്യൻ ഇപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. According to Huckel theory, the pi electron charge on the central carbon atom in propenyl cation is. ചെയ്ത് നോക്കാം. ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. ചെയ്ത് കഴിഞ്ഞോ? യെസ്. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. ഞാനിവിടെ ബോർഡിൽ വരച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. പ്രൊപ്പീനിയൽ കാറ്റോൺ ആണ് അല്ലേ? അതായത് സി ഡബിൾ ബോണ്ട് സി സിംഗിൾ ബോണ്ട് സി പ്ലസ് പ്രൊപ്പീനിയൽ കാറ്റോൺ ആണ്. ഇതിന് 2 റെസൊണൻസ് സ്ട്രക്ചേഴ്സ് ആണ് പോസിബിൾ ആവുക. ഈ പൈ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്ത് പോസിറ്റീവ് ചാർജ് ഇങ്ങോട്ടേക്ക് വരുന്ന രീതിയിൽ ഈ 2 സ്ട്രക്ചേഴ്സ് പോസിബിൾ ആവും. സോ മുന്നേ പറഞ്ഞതുപോലെ നോക്കാം. ഈ സ്ട്രക്ചർ പ്രകാരം ഇവിടെ 1 യൂണിറ്റ് ചാർജ് ആണ്, ഇവിടെ 1 ആണ്, ഇവിടെ 0 ആണ്. റെസൊനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 0 ആകും, ഇവിടെ 1 ആകും, ഇവിടെ 1 ആകും. സോ ഒന്നാമത്തെ കാർബൺ ഇതിനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ചാർജ് 1 + 0 1 ആണ്. രണ്ടാമത്തെ 1 + 1 2 ആണ്. മൂന്നാമത്തെ 0 + 1 1 ആണ്. സോ 1:2:1 എന്ന നിലയ്ക്കാണ് പോകുന്നത്. പക്ഷേ നമ്മൾ ടോട്ടൽ 2 സ്ട്രക്ചേഴ്സിലായിട്ടല്ല വരച്ചിട്ടുള്ളത്. സോ ഹോൾ ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ 1/2:1:1/2 ഈ ഒരു റേഷ്യോ ആയിരിക്കും കീപ്പ് ചെയ്യുന്നുണ്ടാവും. ചോദിച്ചിട്ടുള്ളത് പൈ ഇലക്ട്രോൺ ചാർജ് ഉള്ളത് സെൻട്രൽ കാർബൺ ആണ്. സെൻട്രൽ കാർബണിലെ പൈ ഇലക്ട്രോൺ ചാർജ് എത്രയാ? 1 ആണ്. സോ ആൻസർ ഇസ് ഓപ്ഷൻ സി. മനസ്സിലായോ? ക്ലിയർ ആണോ എല്ലാവർക്കും? ഓൾറൈറ്റ്. യെസ് അപ്പൊ സർ. ഇങ്ങനെയാണ് യെസ് സർ. ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ ഈ ഒരു തരത്തിലാണ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് ബാക്ക് ടു ദ ഡിസ്കഷൻ. നമുക്ക് ഇനി ആ ഓർഡറിൽ തന്നെ പോവാം. ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ ഡീവേറ്റ് ചെയ്തതാണ്. അടുത്ത ചോദ്യം ഇതാണ്. ഫോർ ദ മോളിക്യൂൾ മെത്തിലീൻ സൈക്ലോപ്രോപ്പൈൻ സ്ട്രക്ചർ ഗിവൺ ബിലോ ദ റൂട്ട്സ് ഒബ്റ്റൈൻഡ് ഫ്രം ദ ഹക്കൽ സെക്യുലർ ഡിറ്റർമിനന്റ് ക്യാൻ ബി അപ്രോക്സിമേറ്റഡ് ആസ്. എക്സിന്റെ വാല്യൂസ് പറയുന്നുണ്ട്, എക്സ് ആരാണെന്ന് പറയുന്നുണ്ട്. ഇ എന്നുള്ളത് പൈ ഓർബിറ്റലിന്റെ എനർജിയാണ്. അങ്ങനെയാണെങ്കിൽ ഈ കാണുന്ന മെത്തിലീൻ സൈക്ലോപ്രോപ്പൈന്റെ ഡീലോക്കലൈസേഷൻ എനർജി കണ്ടെത്താം. അപ്പോൾ ക്ലാസ്സിൽ പഠിപ്പിച്ച സമയത്ത് തന്നെ നമ്മൾ വേരിയസ് എക്സാമ്പിൾസ് എടുത്തിട്ടുണ്ട്. എന്തൊക്കെ? അലൈലിക് സിസ്റ്റംസ് എടുത്തിട്ടുണ്ട്, ഫ്രോസ് ഡയഗ്രം വെച്ചിട്ട് സൈക്ലിക് സിസ്റ്റംസ് കൺസിഡർ ചെയ്തിട്ടുണ്ട്, ബ്യൂട്ടോഡൈൻ സിസ്റ്റംസ് എടുത്തിട്ടുണ്ട്. അപ്പൊ അവിടങ്ങളെല്ലാം നിങ്ങളോട് എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ? ഈ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും സിസ്റ്റം ആയിരിക്കും നിങ്ങളോട് ചോദിക്കുക. അതല്ലെങ്കിൽ ഈ പറഞ്ഞ സിസ്റ്റം യൂസ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരാളായിരിക്കും നിങ്ങളോട് ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ ഈ സ്ട്രക്ചർ എനിക്ക് ഇങ്ങനെയാണ് കാണാൻ കഴിയുന്നത്. ഓക്കെ, ഈ സ്ട്രക്ചർ എനിക്ക് ഇങ്ങനെയാണ് കാണാൻ കഴിയുന്നത്. ഓക്കെ, നോക്കുമ്പോൾ 1 2 3 4 ശരിയല്ലേ? 1 2 3 4. അതായത് 4 അറ്റോമിക് ഓർബിറ്റലുകൾ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമായിട്ടാണ് ഈ കാണിച്ചിട്ടുള്ളത്. അപ്പൊ 4 അറ്റോമിക് ഓർബിറ്റൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ 4 MO കിട്ടണം. അപ്പോൾ നിങ്ങൾക്ക് കാണാം 1 2 3 4. ഇവിടെ എക്സിന് 4 വാല്യൂസും പറയുന്നുണ്ട്. എക്സ് എന്താണ്? ആൽഫ മൈനസ് ഇ ബൈ ബീറ്റ. നമുക്കൊരു കാര്യം ചെയ്യാം. എക്സ് ആൽഫ മൈനസ് ഇ ബൈ ബീറ്റ ആണെങ്കിൽ ഇയുടെ വാല്യൂ എന്താ? എക്സ് ബീറ്റ ആയിരിക്കും ആൽഫ മൈനസ് ഇ എന്ന് വെച്ചാൽ ഇ ആരാ? ഇ ഈസ് ഈക്വൽ ടു ആൽഫ മൈനസ് എക്സ് ബീറ്റ അല്ലേ? ഓക്കെ ആണല്ലോ? റീഅറേഞ്ച് ചെയ്താലല്ലേ കിട്ടാം. ഇതല്ല ഫുഡ് കഴിക്കാണോ? ആരും സംസാരിക്കുന്നില്ല, സൗണ്ട് ഒന്നും കേൾക്കുന്നില്ല. ആൽഫ മൈനസ് എക്സ് ബീറ്റ ആണ്. ഓക്കെ, സോ എനർജി ഈസ് ഈക്വൽ ടു നമുക്ക് എക്സിന്റെ വാല്യൂസ് വരും പല -2 -0.3 +1 +1.5. ഞാൻ 4 റൂട്ടുകൾ എഴുതാം. സോ -2 എടുത്താൽ ഇ ഈസ് ഈക്വൽ ടു ആൽഫ പ്ലസ് 2 ബീറ്റ എന്ന് കിട്ടും. അടുത്തതോ ഇ ഈസ് ഈക്വൽ ടു ആൽഫ മൈനസ് ഓഫ് മൈനസ് പ്ലസ് 0.3 ബീറ്റ എന്ന് കിട്ടും. ഇനി 1 എടുത്തു കഴിഞ്ഞാലോ ഇ ഈസ് ഈക്വൽ ടു ആൽഫ മൈനസ് 1 ബീറ്റ എന്ന് കിട്ടും. 1.5 എടുത്താൽ ഇ ഈസ് ഈക്വൽ ടു ആൽഫ മൈനസ് 1.5 ബീറ്റ എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഇതാണല്ലോ എന്റെ 4 റൂട്ട്. അതായത് 4 അറ്റോമിക് ഓർബിറ്റൽസ് മിക്സ് ആയി കിട്ടുന്ന 4 മോളിക്കുലർ ഓർബിറ്റൽസ് ആണ് നിങ്ങൾ കാണുന്ന 4 ആൾക്കാർ. ഓക്കെ, ഇനി ഇത് കണ്ടെത്തി കഴിഞ്ഞാൽ അടുത്ത നമ്മൾ എന്താ ചെയ്യേണ്ടത്? ക്വസ്റ്റ്യൻ ഇതാണ്, ഡീലോക്കലൈസേഷൻ എനർജി കണ്ടെത്താൻ. അപ്പൊ ഡീലോക്കലൈസേഷൻ എനർജി കണ്ടെത്താനേക്കാൾ മുന്നേ ആദ്യം നമുക്ക് ഈ സിസ്റ്റത്തിൽ എനർജി കണ്ടെത്തണം. അത് നമ്മൾ എങ്ങനെ അറേഞ്ച് ചെയ്യാം?
4 ഇലക്ട്രോണ്. ഇലക്ട്രോൺ. പക്ഷെ ഇവരുടെ ഓർഡർ ഇപ്പൊ കറക്റ്റ് ആണോ? ഇവരുടെ ഇൻക്രീസിങ് ഓർഡറിലാണോ ഈ ഓർബിറ്റൽസ് മാർക്ക് ചെയ്തിട്ടുള്ളത്? അല്ല. അല്ല. ഏറ്റവും ലോവസ്റ്റ് എനർജി ആർക്കാ വരുന്നത്? ആൽഫ പ്ലസ്. ആൽഫ പ്ലസ് 2 ബീറ്റ. കാരണം നമുക്ക് തോന്നും ഏറ്റവും ചെറുത് ആൽഫ -125 ബീറ്റ ആണെന്നൊക്കെ തോന്നും, പക്ഷെ ബീറ്റ നെഗറ്റീവ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആൽഫ പ്ലസ് 2 ബീറ്റയ്ക്ക് ആയിരിക്കും ഏറ്റവും എനർജി കുറവ്. അടുത്ത ആരാ? ആൽഫ പ്ലസ് 0.3 ബീറ്റ. അടുത്തതോ? ആൽഫ മൈനസ് ബീറ്റ ആൻഡ് ആൽഫ -125 ബീറ്റ ആയിരിക്കും ഏറ്റവും ഹയസ്റ്റ് എനർജി. ഓക്കെ, യെസ്. ഇനി നോക്കുമ്പോൾ സിസ്റ്റം ഏതാണ്? ഇയാളാണ്. സർ ഇതിൽ ആ 2 ബീറ്റ താഴെ വരാൻ കാരണം എന്താ? 0.3 ബീറ്റ വരൂല താഴെ? നമ്മൾ ഈ സിസ്റ്റം നമ്മൾ സ്ഥിരം കൺസിഡർ ചെയ്യുന്ന പോലത്തെ സിസ്റ്റം അല്ല. ഇതിന്റെ വേണമെങ്കിൽ എന്താണ് സെക്യുലർ ഡിറ്റർമിനന്റ്, ഹക്കൽ ഡിറ്റർമിനന്റ് സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് സോൾവ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ സ്ഥിരം കാണുന്ന പോലെ അല്ലാതെ ഇത് 1 2 3 4 എന്നാണെങ്കിലേ 2 3 കണക്ഷൻ ഉണ്ട്, 3 4 കണക്ഷൻ ഉണ്ട്, 1 2 കണക്ഷൻ ഉണ്ട്. അപ്പോൾ ഒരുപാട് എണ്ണങ്ങളിൽ ബീറ്റ വരും. അപ്പോൾ അത് സോൾവ് ചെയ്യുമ്പോൾ ഈ ആൻസറിലേക്ക് ആയിരിക്കും പോവാം. നമ്മൾ സോൾവ് ചെയ്യുന്നില്ല, പക്ഷെ സോൾവ് ചെയ്ത് നോക്കിയാൽ ഈ രണ്ട് വാല്യൂസോട് വരും. ഓക്കെ, ഓക്കെ. ഇപ്പൊ ചെയ്ത് നോക്കണമെന്നില്ല, സമയം എടുക്കും. അത് പിന്നീട് നോക്കിയാൽ മതി. സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് ആ രണ്ട് വാല്യൂസ് ഇവിടെ കാണാൻ കഴിയും. സോ ദ തിങ് ഈസ്, ഇവിടെ ഒരു പൈ ബോണ്ട് ഉണ്ട്, രണ്ട് പൈ ബോണ്ട് ഉണ്ട്. സോ ടോട്ടൽ 4 പൈ ഇലക്ട്രോൺസ് ആണ് ഇൻവോൾവ് ചെയ്യുന്നത്. സോ ഞാൻ പൈ ഇലക്ട്രോൺസിനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് എന്റെ പൈ ഇലക്ട്രോൺ, ഇതാണ് എന്റെ പൈ ഇലക്ട്രോൺ. സോ ടോട്ടൽ എന്റെ ഈ സിസ്റ്റത്തിന് എനർജി എത്ര കിട്ടുക? ഈസ് ഈക്വൽ ടു 2 ഇലക്ട്രോൺസ് ആൽഫ പ്ലസ് 2 ബീറ്റയിൽ ഇരുന്നാൽ 2 ആൽഫ പ്ലസ് 4 ബീറ്റ പ്ലസ് 2 ഇലക്ട്രോൺ ആൽഫ പ്ലസ് 0.3 ബീറ്റയിൽ ഇരുന്നാൽ അത് 2 ആൽഫ പ്ലസ് 0.6 ബീറ്റ. എല്ലാം കൂടെ കൂട്ടിയെടുത്തു കഴിഞ്ഞാൽ 4 ആൽഫ പ്ലസ് 4.6 ബീറ്റ എന്ന് എനിക്ക് എന്റെ എനർജി കിട്ടും. ഓക്കെ അല്ലേ? ആണല്ലോ. അപ്പൊ ഇനി ഇതിൽ നിന്ന് നമുക്ക് ആരുടെ എനർജി കുറച്ചാലാണ് എനിക്കിവിടെ ഡീലോക്കലൈസേഷൻ എനർജി കിട്ടുന്നത്? 2 ഇൻറ്റു എത്തിലിൻ. അല്ലേ? നോക്കിയേ, ഇതൊരു എത്തിലിൻ സിസ്റ്റം അല്ലേ? ഇത് ഉം. മറ്റൊരു എത്തിലിൻ സിസ്റ്റം അല്ലേ? അതായത് രണ്ട് ഇൻഡിവിജ്വൽ എത്തിലിൻ സിസ്റ്റംസ് തമ്മിൽ കൂട്ടിച്ചേർത്ത്, അല്ലെ? ഒരു എത്തിലിൻ ഇങ്ങനെ എടുത്തു, ഒരു എത്തിലിൻ ഇങ്ങനെ എടുത്തു. അവർ ഇങ്ങനെ കണക്ട് ചെയ്തുള്ള സിസ്റ്റമാണ് ഈ കാണുന്നത്. അപ്പൊ ഡീലോക്കലൈസേഷൻ എനർജി എന്നുള്ളത് ഇതിൽ നിന്ന് ആ രണ്ട് എത്തിലിൻ എനർജി കുറയ്ക്കുക എന്നുള്ളതാണ്. സോ ഡീലോക്കലൈസേഷൻ എനർജി ഈസ് ഈക്വൽ ടു 4 ആൽഫ പ്ലസ് 4.6 ബീറ്റ മൈനസ് ഒരു എത്തിലിൻ എനർജി എന്താ ക്വസ്റ്റിൽ പറയുന്നത്? ആൽഫ പ്ലസ് ബീറ്റയാണ്. അതിൽ 2 ഇലക്ട്രോൺസ് ഫിൽഡ് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? 2 ആൽഫ പ്ലസ് 2 ബീറ്റ. 12 പ്ലസ് 2 ബീറ്റ. അങ്ങനെ നിങ്ങൾ രണ്ടെണ്ണം സബ്ട്രാക്ട് ചെയ്യാനാണെങ്കിൽ നിങ്ങൾ കളയേണ്ടത് -4 ആൽഫ -4 ബീറ്റ അല്ലേ? സോ ദ ആൻസർ ബിക്കംസ് 0.6 ബീറ്റ വിച്ച് കറസ്പോണ്ട്സ് ടു ഓപ്ഷൻ സി. ക്ലിയർ ആണോ? മനസ്സിലാവുന്നല്ലോ? ലൊക്കലൈസേഷൻ എനർജി പറയാമോ സർ? ആ, ഡീലോക്കലൈസേഷൻ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ സിസ്റ്റത്തിന്റെ എനർജി മൈനസ് അതിനകത്തുള്ള എത്തിലീൻ യൂണിറ്റ്സിന് എനർജി നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് കളയണം. അപ്പം ഈ സിസ്റ്റത്തിന്റെ ടോട്ടൽ എനർജി കണ്ടെത്തുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഈ നിലയ്ക്കാണ് കണ്ടെത്തുക. ഓക്കെ, അത് ക്ലിയർ അല്ലേ? ഓക്കെ ആണ് സർ. ആ, ഇനി നമ്മൾ ആരെ സബ്ട്രാക്ട് ചെയ്ത് കളയേണ്ടത്? ഡീലോക്കലൈസേഷൻ എനർജി കണ്ടെത്തണമെങ്കിൽ ഇതിനകത്തുള്ള എത്തിലീൻ യൂണിറ്റുകളുടെ എനർജി കളയണം. സോ ഇതൊരു എത്തിലീൻ യൂണിറ്റ് ആണ്, ഇത് മറ്റൊരു എത്തിലീൻ യൂണിറ്റ് ആണ്. സോ രണ്ട് എത്തിലീന്റെ എനർജി കളയണം. ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് എത്തിലീന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഓർബിറ്റലിന്റെ എനർജി ആൽഫ പ്ലസ് ബീറ്റ ആണെന്ന് പറയുന്നുണ്ട്. സോ എത്തിലീൻ 2 ഇലക്ട്രോൺസ് ഫിൽഡ് ആയി കഴിഞ്ഞാലോ എത്തിലീന്റെ എനർജി എന്തായിട്ട് മാറും? 2 ആൽഫ പ്ലസ് 2 ബീറ്റ എന്നാവില്ലേ? അപ്പം അത്തരത്തിൽ രണ്ട് എത്തിലീൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ 2 × 2 ആൽഫ പ്ലസ് 2 ബീറ്റ, അതായത് 4 ആൽഫ പ്ലസ് 4 ബീറ്റ ആണ് രണ്ട് എത്തിലീന്റെ എനർജി. അത് ഞാൻ സബ്ട്രാക്ട് ചെയ്ത് കളയാണ് ഇവിടെ ചെയ്തത്. മനസ്സിലായോ? സോ ഫൈനൽ ആൻസർ ഷുഡ് ബി 0.6 ബീറ്റ. ഓക്കെ സർ. Okay, sir. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. For a particle exhibiting simple harmonic motion in one dimension, the uncertainty in its position in the state having the following schematic wave function. അപ്പോൾ ഒരു 1 ഡയമെൻഷണൽ സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു വേവ് ഫംഗ്ഷൻ, സ്കീമാറ്റിക് വേവ് ഫംഗ്ഷൻ ആണ് കാണിച്ചിട്ടുള്ളത്. കണ്ടെത്താൻ ചോദിച്ചിട്ടുള്ളത് എന്താ? അൺസർട്ടനിറ്റി ഇൻ ഇറ്റ്സ് പൊസിഷൻ ഡെൽറ്റ എക്സ് കണ്ടെത്താനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ വീണ്ടും പറയുന്ന ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ഓർത്ത് വെച്ചിരിക്കുക. അത് ഇവര് പലതരത്തിൽ നിങ്ങളോട് ചോദിക്കാം. അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങളോട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് ചോദിക്കാം. ഓക്കെ, ചിലപ്പോൾ പൊസിഷൻ ആവും, ചിലപ്പോൾ മൊമെന്റം ആകും, വാട്ട് എവർ. ഇവിടെ എല്ലാം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട മാത്തമാറ്റിക്കൽ റിസൾട്ട് ഇതാണ്. നമ്മൾ മാത്തമാറ്റിക്കലി പഠിക്കുന്ന സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിനോട്ട് ലെറ്ററാണ് സിഗ്മ.
ഓക്കെ. സോ എക്സ് എന്ന പാരാമീറ്ററിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനെയാണ് നമ്മൾ ക്വാണ്ടം മെക്കാനിക്കലി അൺസർട്ടണിറ്റി എന്ന് പറയുന്നത്. ഓക്കെ. മാത്തമാറ്റിക്സിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്ന ആളെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ സിഗ്മ എക്സ് ഉള്ളതാണ്. ആ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മേനെയാണ് നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൽ അൺസർട്ടണിറ്റി എന്ന വാക്കുകൊണ്ട് പറയുന്നത്. അപ്പോ സിഗ്മ കണ്ടെത്താൻ, സിഗ്മ ഓഫ് എക്സ് കണ്ടെത്താനുള്ള എക്സ്പ്രഷൻ ഇതാണ്: റൂട്ട് ഓഫ് സ്ക്വയറിന്റെ ആവറേജ് മൈനസ് ആവറേജിന്റെ സ്ക്വയർ. ഓക്കെ. എന്താണ് നിങ്ങളുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് എന്നാൽ അത് റൂട്ട് ഓഫ് സ്ക്വയറിന്റെ ആവറേജ് മൈനസ് ആവറേജിന്റെ സ്ക്വയർ. പഠിച്ചു വെച്ചേക്കണേ. ഇങ്ങനെയാണ് ആ എക്സ്പ്രഷൻ വരുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, അൺസർട്ടണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. ഫോർ അൺസർട്ടണിറ്റി ഇൻ പൊസിഷൻ കണ്ടെത്താൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? റൂട്ട് ഓഫ് പൊസിഷന്റെ ആവറേജിന്റെ സ്ക്വയർ മൈനസ് സ്ക്വയറിന്റെ ആവറേജ് മൈനസ് ആവറേജിന്റെ സ്ക്വയർ. ഓക്കെ. ഞാൻ ഇങ്ങനെ തന്നെയാണ് എല്ലാവരോടും പറയാറ്: റൂട്ട് ഓഫ് സ്ക്വയറിന്റെ ആവറേജ് മൈനസ് ആവറേജിന്റെ സ്ക്വയർ. മലയാളത്തിൽ അങ്ങ് വായിച്ചു വെച്ചാൽ മതി. റൂട്ട് ഓഫ് സ്ക്വയറിന്റെ ആവറേജ് മൈനസ് ആവറേജിന്റെ സ്ക്വയർ. ഓക്കെ. ഇത്തരത്തിലാണ് നമ്മൾ അൺസർട്ടണിറ്റി കണ്ടെത്താറുള്ളത്. ഫൈൻ. ഇനി ഇത് വൺ ഡയമെൻഷണൽ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ അല്ലേ? ഇവിടുത്തെ നിങ്ങളുടെ ആവറേജ് വാല്യൂ ഓഫ് പൊസിഷൻ എന്തായിരിക്കും ഫോർ എനി സ്റ്റേറ്റ്? 0. 0 ആയിരിക്കും. കാരണം ഹാർമോണിക് ഓസിലേറ്റർ വേരി ചെയ്യുന്നത് മൈനസ് ഇൻഫിനിറ്റി മുതൽ പ്ലസ് ഇൻഫിനിറ്റി വരെയാണ്. ഓക്കെ. മൈനസ് ഇൻഫിനിറ്റി മുതൽ പ്ലസ് ഇൻഫിനിറ്റി വരെയാണ് എല്ലാ സ്റ്റേറ്റും. വി ഈക്വൽ ടു 0, 1, 2, 3, 4 വാട്ട് എവർ. അത് മാത്രമല്ല അവർ സിമെട്രിക് ആയിട്ട്, ഇപ്പോൾ ഓഡ് ഫംഗ്ഷൻ ആണെങ്കിലും ഈവൻ ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിലും പ്രോബബിലിറ്റി വൈസ് അവർ സിമെട്രിക് ആയിട്ടാണ് ഡിസ്ട്രിബ്യൂഷൻ. സോ ആവറേജ് വാല്യൂ ഓഫ് പൊസിഷൻ എപ്പോഴും 0 ആയിരിക്കും. അതായത് ഈ കാണുന്ന ആള് 0 ആണ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് കണ്ടെത്താൻ ചോദിച്ചിട്ടുള്ള അൺസർട്ടണിറ്റി ഇൻ ഇറ്റ്സ് പൊസിഷൻ ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇത് റൂട്ട് ഓഫ് എക്സ് സ്ക്വയറിന്റെ ആവറേജ് മാത്രമല്ലേ? ആണല്ലോ. ഉം. അപ്പൊ നമുക്കിനി എന്ത് കണ്ടെത്തണം? എക്സ് സ്ക്വയറിന്റെ ആവറേജ് കണ്ടെത്തണം. അപ്പൊ ഇവിടെയാണ് വീണ്ടും ക്വാണ്ടം മെക്കാനിക്കൽ വിരിയൽ തിയറവും പൊട്ടൻഷ്യലും എല്ലാം യൂസ്ഫുൾ ആയിട്ട് വരുന്നത്. അപ്പൊ പ്രത്യേകം ശ്രദ്ധിച്ചു നോക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ, ഇത് കണ്ടെത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ആലോചിക്കേണ്ടത്, ഈ തന്നിട്ടുള്ള വേവ് ഫംഗ്ഷൻ ഇത് ഏത് സ്റ്റേറ്റ് ആണ്? നമ്മൾ എങ്ങനെ കണ്ടെത്തുക? ഓർമ്മയുണ്ടോ? ഹാർമോണിക് ഓസിലേറ്ററിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിന്റെ വേവ് ഫംഗ്ഷൻ ഇങ്ങനെയല്ലേ? ഫസ്റ്റ് എക്സൈറ്റഡ് വേവ് ഫംഗ്ഷൻ ഇങ്ങനെയല്ലേ? എനിക്ക് 4 വരില്ലേ? ആ, 4 ആണോ വരിക? 4 ആണോ 3 ആണോ? 3 അല്ലേ? 3 അല്ലേ? നോക്കിയേ, ക്വാണ്ടം നമ്പർ 0 അലൗഡ് ആണ്, പാർട്ടിക്കുലർ ബോക്സ് അല്ലല്ലോ. വി ഈക്വൽ ടു 0ക്ക് 0 നോഡാണ്, വി ഈക്വൽ ടു 1ന് 1 നോഡാണ്, വി ഈക്വൽ ടു 2ന് 2 നോഡാണ് അല്ലേ? അപ്പൊ ഇവിടെ എത്ര നോഡുണ്ട്? 1, 2, 3. 3 നോഡല്ലേ ഉള്ളത്. ഇതൊക്കെ ബൗണ്ടറി കണ്ടീഷൻ ആണേ. അപ്പൊ 3 നോഡല്ലേ ഉള്ളത്. യെസ്. സോ 3 നോഡാണ് ഉള്ളതെങ്കിൽ അത് വി ഈക്വൽ ടു 3 അല്ലേ? വി ഈക്വൽ 3 എന്ന സ്റ്റേറ്റ് ആണ്. വി ഈക്വൽ 3 എന്ന സ്റ്റേറ്റിന്റെ എനർജി നമ്മൾ എങ്ങനെയാ പഠിക്കുക? ഇ വി is equal to വി V പ്ലസ് plus ഹാഫ് എച്ച് കട്ട് ഒമേഗ എന്നാണല്ലോ എക്സ്പ്രഷൻ. ആ. അപ്പോൾ നിങ്ങളുടെ ആൻസർ എങ്ങനെ വരേണ്ടത്? വി പ്ലസ് ഹാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 പ്ലസ് ഹാഫ് എച്ച് കട്ട് ഒമേഗ, 3.5 എന്ന് വെച്ചാൽ 7/2 എച്ച് കട്ട് ഒമേഗയാണ് നിങ്ങളുടെ എനർജി. ആണല്ലോ. ഉം. ഇനി ക്വാണ്ടം മെക്കാനിക്കൽ വിരിയൽ തിയറം പറയുന്നത് എന്താ ഹാർമോണിക് ഓസിലേറ്ററിന്റെ കേസിൽ? എങ്ങനെയാണ് ഈ ടോട്ടൽ എനർജി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നത്? പൊട്ടൻഷ്യൽ ആൻഡ് കൈനറ്റിക് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂഷൻ? കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ആയിരിക്കും. ഈക്വൽ ആയിരിക്കും. ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്, റൈറ്റ്. സോ കൈനറ്റിക് എനർജിയുടെ വാല്യൂ വരുന്നത് എത്രയാണ്? 7/4 എച്ച് കട്ട് ഒമേഗ ആയിരിക്കും. പൊട്ടൻഷ്യൽ എനർജിയുടെ വാല്യൂ വരുന്നത് എത്രയാ? അതും 7/4. 7/4 എച്ച് കട്ട് ഒമേഗ. ഈക്വലി ആയിരിക്കും ഡിസ്ട്രിബ്യൂഷൻ. ഹൈഡ്രജൻ ആറ്റത്തിലെ വിരൽ തിയറം പോലെ അല്ല ഹാർമോണിക് ഓസിലേറ്ററിനകത്ത്. ഇവിടെ വരുമ്പോൾ ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഓക്കെ. ആൻഡ് നൗ ഐ എം ഇൻട്രസ്റ്റഡ് ഇൻ ദിസ്. സഡൻലി ഐ എം ഇൻട്രസ്റ്റഡ് ഇൻ ദിസ് പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ എനിക്ക് ഇൻട്രസ്റ്റ് ആണ്. കാരണം എന്റെ ഹാർമോണിക് ഓസിലേറ്ററിന്റെ കേസിലെ പൊട്ടൻഷ്യൽ എനർജി ഹാഫ് കെ എക്സ് സ്ക്വയർ അല്ലേ? അതിനകത്ത് നിങ്ങൾക്ക് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ശരിക്കും എക്സ് സ്ക്വയറിന്റെ ആവറേജ് വാല്യൂ ആണ്. കാരണം ക്വാണ്ടം മെക്കാനിക്കൽ മെഷർമെന്റ്സ് എല്ലാം ആവറേജ് വാല്യൂസ് ആണ് വരുന്നത്. സോ ഈ ഹാഫ് കെ എക്സ് സ്ക്വയറിന്റെ വാല്യൂ ആണല്ലോ നിങ്ങൾ ഈ കാണുന്ന 7/4 എച്ച് കട്ട് ഒമേഗ. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ എക്സ് സ്ക്വയർ ആവറേജിന്റെ വാല്യൂ എത്രയാ കിട്ടുക? ഇങ്ങനെയാണോ?
Yes, sir. എല്ലാരും നോക്കി ശരിയല്ലേ? Yes, sir. Yes. Sir. കണ്ടെത്തേണ്ട എന്തായിരുന്നു? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ ആവറേജ് ആണ്. ഇതിന്റെ റൂട്ടാണ് നമുക്ക് വേണ്ടുന്നത്. സോ ഡെൽറ്റ എക്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് 7/2 എച്ച് കട്ട് ഒമേഗ ഡിവൈഡഡ് ബൈ കെ. ഓപ്ഷൻസ് നോക്കാം. ഓക്കെ, ഓപ്ഷൻസിനകത്ത് എല്ലാം E0 വെച്ചിട്ടാണ്. E0 എന്ന് വെച്ചാൽ ഹാഫ് എച്ച് കട്ട് ഒമേഗ. ഓക്കെ, നമുക്ക് ഈസിയാണ്. ഇതാരാ? എച്ച് കട്ട് ഒമേഗ ബൈ 2. ഈ കാണുന്ന ആളാരാ? E0. E0. സോ ഡെൽറ്റ എക്സിന്റെ വാല്യൂ എന്ത് വരും? റൂട്ട് ഓഫ് 7 E0 by K. ബൈ കെ. ഓപ്ഷൻസ് നോക്കാം. യെസ്, ഓപ്ഷൻ ഡി വിൽ ബി ദ ആൻസർ. റൂട്ട് ഓഫ് 7 E0 ബൈ കെ. ക്ലിയർ ആണോ? അപ്പൊ ഇങ്ങനെയാണ് ചെയ്യേണ്ടുന്നത്. അപ്പോൾ അൺസർട്ടനിറ്റി അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നത് ചിലപ്പോൾ പൊസിഷൻ ആയിരിക്കും, ചിലപ്പോൾ മൊമെന്റം ആയിരിക്കും. ഇനി ചില സമയത്ത് നിങ്ങളുടെ ഗേഷ്യസ് സ്റ്റേറ്റ് എന്ന ചാപ്റ്ററിൽ കൊണ്ടുപോയിട്ട് അവിടുത്തെ മോളിക്കുലാർ വെലോസിറ്റി വെച്ച് ചോദിക്കാം. അതല്ലെങ്കിൽ പോളിമർ എന്ന ചാപ്റ്ററിനകത്ത് മോളിക്കുലാർ വെയിറ്റുകളുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയിട്ട് ചോദിക്കാം. വാട്ടെവർ, എവിടെയൊക്കെ ഈ പറഞ്ഞ പോലെ അൺസർട്ടനിറ്റി കൊണ്ടുവരാൻ പറ്റുമോ അവിടെയൊക്കെ ചോദിക്കാം. അവിടെ എല്ലാം നിങ്ങൾ മനസ്സിലാക്കേണ്ട എക്സ്പ്രഷൻ റൂട്ട് ഓഫ് സ്ക്വയറിന്റെ ആവറേജ് മൈനസ് ആവറേജിന്റെ സ്ക്വയർ എന്നുള്ളതാണ്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ഇനി മൊമെന്റത്തിലാണ് അൺസർട്ടനിറ്റി ചോദിച്ചതെങ്കിൽ ഇവിടെയുള്ള കൈനറ്റിക് എനർജിയിൽ അപ്ലൈ ചെയ്താൽ പോരെ? യെസ്, കൈനറ്റിക് എനർജി അപ്ലൈ ചെയ്യേണ്ടി വരും. കൈനറ്റിക് എനർജി 7/4 എച്ച് കട്ട് ഒമേഗ ഇസ് ഈക്വൽ ടു പി സ്ക്വയർ ആവറേജ് ഡിവൈഡഡ് ബൈ 2 എന്ന് എടുത്തിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് പി സ്ക്വയർ ആവറേജ് കണ്ടെത്തും. അങ്ങനെ തന്നെ ചെയ്യാം. പി ആവറേജ് 0 അല്ലേ? ആവറേജ് പൊസിഷൻ 0 ആണ്, ആവറേജ് മൊമെന്റം 0 ആണ്. സോ ദാറ്റ്സ് അബൌട്ട് ക്വസ്റ്റ്യൻ നമ്പർ 9. 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 10th ക്വസ്റ്റ്യൻ, പെർട്ടർബേഷൻ ഹാമിൽട്ടോണിയൻ ഈക്വൽ ടു V0 3 cos square 5 minus 1. അപ്പോൾ പെർട്ടർബേഷനോട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഞാൻ എല്ലാ സ്ഥലവും ടച്ച് ചെയ്യുന്ന പോലെയാണ് എടുത്തിട്ടുള്ളത്. Where V0 is a constant is applied to a rigid rotator undergoing a rotational motion in a plane. The first order energy correction to the ground state. Okay. So first order energy correction to the ground state. Ground state എന്നുള്ള first order energy correction കണ്ടെത്തേണ്ടുന്ന basic expression marker that is simply the averaging of your wave function using the perturbation. Perturbation ഉപയോഗിച്ചുകൊണ്ടുള്ള ആവറേജിംഗ് ആണ് ചെയ്യേണ്ടത്. സോ ഡിറാക്സ് ബ്രാക്കറ്റ് നൊട്ടേഷൻ psi0 h prime psi0, where h prime is your perturbation. പെർട്ടർബേഷൻ നിങ്ങൾ നടുക്ക് കൊടുത്താൽ മതിയാവും. അപ്പൊ ഇത് സോൾവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആരെ അറിയണം? എന്റെ വേവ് ഫംഗ്ഷൻ അറിയണം. സോ മോഷൻ ഇൻ എ പ്ലെയിൻ, ഒരു പ്ലെയിനിൽ മോഷൻ എക്സിക്യൂട്ട് ചെയ്യാണ്, റൊട്ടേഷൻ മോഷൻ ഇൻ എ പ്ലെയിൻ, റിജിഡ് റോട്ടർ ആണ്. അപ്പൊ ആ വേവ് ഫംഗ്ഷൻ എന്താ നമ്മൾ പറയാ? സൈ ഈസ് ഈക്വൽ ടു, എങ്ങനെ വേവ് ഫംഗ്ഷൻ എക്സ്പ്രഷൻ വരുന്നത്? 1/√2 പൈ e raised to im5. ഓർക്കുന്നുണ്ടോ? റിജിഡ് റോട്ടറിന്റെ വേവ് ഫംഗ്ഷൻ അല്ലെങ്കിൽ മോഷൻ ഓൺ എ പ്ലെയിൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അവിടെ വരുന്ന വേവ് ഫംഗ്ഷൻ എന്താ? 1/√2 പൈ e raised to im5 ആണ്. ഓക്കെ അല്ലേ? 1/√2 പൈ e raised to im5. സോ നിങ്ങൾ എടുക്കുമ്പോൾ ഈ ഡിറാക്സ് ബ്രാക്കറ്റ് നൊട്ടേഷൻ മാറ്റാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഡിറാക്സ് ബ്രാക്കറ്റ് നൊട്ടേഷൻ മാറ്റുമ്പോൾ ഇന്റഗ്രൽ വരും. ഒന്നാമത്തെ ആൾ എന്താ? സൈ സ്റ്റാർ സൈ എന്നാവും അല്ലെ? ഇതിന്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് ആവും. സോ 1/√2 പൈ e raised to minus im5 എന്ന് വരും. ഇൻറ്റു എച്ച് പ്രൈമിന്റെ വാല്യൂ എന്താ? ക്വസ്റ്റ്യൻ പ്രകാരം തന്നെ പറയുന്നുണ്ട്, അത് V0 ടൈംസ് 3 cos square 5 minus 1 ആണ്. ഇൻറ്റു അവസാനം എന്ത് വരും? 1/√2 പൈ e raised to im5 ടൈംസ് d5. ഇനി 5യുടെ ലിമിറ്റ് എവിടെ മുതൽ എവിടെ വരെയാ? 0 to 2 pi. 0 to 2 പൈ. ഓക്കെ, 0 to 2 പൈ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പൊ ശ്രദ്ധിച്ച് നോക്കാം, e raised to minus im5 എന്നാണ് ആദ്യം കിടക്കുന്ന ആൾ. ആരും മറന്നു പോകരുത്, e raised to im5 എടുക്കരുത്. സൈ സ്റ്റാർ ആണ്. സോ ഇമാജിനറി പാർട്ട് സൈൻ തിരിയണം. സോ e raised to minus im5 into e raised to plus im5, e raised to 0 അല്ലെ? അത് 1 ആയിട്ട് മാറും. പിന്നെ 1/√2 പൈ 1/√2 പൈ എന്താണ്? 1/2 പൈ നേരെ പുറത്തേക്ക് പോകും. സോ ദ ആൻസർ ബിക്കംസ് 1/2 പൈ പുറത്തേക്ക് എത്തി. ഇന്റഗ്രൽ V0 കോൺസ്റ്റന്റ് ആണ് അല്ലെ? V0 is a കോൺസ്റ്റന്റ് പറയുന്നുണ്ട്. ടൈംസ് ബാക്കി വരുന്നത് എന്താണ്? 3 cos square 5 minus 1 into d5 വേരിയിങ് ഫ്രം 0 to 2 പൈ. അപ്പൊ നമുക്ക് ഇനി ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് നോക്കാം. ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും V0/2 പൈ പുറത്താണ്. ഞാൻ ഇതിനെ രണ്ടായിട്ട് ഇന്റഗ്രൽ സ്പ്ലിറ്റ് ചെയ്യാണ്. ഇന്റഗ്രൽ 0 to 2 പൈ 3 ടൈംസ് cos square 5 d5 മൈനസ് ഇന്റഗ്രൽ 0 to 2 പൈ ബാക്കി എന്താ വരുന്നത്? d5. ഓക്കെ ആണല്ലോ? നോക്കിയാൽ എല്ലാവരും 3 cos square 5 d5 മൈനസ് 1 d5 ഇത്രയല്ലേ ഉള്ളൂ.
And now it becomes V0 divided by 2 pi times 3 into കോസ് സ്ക്വയർ ഫൈയുടെ ഇന്റഗ്രൽ ആണ് നിങ്ങൾ ചെയ്യേണ്ടത്. 0 മുതൽ 2 പൈ വരെ, 0 ടു 2 പൈ കോസ് സ്ക്വയർ ഫൈയുടെ ഇന്റഗ്രൽ ആണ് ചെയ്യേണ്ടത്. അപ്പം കോസ് സ്ക്വയർ ഫൈ നമ്മൾ എങ്ങനെ മാറ്റാം? സൈൻ 2 ടേംസിൽ എഴുതണം. സൈൻ 2 ഫൈ ടേംസ് എങ്ങനെ മാറ്റുന്നത്? 1 മൈനസ് സൈൻ സൈൻ 2 2 ബൈ 2. ഓക്കെ, ഇങ്ങനെ സ്പ്ലിറ്റ് ആവും. ഓക്കെ, 1 മൈനസ് സൈൻ 2 ഡി ഫൈ മൈനസ് ഇന്റഗ്രൽ 0 ടു 2 പൈ നിങ്ങൾ ഡി ഫൈ ചെയ്തു. അപ്പൊ ഡി ഫൈയുടെ വാല്യൂ എത്രയാണ് വരുന്നത്? 5. അപ്പോൾ ഇതിന്റെ ആൻസർ അൾട്ടിമേറ്റ്ലി 2 പൈ എന്ന് മാറും. അത് ഓക്കെ അല്ലേ? ഡി ഫൈയുടെ ഇന്റഗ്രൽ 5 ആണ്. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് 2 പൈ മൈനസ് 0 2 പൈ വരും. ഇനി ഇയാളെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇനി ഇയാൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴോ V0 ഡിവൈഡഡ് ബൈ 2 പൈ ഇൻറ്റു വിതിൻ ദ ലിമിറ്റ്സ് 3/2 ടൈംസ് 3/2 ഇൻറ്റു ഇതെല്ലാം 3/2ന്റെ ബ്രാക്കറ്റിലാണ്. ഓക്കെ, അപ്പൊ 0 2 പൈ 1 ഡി ഫൈ അവിടെ വരുന്നുണ്ട്. അപ്പൊ അവിടെ 2 പൈ വരില്ലേ? 3/2 കോമൺ എടുത്തു കഴിഞ്ഞാൽ 1 ഡി ഫൈ വരും. അതിന്റെ വാല്യൂ 2 പൈ ആണ്. മൈനസ് മൈനസ് സൈൻ 2 ഇന്റഗ്രൽ. സൈൻ 2 ഇന്റഗ്രൽ എന്താ? minus cos 2 divided by 2. മൈനസ് കോസ് 2 ഡിവൈഡ് ബൈ 2. ഇനി ആലോചിച്ച് നോക്കും, നിങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന 0 മുതൽ 2 പൈ വരെ അല്ലേ? കോസ് 2 ഇന്റഗ്രലിന്റെ വാല്യൂ എന്തായിരിക്കും? 2 പൈ 360 ഡിഗ്രിയിലാണ് നിങ്ങൾ ചെയ്യുന്നത്. ഓവറോൾ 0 ആയിട്ട് മാറില്ലേ? നിങ്ങൾക്ക് വേണമെങ്കിൽ വാല്യൂസ് ഇട്ട് നോക്കാം. ആ കാണുന്ന ഇന്റഗ്രലിന്റെ വാല്യൂ ഓവറോൾ 0 ആയിട്ട് മാറും. സോ 2 പൈ മൈനസ് 0 മൈനസ് 2 പൈ നിലയ്ക്ക് നമ്മളുടെ എക്സ്പ്രഷൻ മാറും. ഓക്കെ, സോ ദ ആൻസർ ബിക്കംസ് V0 ഡിവൈഡഡ് ബൈ 2 പൈ ഇൻറ്റു 3/2 2 പൈ മൈനസ് 2 പൈ. ഞാൻ 2 പൈ കോമൺ എടുക്കാം. 2 പൈ കോമൺ എടുത്ത് വെട്ടിക്കളഞ്ഞാല് ബാക്കി എന്ത് വരും? V0 ഇൻറ്റു 3/2 മൈനസ് 1, 1.5 മൈനസ് അര, സോറി 1.5 മൈനസ് 1, അര ബാക്കിയാവില്ലേ? സോ V0 ഇൻറ്റു 1/2, മൈ ആൻസർ ഷുഡ് ബി V0/2. ക്ലിയർ ആണോ? സാർ അതില് 3/2 ഇൻറ്റു 2 പൈ എന്ന് പറയുമ്പോൾ 2 ക്യാൻസൽ ആകുമ്പോൾ 3 ആ പൈ മൈനസ് 2 ആ പൈ ഓക്കെ എന്ന് വരാം. ഓക്കെ ഫൈൻ. 3 പൈ മൈനസ് 2 പൈ ഞാൻ ഇവിടെ വെട്ടിയില്ല. അങ്ങനെയാണെങ്കിൽ ഓക്കെ, 3 പൈ മൈനസ് 2 പൈ പൈ ആണ്. പൈ വെട്ടിപ്പോയിട്ട് V0/2 എന്ന് വരും. ഓക്കെ, ഞാൻ വെട്ടിയില്ല, ഞാൻ 2 പൈനെ കോമൺ എടുക്കാനാണ് നോക്കിയത്. ഡസന്റ് മാറ്റർ, രണ്ട് രീതിയിൽ ചെയ്താൽ V0/2 തന്നെയായിരിക്കും ആൻസർ കിട്ടുക. ഞാനിവിടെ വെട്ടിയില്ല കേട്ടോ, ഞാൻ വെട്ടാതെ 2 പൈനെ കോമൺ എടുക്കാനാണ് നോക്കിയത്. 2 പൈയിലെ വെട്ടിക്കളഞ്ഞു. ഓക്കെ, ഓക്കെ. സോ ആൻസർ ബിക്കംസ് V0/2. ഓപ്ഷൻ സി ആണ് ഉത്തരം വരുന്നത്. എന്തുകൊണ്ട് ഞാൻ ഈ ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ പാർട്ടിക്കിൾ ഓൺ എ റിംഗ് അല്ലെങ്കിൽ റൊട്ടേഷണൽ മോഷൻ ഇൻ എ പ്ലെയിൻ അല്ലെങ്കിൽ റിജിഡ് ഓർഡർ ഇവരുടെ വേവ് ഫംഗ്ഷൻ അറിയണം. അത് 1/√2 പൈ e⁻⁵ ആണ്. ആ വേവ് ഫംഗ്ഷൻ അറിയാൻ നമുക്ക് ചെയ്യാൻ കഴിയില്ല. സോ വേവ് ഫംഗ്ഷൻ ഇനീഷ്യലി എടുത്തു, ഫസ്റ്റ് ഓർഡർ പെർട്ടുർബേഷന്റെ ഇക്വേഷനും കൊടുത്തു, ലിമിറ്റുകൾ മനസ്സിലാക്കി, ട്രിഗണോമെട്രിക് മാനിപ്പുലേഷൻ അറിയണം, ഇന്റഗ്രേഷൻ അറിയണം. ഇതെല്ലാം ചെയ്തെങ്കിലാണ് ലാസ്റ്റ് ആൻസർ V0/2ലേക്ക് എത്താനായിട്ട് പറ്റുന്നത്. അല്ലാതെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ കഴിയില്ല. മനസ്സിലായോ? അതുകൊണ്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇവിടെ എടുത്തത്. ഓക്കെ അല്ലേ? ദ ഡി ഓർബിറ്റൽസ് ഓഫ് എ ഹൈഡ്രോജനിക് ആറ്റം വിത്ത് n is equal to 3. n is equal to 3 ആണ്. L is equal to 2. ഓക്കെ, L is equal to 2 ഡി ഓർബിറ്റലിനാണ്. ആൻഡ് m is equal to +or-2. m വാല്യൂ +or-2 വരാം. അതിന്റെ വേവ് ഫംഗ്ഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. Where n is the normalization constant, R of R is the radial part of the wave function. An appropriate linear combination of these two wave function yields the real orbital. അത് ഏത് ഓർബിറ്റലാണ് തരുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്നത്, നമ്മളുടെ പി ഓർബിറ്റലിന്റെ കേസിൽ യു വിൽ ഹാവ് Px, Py ആൻഡ് Pz. 3 ആൾക്കാരുണ്ടാവും. ഓക്കെ, കറസ്പോണ്ടിങ് ടു L is equal to 1. L is equal to 1 ആണെന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിംഗ്ലി നിങ്ങളുടെ എമ്മിന്റെ വാല്യൂസ് എന്തൊക്കെ വരാം? എമ്മിന്റെ വാല്യൂ +1 വരാം, അല്ലെങ്കിൽ 0 വരാം, അല്ലെങ്കിൽ -1 വരാം. അപ്പൊ അവിടെ നിങ്ങൾ മാപ്പ് ചെയ്ത് മനസ്സിലാക്കുക, m is equal to 0 കറസ്പോണ്ടിങ് ആരോടാണ്? Pz നോടാണ്. ആണല്ലോ. m is equal to 0 എന്ന് വെച്ചാൽ ഏത് ഓർബിറ്റിലാ? Pz ഓർബിറ്റിലല്ലേ? ഓക്കെ, Yes, ഇനി sir. Px ന് Py ക്ക് ഏതാണ് വാല്യൂസ് അറിയാമോ നമുക്ക്? ആർക്കാണ് +1, ആർക്കാണ് -1 അങ്ങനെ അറിയാമോ? Yeah. അങ്ങനെ Plus or അറിയില്ല. +or-1. ഓക്കെ, പി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +or-1 ആണ്. പി വൈ എന്ന് പറഞ്ഞാൽ +or-1 ആണ്. എന്ന് പറഞ്ഞാൽ m is equal to 1ന്റെയും m is equal to -1ന്റെയും ലീനിയർ കോമ്പിനേഷൻ ആണ് നിങ്ങൾക്ക് പി എക്സിനെ നൽകുന്നത്. അവരുടെ മറ്റൊരു ലീനിയർ കോമ്പിനേഷൻ ആണ് നിങ്ങൾക്ക് പി വൈനെ തരുന്നത്. ക്ലിയർ ആണല്ലോ? ഇതിന് വളരെ സിമിലർ ആയിട്ടുള്ള ഒരു ഐഡിയ നിങ്ങളുടെ ഡി ഓർബിറ്റലിന്റെ കേസിലും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്.
ഡി ഓർബിറ്റലിന്റെ കേസിൽ നമ്മുടെ എൽ വാല്യൂ 2 ആണല്ലോ. അവിടെ നമുക്ക് കിട്ടാനുള്ള ഓർബിറ്റൽസ് ഏതൊക്കെയാ? ഡി എക്സ് വൈ ഉണ്ട്, ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഉണ്ട്, ഡി സെഡ് സ്ക്വയർ ഉണ്ട്, ഡി എക്സ് സെഡ് ഉണ്ട്, ഡി വൈ സെഡ് ഉണ്ട്. ഓക്കെ. സിമിലർലി എൽ ഇസ് ഈക്വൽ ടു 2 ആണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഏതൊക്കെ ക്വാണ്ടം നമ്പേഴ്സ് പറ്റും? എമ്മിന് +2, +1, 0, -1, -2 ഇത്തരം പോസിബിലിറ്റീസ് അല്ലേ? എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നത് എന്റെ എം ഇസ് ഈക്വൽ ടു 0 ആരാ? ഡി സെഡ് സ്ക്വയർ. സോ ഡി സെഡ് സ്ക്വയറിന്റെ വാല്യൂ എന്താ എനിക്ക് ഉറപ്പിച്ച് പറയാം? എന്റെ എം ഇസ് ഈക്വൽ ടു 0 ആണ്. ഇനി മുന്നേ കണ്ടതുപോലെ ഇവര് ശരിക്കും +or-2 ആണ്, ഇവര് ശരിക്കും +or-1 ആണ്. അതേപോലെ ഇവിടെ നിങ്ങൾ കാണാൻ കഴിയും ഡി എക്സ് വൈയും ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറും ഒരുമിച്ച് വരും. അതേപോലെ ഡി എക്സ് സെഡും ഡി വൈ സെഡും ഒരുമിച്ച് വരും. സോ ഡി എക്സ് വൈയും ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറും അവരുടേത് +or-2 ആണ്. ഡി എക്സ് സെഡ് വൈ സെഡ് +or-1 ആണ്. മനസ്സിലാവുന്നുണ്ടോ? ഐഡിയ ക്ലിയർ ആയോ? നിങ്ങൾ ഇങ്ങനെ ഓർത്താൽ മതി. Yes, ആ, sir. ഇത്ര മാത്രം നോക്കിയാൽ മതി. ഈ എക്സ് വൈ അവർ ഒരുമിച്ചായിരിക്കും അല്ലേ? എക്സ് വൈ അവർ ഒരുമിച്ചായിരിക്കും. സെഡ് സ്ക്വയർ ഒറ്റയ്ക്കാണ്. അങ്ങനെ പിന്നെ ബാക്കി ആൾക്കാർ ഒരുമിച്ചായിരിക്കും, എക്സിന് വൈ സെഡ്. ഇനി അടുത്തത് 0 കൊടുക്കേണ്ടത് സെഡ് സ്ക്വയർ ആണ്, നിങ്ങൾക്ക് അറിയാം. ഇനി +or-2 ആർക്ക്, +or-1 ആർക്ക്. അപ്പൊ നിങ്ങൾ നോക്കിയാൽ മതി ഈ എക്സ് സ്ക്വയർ വൈ സ്ക്വയറിനകത്ത് 2 കിടപ്പില്ലേ? അപ്പൊ അത് 2 ആയിട്ട് കണക്റ്റഡ് ആണ്, നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ഇത്തരം കാര്യങ്ങൾ ഓർത്ത് കഴിഞ്ഞാൽ ഇവിടെ ക്വസ്റ്റിൽ പറയുന്നത് എം +or-2 ആണെന്നല്ലേ. സോ എം +or-2 ആണെന്നുണ്ടെങ്കിൽ ആ ലീനിയർ കോമ്പിനേഷൻ നിങ്ങൾക്ക് ഏതൊക്കെ ഓർബിറ്റലിനെ തരാം? ഒന്നെങ്കിൽ ഡി എക്സ് വൈനെ തരാം, അല്ലെങ്കിൽ ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറിനെ തരാം. അപ്പൊ ഓപ്ഷൻസിനകത്ത് രണ്ടാൾക്കാരും കൂടെ ഒരുമിച്ച് ഉണ്ടാവത്തില്ല. ഡി സെഡ് സ്ക്വയർ പോയി, ഡി എക്സ് സെഡ് പോയി, ഡി വൈ സെഡ് പോയി. അപ്പൊ ഡി എക്സ് വൈ ഉള്ള സ്ഥിതിക്ക് ഡി എക്സ് വൈ എഴുതി. ഇനി ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആയിരുന്നെങ്കിലോ നമ്മൾ അത് എഴുതിയേനെ. ഓക്കെ. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ ബി, ഡി എക്സ് വൈ. ക്ലിയർ ആണോ? അപ്പൊ ഇങ്ങനെയാണ് ഇത് ചെയ്യുക. ഡി ഓർബിറ്റൽ 2 വട്ടം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചു. റീസെന്റ് ഇയേഴ്സിൽ 2 വട്ടം ചോദിച്ചു ഡി ഓർബിറ്റൽ. മുന്നേ പി ഓർബിറ്റലായിരുന്നു. ഇപ്പൊ അതിന്റെ ഒരു രസം പോയി കാണും. അതുകൊണ്ട് ഇപ്പൊ ഡി ഓർബിറ്റലിലേക്കാണ് വന്നിട്ടുള്ളത്. സോ ദാറ്റ്സ് ഹൗ യു സോൾവ് ദിസ് ക്വസ്റ്റ്യൻ. ഫൈൻ. സോ ക്വാണ്ടത്തിൽ എല്ലാ ചോദ്യങ്ങളും ആയോ? നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ലീവ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? നമുക്കിത് ചെയ്തു നോക്കാം. ഈ ക്വസ്റ്റ്യൻ കുറച്ച് ലെങ്തി ആണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ കുറച്ച് ലെങ്തി ആണ്. ബട്ട് എനിവേ, ഞാൻ റഷ് ചെയ്തതിനേക്കാൾ മുന്നേ നമുക്ക് ഈ ക്വസ്റ്റ്യൻ അത് സോൾവ് ചെയ്ത് നോക്കാം. സോ വേരിയേഷണൽ പ്രിൻസിപ്പിൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ട്രയൽ ഫംഗ്ഷൻ നിങ്ങളുടെ മുന്നിലേക്ക് തരികയാണ്. സോ ദിസ് ഇസ് എ ട്രയൽ ഫംഗ്ഷൻ. C1 ഉം C2 വേരിയേഷണൽ പാരാമീറ്റേഴ്സ് ആണ്. Psi2s ഉം Psi3s ഉം 2s and 3s ഓർബിറ്റൽ ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഇത് കറസ്പോണ്ടിങ് സെക്യുലാർ ഡിറ്റർമിനന്റ് കണ്ടെത്തണം. ഓക്കെ, സെക്യുലാർ ഡിറ്റർമിനന്റ് ആണ് നമ്മൾ കണ്ടെത്തേണ്ടുന്നത്. അപ്പൊ സെക്യുലാർ ഡിറ്റർമിനന്റിന്റെ കേസിൽ ഇവിടെ Psi എന്ന് പറയുന്നത് ശരിക്കും അവർ പറയുന്നത് C1 Phi1 പ്ലസ് C2 Phi2 എന്ന 2 വേവ് ഫംഗ്ഷൻസ് ആയിട്ടാണ്. Phi1 ആരാ? ഈ കാണുന്ന ആളാണ് Phi1. Phi2 ആരാ? ഈ കാണുന്ന ആളാണ്. ഇത്ര ഓക്കെ അല്ലേ എല്ലാവർക്കും? ഇങ്ങനെ 2 ആൾക്കാർ ഇൻവോൾവ് ചെയ്യുന്ന സമയത്ത് സെക്യുലാർ ഡിറ്റർമിനന്റ് നമ്മൾ എങ്ങനെ എഴുതുന്നത്? H11 മൈനസ് ES11, H12 മൈനസ് ES12, H21 മൈനസ് ES21 ആൻഡ് H22 മൈനസ് ES22. ഓക്കെ ആണോ? പിന്നെ ബൈ ഡിഫോൾട്ട് നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ S11 ഉം S22 ഈക്വൽ ആണെന്നും അത് 1 ആണെന്ന് വിചാരിക്കണം. അതേപോലെ S12 ഉം S21 ഈക്വൽ ആണ്, അത് 0 ആണെന്ന് വിചാരിക്കണം. ഓക്കെ, നമ്മൾ സെക്യുലാർ ഡിറ്റർമിനന്റ് സെറ്റ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ്. സോ നിങ്ങൾ ഈ കാണുന്ന S12 0 ആണെങ്കിൽ ഈ കാണുന്ന ആളങ്ങ് വാനിഷ് ആയി. അതേപോലെ S21 0 ആണെങ്കിൽ ഈ കാണുന്ന ആളും വാനിഷ് ആയി. സോ അങ്ങനെ ആൻസർ എങ്ങനെ വരും? ഇനി S11 ഉം S22 1 ആണെങ്കിൽ അത് 1 ആണ്, വെറുതെ എന്റെ വാല്യൂ എടുത്ത് എഴുതണ്ടല്ലോ. സോ എന്റെ ഡിറ്റർമിനന്റ് ഈ കാണുന്ന പോലെ ചുരുങ്ങും, ചെറുതാവും. മനസ്സിലായോ? Okay, sir. യെസ്. ഇനി അടുത്തൊരു കാര്യം എന്താ നമ്മൾ വേറെ പഠിച്ചിട്ടുള്ളത്? നിങ്ങളുടെ H12 H21 എന്തായിരിക്കണം? സെയിം ആയിരിക്കണ്ടേ? H12 H1 ഈക്വൽ ആയിരിക്കണ്ടേ? അതായത് ഈ കാണുന്ന 2 ആൾക്കാരും ഈക്വൽ ആയിരിക്കണം. നമുക്ക് ഇത്രയും വെച്ചിട്ട് എലിമിനേഷൻസ് നോക്കാം. എന്ന് പറഞ്ഞാൽ ഡയഗണൽ എലമെന്റിനകത്ത് നിങ്ങൾക്ക് H11 മൈനസ് സി എന്നും H22 മൈനസ് സി എന്നും അങ്ങനെ ടേംസ് കാണണം. ഓപ്ഷൻ എ നോക്കുമ്പോൾ ഓക്കെ, ഡയഗണൽ മൈനസ് ഇ മൈനസ് സി ഉണ്ട്. ഓപ്ഷൻ ബിയിൽ മൈനസ് എ മൈനസ് സി ഉണ്ട്. ഓപ്ഷൻ സിയിലും മൈനസ് എ മൈനസ് സി ഉണ്ട്. ഓപ്ഷൻ ഡിയിലും മൈനസ്. നോ രക്ഷ, പ്രത്യേകിച്ച് നമുക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇവിടെ എലിമിനേഷൻ ഒന്നും പറ്റിയില്ല. അടുത്ത എന്താ? ഈ 2 ആൾക്കാർ സെയിം ആയിരിക്കണം. ഓക്കെ, ഓപ്ഷൻ എ നോക്കാം, 2 ആൾക്കാരും സെയിം ആണ്. ഓപ്ഷൻ ബി നോക്കാം, അവിടെയും സെയിം ആണ്. ഓപ്ഷൻ സി നോക്കാം, സി കണ്ടോ ഡിഫറെന്റ് അല്ലേ?
അല്ലേ? ഇവിടെ പ്ലസ് ഇവിടെ മൈനസും അല്ലേ? അത് പറ്റുമോ? Yes, sir. സോ ഇത് ആൻസർ വരില്ല. കാരണം H12 H21 ഈക്വൽ ആയിരിക്കണം, സെപ്പറേറ്റ് വരാൻ പാടില്ല. സോ ഓപ്ഷൻ സി നോക്കാം, അവിടുന്ന് എലിമിനേറ്റ് ആയി മാറി. ഇനി H12 H21, ഇനി നമുക്ക് ഇവരുടെ വാല്യൂസ് ആണ് ശരിക്കും കണ്ടെത്തേണ്ടുന്നത്. അപ്പൊ നമുക്ക് ഓരോന്നിന്റെ വാല്യൂ കണ്ടെത്താം. ആരാണ് നിങ്ങളുടെ H11? ഹൂ ഇസ് H11? H11 എന്ന് പറഞ്ഞാൽ സിംപ്ലി നമ്മളിവിടെ എന്താണ് C151 പ്ലസ് C252 എന്നല്ലേ വേവ് ഫംഗ്ഷൻ എടുത്തത്. സോ H11 എന്നാൽ 51H51 ആണ്. ഇതാണ് നമ്മുടെ H11. H12 എന്ന് വെച്ചാൽ ആരാ? അത് 51H52 ആണ്. അത് മറ്റൊരാളുടെ ഈക്വലും ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെരിഫൈ ചെയ്ത് നോക്കാം. H22 ആരാ? 52H52 ആണ്. ഓക്കെ അല്ലേ? ഓൾറൈറ്റ്. സോ ഇനി ആലോചിച്ച് നോക്കാം. ഹാമിൽട്ടോണിയൻ ആക്ടിങ് ഓൺ 51 എന്താ തരുന്നത്? 51ന്റെ എനർജിനല്ല നിങ്ങൾക്ക് തരുന്നത്. ഹാമിൽട്ടോൺ ആക്ട് ഓൺ 51 എന്തിനാ നിങ്ങൾക്ക് തരുന്നത്? Energy of 51. എനർജി ഓഫ് 51, റൈറ്റ്. എനർജി ഓഫ് 51 ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത്. സോ നമുക്ക് അത്തരത്തിൽ ഇവിടെ എക്സ്പാൻഡ് ചെയ്തതിന് എഴുതാം. 51 എന്ന് പറയുന്ന ആൾ ഇത് ഈ കാണുന്ന ആളാണ്. Psi2s പ്ലസ് Psi3s ബൈ √2 ആണ്. അപ്പൊ ഞാൻ അതിനെ ഇങ്ങോട്ട് എഴുതുകയാണ്. 51 വരെ എന്ത് എഴുതുന്നു? 1 ബൈ √2 Psi2s പ്ലസ് Psi3s. ഓക്കെ, 1 ബൈ √2 Psi2s പ്ലസ് Psi3s ടൈംസ് ഹാമിൽട്ടോണിയൻ. പിന്നെ ബാക്കി എന്താ? 1 ബൈ √2 Psi2s പ്ലസ് Psi3s. ഓക്കെ, ഇങ്ങനെ എന്റെ ബ്രാക്കറ്റ് ഞാൻ ക്ലോസ് ചെയ്യും. നോക്കുമ്പോൾ 1 ബൈ √2 1 ബൈ √2 ഇത് നേരെ പുറത്തേക്ക് എടുക്കാമല്ലോ. തൽക്കാലം ഇവരെ കുറച്ച് നേരത്തേക്ക് ഒന്ന് മാറ്റി നിർത്തുകയാണ്. നമുക്ക് തിരിച്ചു വരാം. സോ 1 ബൈ √2 ഉണ്ട്, 1 ബൈ √2 ഉണ്ട്. മൾട്ടിപ്ലൈ ചെയ്ത് പുറത്തേക്ക് മാറ്റാം. 1 ബൈ 2 വന്നില്ലേ? 1 ബൈ 2 വന്നാൽ പിന്നീട് ബാക്കിയാവുന്നത് എന്താ? Psi2s പ്ലസ് Psi3s ഹാമിൽട്ടോണിയൻ Psi2s പ്ലസ് Psi3s. ഓക്കെ, ഇനി പറഞ്ഞേ 2sന്റെ എനർജി എന്താ? ഹാമിൽട്ടോണിയൻ ആക്ടിങ് ഓൺ Psi2s പ്ലസ് Psi3s. നമുക്ക് ആലോചിച്ച് നോക്കാം. ഇവിടെ ഞാൻ മാറ്റി എഴുതാം. ഹാമിൽട്ടോണിയൻ ആക്ടിങ് ഓൺ Psi2s. 2sന്റെ എനർജി എന്താണ് ശരിക്കും? എനർജിയുടെ എക്സ്പ്രഷൻ എന്താ? ഇവര് ക്വസ്റ്റിനകത്ത് യൂണിറ്റ് പറയുന്നുണ്ടോ? ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നുണ്ട് അല്ലേ? അപ്പൊ എനർജിയുടെ എക്സ്പ്രഷൻ എങ്ങനെയാ വരുന്നത്? -30.6 Z² ഡിവൈഡഡ് ബൈ n² ഇലക്ട്രോൺ വോൾട്ട് എന്നല്ലേ? ആണല്ലോ. ഇത് ഹൈഡ്രജൻ ആറ്റം ആണ്. സോ നിങ്ങളുടെ Z വാല്യൂ 1 ആണ്. സോ എപ്പോഴും എനർജി -30.6 ഡിവൈഡഡ് ബൈ n² ഇലക്ട്രോൺ വോൾട്ട് എന്നായിരിക്കും. ഓക്കെ അല്ലേ? സോ ഹാമിൽട്ടോണിയൻ ആക്ടിങ് ഓൺ Psi2s എന്നാൽ അത് -30.6 ഡിവൈഡഡ് ബൈ 2² 4 ആണ്. ഹാമിൽട്ടോണിയൻ ആക്ടിങ് ഓൺ Psi3s എന്നാൽ അത് -30.6 ഡിവൈഡ് ബൈ 9 എന്നാണ്. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഹാമിൽട്ടോണിയൻ ആക്ടിങ് ഓൺ Psi2s പ്ലസ് Psi3s എന്തായിരിക്കും? -30.6 ബൈ 4 -30.6 ബൈ 9 ഇങ്ങനെയല്ലേ വരുന്നേ? മനസ്സിലായോ? ഈ കാണുന്ന ഹാമിൽട്ടോണിയൻ Psi2s പ്ലസ് Psi3sലേക്ക് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ റിസൾട്ട് ആയിരിക്കും കിട്ടുക. ആൻഡ് ദിസ് ടൈംസ് Psi2s പ്ലസ് Psi3s എന്ന് വരും. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? ഇത്രയും സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എങ്ങനെ മുന്നോട്ടേക്ക് പ്രൊസീഡ് ചെയ്യാം? ഓക്കെ, ഇങ്ങനെ എഴുതാൻ പറ്റില്ല അല്ലേ? ഇങ്ങനെ എഴുതാൻ പറ്റില്ല. ഓക്കെ, റൈറ്റ്. ഈ കാണുന്ന ആളെ നമുക്കിനി ഒന്നും കൂടെ സ്പ്ലിറ്റ് ചെയ്യാം. ഞാൻ അതോടെ പറഞ്ഞത് കുറച്ച് ലെങ്തി ആണെന്ന് പറഞ്ഞത്. നമുക്ക് ഇതിനെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്തൂടെ? എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? 1 ബൈ 2 ഇത് കോമൺ ആണ്. പിന്നെയോ Psi2s H Psi2s ഫസ്റ്റ് ടൈം എടുക്കുകയാണ്. ഫസ്റ്റ് ടൈം ഏതാ വരുന്നത്? Psi2s H Psi2s പ്ലസ് സെക്കൻഡ് ടൈം എന്താ? Psi2s H Psi3s. ഓക്കെ, പ്ലസ് നെക്സ്റ്റ് ടൈം എന്താ? Psi3s H Psi2s പ്ലസ് ലാസ്റ്റ് ടൈമോ Psi3s H Psi3s. ഇവിടെ നിങ്ങളുടെ ഒരു ചെറിയൊരു ലോജിക്ക് ഇവിടെ യൂസ് ചെയ്യേണ്ടതുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഹാമിൽട്ടോണിയൻ പോയിട്ട് Psi2sൽ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്? അവിടെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, ഞാൻ സ്റ്റോപ്പ് ചെയ്യാം. വേണമെങ്കിൽ അടുത്തലോട്ട് പോകാം. ഇത് ഈ ലാസ്റ്റ് മിനിറ്റിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണോ? ആണെങ്കിൽ നമുക്ക് ഗ്രൂപ്പ് തിയറി നോക്കാം. ഇത് വേണമെങ്കിൽ വിടാം. ഇത് Psi2s ഒക്കെ നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷൻ അല്ലേ? അതെ, ഒന്നുമില്ല. നമുക്ക് ഇനി എനർജി കണ്ടെത്തുമ്പോൾ പിന്നെ അത് മാറ്റർ ചെയ്യില്ല. നോർമലൈസ്ഡ് ആണോ അല്ല എന്നുള്ളത് ഇൻഡിവിജ്വൽ സ്റ്റേറ്റ് കണ്ടെത്തിയാൽ മാറ്റർ ചെയ്യില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ ഹാമിൽട്ടോണിയൻ ആക്ടിങ് ഓൺ Psi2s നിങ്ങൾക്ക് ഒരു എനർജി Psi2sനെ തിരിച്ചു തരും. ഇനി ഹാമിൽട്ടോണിയൻ ആക്ടിങ് ഓൺ Psi3s നിങ്ങൾക്ക് എനർജി പിന്നെ Psi3sനെ ബാക്കി തരും. അപ്പൊ
അപ്പൊ പിന്നെ ബാക്കിയാവുന്ന സൈ 2s കോമ സൈ 3s അല്ലേ, ഒരു ഓർത്തോഗണൽ അല്ലേ? അപ്പൊ ഈ ആ ക്വാണ്ടിറ്റി സീറോ ആയിട്ട് പോകും, ഇതും ആ സീറോ ആയിട്ട് പോകും. ആ. അപ്പൊ ആകെ ബാക്കിയാവുന്നത് ഈ ആളും ആണ്. ആൻഡ് ഇവിടെ എനർജി നമ്മൾ ഓൾറെഡി കണ്ടെത്തി, അത് ഹാഫ് ഇൻറ്റു സൈ 2s എച്ച് ആക്ടിങ് ഓൺ സൈ 2s. എന്റെ വാല്യൂ നിങ്ങൾ കണ്ടില്ലേ, അത് -13.6 ഡിവൈഡ് ബൈ 4 ആണ്. പ്ലസ് 3s എച്ച് ആക്ടിങ് ഓൺ 3s എന്താ, -18.6 ഡിവൈഡ് ബൈ 9 ആണ്. അപ്പൊ ഇതാണ് ആര്, H11 എന്ന് H1. പറയുന്ന ആള്. H11 എന്ന് പറയുന്ന ആള്. അപ്പൊ നമുക്ക് ഓപ്ഷൻസ് ഒന്ന് നോക്കാം. ഓപ്ഷൻസ് നോക്കിക്കേ. ഓപ്ഷൻസിനകത്ത് ഒരു 3.4 ഡിവൈഡഡ് ബൈ 2 എന്നൊക്കെ കിടപ്പുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം ഈ 3.4 ഒക്കെ എവിടെ നിന്നാണ് വരുന്നത്. പിന്നെയോ 1+4/9 എന്ന രീതിയിലാണ് ഓപ്ഷൻസ് ഒക്കെ കിടക്കുന്നത് അല്ലെ. 1+4/9 എന്ന രീതിയിലാണ് കിടക്കുന്നത്. സോ എങ്ങനെ ആ ഒരു 1+4/9 ഈ ബ്രാക്കറ്റിൽ വരുത്താൻ പറ്റുന്നത്? ഞാൻ ദേ ഇവിടെ ഒരു 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു, ഇത് ഓക്കെ അല്ലേ? ഉം. എന്നിട്ട് ആ ആ -18.6 ഞാൻ പുറത്തേക്ക് എടുക്കട്ടെ, -18.6/4 പുറത്തേക്ക് എടുക്കട്ടെ. ഉം. അല്ലെ, പുറത്തേക്ക് എടുത്താൽ ആൻസർ എങ്ങനെ വരുന്നത്? -18.6 ഡിവൈഡഡ് ബൈ 2 8. ഓൾറെഡി ഉണ്ട്, സോ ഡിവൈഡ് ബൈ 8 എന്നാവും. പിന്നെ ബ്രാക്കറ്റിനുള്ള എന്ത് വരും? 1 1 പ്ലസ് + 4/9. 4/9 എന്നാവും. ഈ -18.6/8ന്റെ വാല്യൂ എത്രയാ? കാൽക്കുലേറ്റർ കൊടുത്ത് നോക്കാം. -18.6 ഡിവൈഡഡ് ബൈ 8 നമ്മൾ ഉദ്ദേശിച്ച പോലെ 1.7 ആണ്, അഥവാ -3.4 ഡിവൈഡഡ് ബൈ 2 ആണ് ആ കാണുന്ന ആള്. ഓക്കെ അല്ലേ? -3.4/2 ഇൻറ്റു 1+4/9 എന്നുള്ളതാണ് നിങ്ങളുടെ H11ന്റെ വാല്യൂ. സോ ഇത് വരുന്ന എത്ര ഓപ്ഷൻ ഉണ്ട് നമുക്ക് അടുത്ത് നോക്കാം. അപ്പൊ അവര് മൈനസ് അല്ല, അവര് പ്ലസ് ആ കൊടുത്തിട്ടുള്ളത് അല്ലേ. നമുക്ക് എവിടെയെങ്കിലും സൈൻ തെറ്റിയോ? അത് മൈനസ് നമുക്ക് എവിടെയെങ്കിലും സൈൻ തെറ്റിയിട്ടുണ്ടോ? -13. ഇതെന്താണ്? -13.6/4 ആണ്. 0 0. ഇത് -13.6/9 ആണ്. 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്തു. ഇതിനകത്ത് ഒരു കാര്യങ്ങളുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണേ. ശരിക്കും നമ്മൾ H11 ചെയ്തിട്ട് ഗുണമില്ല. കാരണം എന്താ അറിയോ, ഇതിനകത്ത് H11ഉം ഇതിനകത്ത് H11ഉം H11ഉം സെയിം അല്ലേ. ഇത് കണ്ടെത്തിയോണ്ട് നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ? ഏതെങ്കിലും ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. പറ്റില്ലല്ലോ. ഇല്ല. അതേപോലെ ഫോർ എക്സാമ്പിൾ ഇനി H12 ആണ് കണ്ടെത്തുന്നതെങ്കിലോ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാൻ കഴിഞ്ഞേക്കാം. അതേപോലെ ഉം. H21 ആണ് കണ്ടെത്തുന്നതെങ്കിലോ ഏതെങ്കിലും ഒരു ഓപ്ഷനേ പറ്റൂ. കളഞ്ഞേക്കാം. ലാസ്റ്റിലത്താണെന്നുണ്ടെങ്കിലോ അതും നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം കളഞ്ഞേക്കാം. ഓക്കെ. അപ്പൊ ഈ ചെയ്തൊരു പ്രൊസീജിയർ മേ ബി ഇതിനകത്ത് എവിടെയെങ്കിലും ഒരു ചെറിയൊരു സൈനിന്റെ വ്യത്യാസം വന്ന് പോയിട്ടുണ്ടാവും, അതുകൊണ്ടാണ് ഇങ്ങനെ വന്നിട്ടുണ്ടാവുക. സോ ഈ ചെയ്ത പ്രൊസീജിയർ നിങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ എലിമിനേഷനിലൂടെ രണ്ടാൾക്കാരെ കളഞ്ഞിട്ട് നിങ്ങൾക്ക് ഫൈനൽ ആൻസറിലേക്ക് എത്താൻ കഴിയും. സോ ഞാൻ തൽക്കാലം ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നില്ല, മേ ബി കുറച്ചുകൂടെ സമയം പോകുന്നുള്ളത് കാരണം കറക്റ്റ് ആൻസർ വരേണ്ടുന്നത് ഓപ്ഷൻ എ തന്നെയാണ്. നിങ്ങൾക്ക് അത് വെരിഫൈ ചെയ്ത് നോക്കാം. ഞാൻ വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ സൊല്യൂഷൻ എഴുതി അയക്കാം. ഇങ്ങനെയാണ് ഇത് അത് ചെയ്യാം. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആ, വരുമോ? ഏതായിരുന്നു? ഇത്രയും സ്റ്റെപ്സ് ചെയ്യേണ്ടത് എക്സാമിന് വരുമോ? ഇത് ചെയ്യേണ്ടതാണ്, ഇത് ചെയ്യാതെ വേറെ വഴിയില്ല. ഇത് കുറച്ച് ലെങ്ത് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. മുന്നേ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിനെ? ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഓ, ഈ 4 ക്വസ്റ്റ്യൻ മാർക്കിന്റെ ഇറ്റ്സെൽഫ് പ്രീവിയസ് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അത് നോക്കി ഓപ്ഷൻസ് നോക്കി എലിമിനേഷനിലൂടെ, അതിനാണ് ഞാൻ ആദ്യം ഒരാളെ കളഞ്ഞത്. പിന്നെ പിന്നീട് ചെയ്ത് വന്നപ്പോഴത്തേക്ക് അടുത്ത് നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ വീണ്ടും ഓപ്ഷൻസ് കളയാനുള്ള രീതിയിൽ തന്നെ ആലോചിച്ച് നോക്കി ചെയ്തു പോകണം. ചെയ്തു പോകേണ്ട ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇതൊക്കെ 4 മാർക്കിന്റെ കാണുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ അതിനെ വിട്ടേക്കണം. ലാസ്റ്റിൽ മാത്രമേ തിരിച്ചു വന്ന് ചെയ്യാൻ നോക്കിയാൽ മതി കേട്ടോ. യെസ്. അപ്പൊ ഇത്രയാണ് ക്വാണ്ടത്തിൽ നിന്ന് സെലക്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. നമുക്ക് ഇനി ഗ്രൂപ്പ് തിയറി നോക്കാം. ഓക്കെ. ഇത് ഏതെങ്കിലും സംശയമുണ്ടോ, ഏതെങ്കിലും ചോദ്യം? നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ 6th ക്വസ്റ്റ്യൻ. സോ നമ്മൾ നോക്കുന്നത് ഗ്രൂപ്പ് തിയറിയിലെ കുറച്ച് സെലക്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. സിൻ ക്യൂബേൻ, സിം അല്ല സിൻ ആണ് കേട്ടോ, സിൻ SYN. സിൻ ക്യൂബേൻ D2, the structure of which is given below, is a bisubstituted isotopomer of cubane where 2 hydrogens are substituted by deuterium, the point group of this molecule. അപ്പോൾ അതായത് നമ്മുടെ ക്യൂബെയിൻ 8 കാർബണുകൾ 8 ഹൈഡ്രജൻസ്, C8H8 എന്നുള്ളതാണ് ക്യൂബെയിൻ. സോ ക്യൂബെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രോപ്പർ ക്യൂബിക് സ്ട്രക്ചർ ആണ് അതിന് വരുന്നത്. പ്രോപ്പർ ക്യൂബിക് സ്ട്രക്ചർ ആണ് അതിന് വരുന്നത്. സോ ആ ക്യൂബെയിനകത്ത് 2 ഹൈഡ്രജൻസിനെ മാറ്റി ആരെ കൊണ്ടുവരുന്നു? 2 ഡ്യൂറ്റീരിയം കൊണ്ടുവരുന്നു. ഓക്കെ അല്ലേ?
ഇവിടെയും ഒരു ഡ്യൂറ്റീരിയം, ഇവിടെ ഒരു ഡ്യൂറ്റീരിയം എന്ന് വെച്ചാൽ ഡയഗണലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ലൊക്കേഷൻസിനകത്ത് രണ്ട് ഹൈഡ്രജൻസിന് പകരം രണ്ട് ഡ്യൂറ്റീരിയം കൊണ്ടുവരുന്ന പ്രോബ്ലം ആണ് ഇത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ പോയിന്റ് ഗ്രൂപ്പ് എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ഇത് ആൻസർ ചെയ്യാൻ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ക്യൂബിനുള്ളിലെ സിമെട്രികൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കണം. ക്യൂബിനകത്ത് ഇവിടെ റീപ്ലേസ്മെന്റ് സംഭവിച്ചുള്ള ഒരു കോർണറിലാണ്, അല്ലെ, ഒരു കോർണറിലാണ്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ആ ഒരു കോർണർ മാത്രം ഒന്ന് എടുത്ത് നോക്കിക്കേ. ഈ ഒരു കോർണർ മാത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റുബിക്സ് ക്യൂബ് പോലെ വിചാരിക്കാം. സോ ഞാൻ ആ കോർണർ മാത്രം എന്റെ നേർക്ക് ഫേസ് ചെയ്യുന്ന പോലെ വരികയാണെന്നുണ്ടെങ്കിൽ ആ സ്ട്രക്ചർ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഇവിടെ ക്ലിയർ ആണോ? നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണേ. ഇത് മൊത്തം ഒരു ക്യൂബാണ്. ഇത് മൊത്തം ഒരു ക്യൂബാണ്. കണ്ടോ? ഫുൾ ഒരു ക്യൂബാണ്. ആ ഞാൻ പറയുന്നത് അതൊന്ന് ചരിച്ചിട്ട് ആ ഒരു കോർണർ മാത്രം എന്റെ ഫ്രണ്ടിൽ വരുന്ന പോലെ ഒന്ന് നോക്കാൻ. മനസ്സിലായോ? ഹലോ, വിഷ്വലൈസേഷൻ ശരിയാവുന്നുണ്ടോ? യെസ് സർ. ഉം. അങ്ങനെ ഒരു കോർണർ ആണ് എന്റെ ഫ്രണ്ടിൽ വരുന്നതെങ്കിൽ അവിടെ നിങ്ങൾക്ക് 3 ലൈനുകൾ കാണാം, 3 എഡ്ജുകൾ കാണാം. സോ ഞാൻ ഈ ഒരു കോർണറിലൂടെ സ്റ്റാർട്ട് ചെയ്ത് എതിരുള്ള കോർണറിലൂടെ പാസ് ചെയ്ത് പോകുന്ന രീതിയിൽ ഒരു ആക്സിസ് വിചാരിച്ചാൽ, അല്ലെങ്കിൽ ഈ കാണുന്ന കോർണറിൽ നിന്ന് ഈ കാണുന്ന കോർണറിലേക്ക് ഞാൻ ഒരു ആക്സിസ് വിട്ടു കഴിഞ്ഞാൽ ആ ആക്സിസ് ഏതായിരിക്കും? C2 ആയിരിക്കുമോ, C3 ആയിരിക്കുമോ? ഏതായിരിക്കും ഉണ്ടാവുക? അത് C3 ആയിരിക്കും. കാരണം 3 കോർണേഴ്സ് ആണ് ഇവിടെ തമ്മിൽ തമ്മിൽ എക്സ്ചേഞ്ച് ആവേണ്ടത്. ഓക്കെ അല്ലേ? നിങ്ങൾ പ്രൊജക്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് 120 ഡിഗ്രി 120 ഡിഗ്രി 120 ഡിഗ്രി പോലെ പ്രൊജക്ട് ചെയ്താൽ ഇവിടെ എക്സാക്ട്ലി 90 ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഇതിനെ പ്രൊജക്ട് ചെയ്ത് വിചാരിച്ചു കഴിഞ്ഞാൽ 120 ഡിഗ്രി പോലെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. വിച്ച് മീൻസ് കോർണർ ടു കോർണർ പാസ് ചെയ്ത് പോകുന്നത് C3 ആക്സിസ് ആണ്. നമ്മൾ ക്യൂബിന്റെ സിമെട്രി എന്ന് പറഞ്ഞാൽ പഠിക്കാറുണ്ട്. ക്യൂബിന്റെ കോർണേഴ്സിലൂടെ പാസ് ചെയ്ത് പോകുന്ന ഒരു C3 ആക്സിസ് ആണ്. സോ വാട്ട് യു ആർ സീയിങ് ഓവർ ഹിയർ ഈസ് C3 ആക്സിസ്. കാണാൻ പറ്റുന്ന ഒരു C3 ആക്സിസ് ആണ്. ഓക്കെ അല്ലേ? അപ്പൊ ഈ രണ്ട് ഡ്യൂറ്റീരിയം പാസ് ചെയ്യുന്ന ആ C3 ആണെന്നുള്ളത് കൊണ്ട് നിങ്ങളുടെ പ്രിൻസിപ്പൽ ആക്സിസ് C3 ആണ്. സോ ഓപ്ഷൻ ഡിയും ഓപ്ഷൻ എയും അവിടുന്ന് എലിമിനേറ്റ് ആയി പോയി. മനസ്സിലായോ? എടാ അത് ക്ലിയർ ആണോ എല്ലാവർക്കും? ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് ഇതാണ്. ക്യൂബിന്റെ കേസിൽ നിങ്ങളുടെ ആ ഒരു ആക്സിസ് കോർണറിലൂടെ പാസ് ചെയ്ത് പോകുന്നത് C3 ആക്സിസ് ആണെന്നാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കാൻ. ഓക്കെ അല്ലേ? ഇനി അടുത്തത് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? പെർപെൻഡിക്കുലർ C2 ഉണ്ടോ? പെർപെൻഡിക്കുലർ C2 ഇല്ലേ? നമ്മൾ എങ്ങനെയാ ചോദിക്കുന്ന? ഫസ്റ്റ് ക്വസ്റ്റ്യൻ പ്രിൻസിപ്പൽ ആക്സിസ് എന്തെന്ന് ചോദിച്ചു, ആൻസർ C3 കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? പെർപെൻഡിക്കുലർ C2 ഉണ്ടോ എന്നുള്ളതല്ലേ? വാട്ട് ഡു യു തിങ്ക്? പെർപെൻഡിക്കുലർ C2 ഉണ്ടോ? പെർപെൻഡിക്കുലർ C2 കാണാൻ കഴിയുന്നുണ്ടോ നിങ്ങൾക്ക്? എങ്ങനെയാണ് പെർപെൻഡിക്കുലർ C2 കാണാൻ കഴിയുക? ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞേ. ഫേസസിന്റെ സെന്ററിലേക്ക് കൊടുക്കണം. ഫേസസിന്റെ സെന്റർ ഇങ്ങനെയാണോ? ഓപ്പോസിറ്റ് കോർണേഴ്സിന്റെ സെന്ററിലൂടെ വരും. കോർണേഴ്സിന്റെ സെന്ററിലൂടെ C3 അല്ലേ ഉണ്ടാവുക ആക്സിസ്? C2 അല്ലല്ലോ, അല്ലേ? ഫേസിന്റെ ഓപ്പോസിറ്റ് കോർണറിൽ വരും. ഫേസിന്റെ മനസ്സിലായില്ല. ഈ മേലെ ഇങ്ങനെ സെന്ററിലേക്ക് കൂടി പോയിക്കൂടാ? ഇങ്ങനെയാ? എങ്ങനെയാ? അല്ല, അങ്ങനല്ല, സെന്ററിലോട്ടെ. അതുമല്ല. പക്ഷെ ഫേസ് സെന്റേഴ്സിലൂടെ പാസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ശരിയാകുമോ? പെർപെൻഡിക്കുലർ ആവൂല. അങ്ങനെയല്ല. ഫേസ് സെന്റേഴ്സിലൂടെ പാസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അതെങ്ങനെ ഇന്റർചേഞ്ച് ചെയ്യുന്നത് നിങ്ങൾ പറയുന്നത്? ഫേസ് സെന്ററിലൂടെ പാസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇയാള് കറങ്ങി ഇവിടെ അല്ല ഒന്ന് വീഴുന്നേ. ഫേസിലൂടെ പിടിച്ചിട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഇയാള് നേരെ കറങ്ങി ഇവിടെ അല്ല ഒന്ന് വീഴുക C2 ചെയ്ത് കഴിഞ്ഞാല്. അപ്പൊ അപ്പുറത്താള് അപ്പുറത്തേക്ക് പോകൂലേ? എങ്ങനെ? മറ്റേ ഡി അതേപോലെ ഓപ്പോസിറ്റ് ആയിട്ട് പോകൂലേ? അതെ, അപ്പൊ പിന്നെ സ്ട്രക്ചർ മാറിയല്ലോ. നമുക്ക് സ്ട്രക്ചർ റീറ്റേൺ ആവണ്ടേ? നമ്മൾ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഡി ഇവിടെയും ഡി ഇവിടെ തന്നെ ഉണ്ടാവണ്ടേ? ഇപ്പൊ C3 എന്ന് പറഞ്ഞാൽ ചെയ്തു, ഡി ഇവിടെ എത്തി, ഈ ഡി അവിടെ പോയി. രണ്ട് മിസ്റ്റേക്കുകൾ ഒന്നുകൊണ്ട് അത് ക്യാൻസൽ ഔട്ട് ആയി പോകുന്ന അങ്ങനെയാണോ? നെഗറ്റീവിന് നെഗറ്റീവ് പോസിറ്റീവ് അതാണോ? അല്ല അല്ല, ഇതിപ്പോ ഡി ഇപ്പൊ ആ ഒരു പൊസിഷൻ തന്നെ ഒന്ന് തിരിഞ്ഞാലും വലിയ വ്യത്യാസം വരില്ലല്ലോ ക്യൂബ്. വലിയ വ്യത്യാസം ഉദ്ദേശിച്ചു കഴിഞ്ഞാല് എങ്ങനിപ്പോ പറയാ? നമുക്ക് വലിയ വ്യത്യാസം, ചില വ്യത്യാസം അങ്ങനെയൊന്നുമില്ല. വ്യത്യാസം ഉണ്ടാവരുത്. യു ആർ ഡൂയിങ് ആൻ ഓപ്പറേഷൻ ആൻഡ് ആഫ്റ്റർ ദ ഓപ്പറേഷൻ ദ സിസ്റ്റം ഷുഡ് റിമെയിൻ ആസ് സച്ച്. വലിയ വ്യത്യാസം എല്ലാം ഒന്ന് മാറിയതല്ലേ ഉള്ളൂ. അങ്ങനെ പറ്റില്ലല്ലോ ഗ്രൂപ്പ് തിയറിയില്. നമ്മൾ ഒരു ഡിറ്റീരിയം കോമ്പൗണ്ട് ഇരിക്കുകയാണ്, ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് കണ്ണടയ്ക്കുന്നു, ഓപ്പറേഷൻ ചെയ്ത് കഴിയുമ്പോൾ കണ്ണ് തുറക്കുന്നു. ദാറ്റ് ഷുഡ് ബി എക്സാക്ട്ലി ദ സെയിം, റൈറ്റ്? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓപ്പറേഷൻ സിമെട്രി ഓപ്പറേഷൻ പറയാൻ കഴിയും. എങ്ങനെയാണ് നമുക്ക് ആ സിമെട്രി ആ ഒരു C2 ആക്സിസ് കാണാൻ കഴിയാം? എഡ്ജിന്റെ സെന്ററിൽ കൂടാണ്. എഡ്ജിന്റെ സെന്റർ. ഓക്കെ, എഡ്ജിന്റെ സെന്റർ ആണ് ആൻസർ. അപ്പൊ ഏത് എഡ്ജിന്റെ സെന്റർ? എങ്ങനെയാണ് അത് പാസ് ചെയ്ത് പോവാ? ഇപ്പൊ നമ്മള് ഡി ഇല്ലാത്ത
ആ രണ്ട് എഡ്ജ് എടുക്കുക എന്നിട്ട് അതിന്റെ ഉള്ളിൽ കൂടെ പാസ് ചെയ്യുക. അപ്പൊ നമ്മള് ഇപ്പൊ ഡി ഉള്ള എഡ്ജ് ഏതൊക്കെ? ഡി കണക്ട് ആവുന്നത് ഇവിടെ അതെടുക്കണ്ട. ഇത് കണക്ട് ആവുന്നത് ഇത് മൂന്നിടത്താണല്ലോ. ഈ ഡി കണക്ട് അത് ആവുന്നത് ഈ മൂന്നിടത്താണല്ലോ. അതില്ലാത്ത അതില്ലാത്ത ഈ റെഡ് ലൈൻ വരാത്ത സെന്റർ അല്ലേ? റെഡ് ആ ലൈൻ വരാത്തത് ഇതുണ്ട്, ഇതുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇതിലൂടെ പിടിച്ചിട്ട് നിങ്ങളൊന്ന് തിരിച്ചു നോക്കിയേ, കറക്കി നോക്കിയേ, എന്താ സംഭവിക്കുക? ഈ കാണുന്ന ഡ്യൂട്ടീരിയം ഇങ്ങനെ കറങ്ങി ഇവിടെ പോയി വീഴില്ലേ? ഉം. ഈ കാണുന്ന ഡ്യൂട്ടീരിയം ഇങ്ങനെ കറങ്ങി ഇവിടെ വന്ന് വീഴില്ലേ? മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആയോ? ആ വളരെ ക്ലിയർ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ്. രണ്ട് കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഇവിടെ C3 ആക്സിസ് ആണെന്നുള്ള കാര്യം ശ്രദ്ധിക്കില്ല. രണ്ടാമത്തെ കാര്യം, ഇനി അത് കണ്ടു കഴിഞ്ഞാലും ശരി, പെർപെൻഡിക്കുലർലി C2 ആക്സിസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ ചിലപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചു കൊള്ളണമെന്നില്ല. അപ്പൊ മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, സോ ദാറ്റ്സ് ഹൗ വി സോൾവ് ദിസ്. ഇവിടെ പെർപെൻഡിക്കുലർ C2 ഉണ്ട്. സോ രണ്ടും ഒത്തു വരുമ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി D3D എന്നുള്ളതായിരിക്കും. ഇത് ഓർത്ത് വെച്ചിരിക്കുക. സോ മൈ ക്വസ്റ്റ്യൻ റിമെയിൻസ് ദിസ്. ആ ക്വസ്റ്റ്യൻ ആൻസർ ആയി. ഞാനൊരു ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കുകയാണ്. ഇയാളുടെ പോയിന്റ് ഗ്രൂപ്പ് എന്താ? ക്യൂബൈന്റെ Octahedral. ഒക്ടാഹെഡ്രൽ. ഓക്കെ, നോക്കിയ ക്യൂബ് കാണുമ്പോൾ തന്നെ ഇറ്റ്സ് എ ഹൈ സിമെട്രി പോയിന്റ് ഗ്രൂപ്പ്. അപ്പൊ നമ്മൾ സോളിഡ് സ്റ്റേറ്റ് പഠിക്കുമ്പോഴത്തേക്ക് ഈ ക്യൂബിന്റെ എല്ലാ ഫേസുകളുടെ സെന്റേഴ്സും കൂടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാലേ അവിടെ നിങ്ങൾക്ക് ഒരു ഒക്ടാഹെഡ്രൽ വേർഡ് കാണാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? ഓർക്കുന്നുണ്ടോ? സോ ഇൻഹറന്റ്ലി ക്യൂബിന്റെ സിമെട്രി ഒക്ടാഹെഡ്രൽ ആണ്. സോ ക്യൂബൈന്റെ പോയിന്റ് ഗ്രൂപ്പ് ഒക്ടാഹെഡ്രൽ പോയിന്റ് ഗ്രൂപ്പ് ആണ്. സിൻ ക്യൂബൈന്റെ പോയിന്റ് ഗ്രൂപ്പ് വരുന്നത് D3D ആണ്. ക്ലിയർ അല്ലേ? ഓൾറൈറ്റ്. സോ അങ്ങനെയാണ് നമ്മൾ ആ ക്വസ്റ്റ്യൻ ചെയ്യാം. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഫോർ ദ ഫോർമാൽഡിഹൈഡ് മോളിക്യൂൾ H2CO having C2 is symmetry with the following character plus given below. The reducible representation അതിനുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിനകത്ത് വൈബ്രേഷണൽ മാത്രം ഏതായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, സോ ഞാൻ ഫുള്ള് സോൾവ് ചെയ്യുന്നില്ല. അത്യാവശ്യം എല്ലാവർക്കും ഈ ഒരു സമയത്ത് അറിയാവുന്നത് കൊണ്ട് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. H2CO എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ടോട്ടൽ 4 ആറ്റംസ് ഉണ്ട് അല്ലേ? N=4 ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടോ? 4 × 3 12 ഡിഗ്രീസ് ഓഫ് ഫ്രീഡംസ് ടോട്ടൽ ഉണ്ടോ? 12 ഡിഗ്രീസ് ഓഫ് ഫ്രീഡംസ് ഉണ്ടോ? അപ്പൊ ഇവിടെ നോക്കിക്കേ, 4A1, 1A2, 4B1, 3B2 എല്ലാം കൂടെ കൂട്ടി നോക്കിയാൽ 4 3 7 3 8 4 12. ഇതാണ് നിങ്ങളുടെ 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഇതിനകത്ത് ട്രാൻസ്ലേഷൻ ഏതൊക്കെയാ? XYZ വരുന്നത് XYZ. A1 B1. അതായത് ഒരു A1 + B1 + B2 ആയിരിക്കും നിങ്ങളുടെ എന്ത് ഗാമ കറസ്പോണ്ടിങ് ടു ട്രാൻസ്ലേഷൻ. ഓക്കെ അല്ലേ? ഗാമ കറസ്പോണ്ടിങ് ടു റൊട്ടേഷൻ നമ്മൾ എങ്ങനെയാ പറയുന്നത്? RX, RY, RX RZ. അപ്പൊ ഗാമ R നമ്മൾ എങ്ങനെ എഴുതുക? A2 + B1 + B1 B2. B2. അപ്പൊ ഇതിനകത്ത് ആരൊക്കെയുണ്ട്? ട്രാൻസ്ലേഷനിലുണ്ട്, റൊട്ടേഷനിലുണ്ട്, വൈബ്രേഷനിലുണ്ട്. അപ്പൊ നമുക്ക് വൈബ്രേഷൻ മാത്രം കിട്ടണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? മൈനസ് ചെയ്യണം ട്രാൻസ്ലേഷണൽ റൊട്ടേഷണൽ. ഈ ടോട്ടലിൽ നിങ്ങൾ ട്രാൻസ്ലേഷനിലും റൊട്ടേഷനിലും സബ്ട്രാക്ട് ചെയ്ത് കളയണം. ഓക്കെ, സോ ആൻസർ ബിക്കംസ് ഗാമ എത്രയാണ്? ഒരു A1 പോകും അല്ലേ? അപ്പൊ 3 A1 ആവും. പിന്നെയോ ഒരു A2 ഉണ്ടായിരുന്നു, ആ A2 പോയി. പിന്നെയോ 4 B1 ഉണ്ടായിരുന്നു, അതിന് 2 B1 കളയണം. പോയിട്ട് 2 B1 ആണ്. 3 B2 ഉണ്ടായിരുന്നു, 2 B2 കളയണം. സോ പോയിട്ട് ബാക്കി ഒരു B1 ആയിരിക്കും ബാക്കി ഉണ്ടാവുക. ശരിയല്ലേ? സോ 3A1 + 2B1 + 1B2. ഏതാ ആൻസർ? ഓപ്ഷൻ ബി അല്ലേ? ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ വരുന്നത്. ക്ലിയർ ആണോ എല്ലാവരും? ഇത്തരത്തിലാണ് അത് ചെയ്യുക. ഇനി എങ്ങനെയാ നമ്മൾ ഇതിനെ റെഡ്യൂസ് ചെയ്യുന്നൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ടോ? എനിക്ക് തോന്നുന്നു റിഡക്ഷന്റെ ക്വസ്റ്റ്യൻ എടുത്തിട്ടുണ്ട്. പക്ഷെ ഞാൻ തൽക്കാലം അതിന് ചെയ്ത് നിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതാണ് കേട്ടോ. The symmetry of the first excited state of one of the normal modes in NH3 is E. Based on the character table for the C3 point group given below, the symmetry of the second excited state for this mode in terms of irreducible representations is. ഓക്കെ, അപ്പോ നിങ്ങളോട് ഒരു നോർമൽ മോഡ് തരും, അതിന്റെ സിമെട്രി E ആണെന്ന് പറയും. എന്നിട്ട് നിങ്ങളോട് എന്താ ചോദിക്കുന്നത് അറിയോ? ഹയർ സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റിന്റെ സിമെട്രി കണ്ടെത്താൻ ചോദിക്കും. അപ്പൊ നിങ്ങൾ കൂടുതലൊന്നും ആലോചിക്കണ്ട. നിങ്ങളുടെ കയ്യിൽ ഒരു എക്സൈറ്റഡ് സ്റ്റേറ്റിന്റെ നോർമൽ മോഡ് സിമെട്രി E എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റിന് എന്തായിരിക്കും? അത് E × E ആയിരിക്കും. തേർഡ് എക്സൈറ്റഡ് സ്റ്റേറ്റിന്
ക്രോസ് ഇ ആയിരിക്കും. ഞാനൊന്ന് ക്ലാരിഫൈ ചെയ്യാണ്. നമ്മുടെ ടെസ്റ്റ് സീരീസിനകത്തെ ഒരു എക്സാമിനേഷനകത്ത് ആ സൊല്യൂഷൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടായിരുന്നു തന്നിരുന്നത്. അപ്പൊ നിങ്ങൾ ആ സൊല്യൂഷനകത്ത് പറയുന്നത് അത്ര കാര്യമാക്കണ്ട. അത് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് പല കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ടാണ് അത് കളയണം ഇത് കളയണം എന്ന് പറയുന്നത്. പക്ഷേ റീസെന്റ് CSIR ആ കോംപ്ലിക്കേഷൻസ് ഒന്നും കൺസിഡർ ചെയ്തിട്ടില്ല. സിംപ്ലി ക്രോസ് പ്രൊഡക്റ്റ് മാത്രം, ഡയറക്ട് പ്രൊഡക്റ്റ് മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്. സോ ഫസ്റ്റ് എക്സൈഡിന്റെ സിമെട്രി ഇ ആണെങ്കിൽ സെക്കൻഡിന്റെ ഇ ക്രോസ് ഇ ആയിരിക്കും, തേർഡിന്റെ ഇ ക്രോസ് ഇ ആയിരിക്കും, ആൻഡ് സോ ഓൺ. ഇത്തരത്തിലാണ് പോവാ. അപ്പൊ ഇവിടെ നമുക്ക് ഫസ്റ്റ് എക്സൈറ്റഡ് തന്നിട്ട് സെക്കൻഡ് എക്സൈറ്റഡ് ആണ് ചോദിച്ചെങ്കിൽ നിങ്ങൾ സിംപ്ലി ഇ ക്രോസ് ചെയ്താൽ മതി. ഓക്കെ, ഇ ക്രോസ് എന്ന് പറയുമ്പോൾ 2 - 1 0 അല്ലേ? എന്ത് ചെയ്യണം? ഇ ക്രോസ് സിംപ്ലി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2 × 2 4 ആണ്, -1 × -1 1 ആണ്, 0 × 0 0 ആണ്. അപ്പോ ഇ ക്രോസ് എന്ന് വെച്ചാൽ നിങ്ങളുടെ ഗാമ റെഡ്യൂസിബിൾ റെപ്രസെന്റേഷൻ ആയിട്ട് എന്താ കിട്ടുന്നത്? 4 1 0 കിട്ടും. ഓക്കെ അല്ലെ? 4 1 0 കിട്ടും. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടുന്നത്? എങ്ങനെയാ ചെയ്യാം? റെഡ്യൂസിബിൾ റെപ്രസെന്റേഷൻ കിട്ടിക്കഴിഞ്ഞാല് A1 plus A2 plus E. നമ്മൾ അതിന് റിഡക്ഷൻ ഫോർമുല യൂസ് ചെയ്യണ്ടേ? റിഡക്ഷൻ യൂസ് ചെയ്യണ്ടേ? യെസ് സർ. റിഡക്ഷൻ യൂസ് ചെയ്യാതെ ചെയ്യാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഒന്നാമത്തെ ഓപ്ഷൻ നോക്കുക. ഒന്നാമത്തെ ഓപ്ഷൻ എന്താ? 2A2 + E അല്ലേ? നിങ്ങൾ 2A2 + E കൂട്ടി നോക്കുക. 2A2 എന്ന് വെച്ചാൽ എന്താ വരുന്നത്? 2 2 - 2 ആണ്. E എന്ന് വെച്ചാൽ എന്താ? 2 - 1 0 ആണ്. ഇത് രണ്ടും കൂടി കൂട്ടി നോക്കൂ. 2 + 2 4 ആണ്, 2 - 1 1 ആണ്, -2 + 0 -2 ആണ്. ഇതാണോ നമ്മുടെ ആൻസർ? അല്ല. അല്ല. അപ്പൊ ഓപ്ഷൻ എ അല്ല ഉത്തരം എന്ന് മനസ്സിലാക്കാം. ഇനി നമുക്ക് ഓപ്ഷൻ ബി നോക്കാം. ഓപ്ഷൻ ബി എന്താ പറയുന്നത്? 2A1 + E. 2A1 ആരാ? 2 2 2 ആണല്ലോ. E ആരാണ്? 2 - 1 0. രണ്ടും കൂടി കൂട്ടി നോക്കിക്കേ. 4 1 2. 4 1 2 ആണ് നമുക്ക് വേണ്ടുന്നത്? അല്ല. സോ ഓപ്ഷൻ ബിയും പോയി. ഇനി സി നോക്കാം. A1 + A2 + E. A1 + A2 + E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 1 1 1 1 -1 2 - 1 0. മൂന്നോട് കൂട്ടി നോക്കിക്കേ. എന്താ കിട്ടുന്നത്? 4 1 0. അത് ഓക്കെ ആണല്ലേ? A1 + A2 + E അത് തന്നെയല്ലേ കിട്ടുന്നത്? തൽക്കാലം അവിടെ നിൽക്കട്ടെ. നമുക്ക് അവസാനത്തെ ആളെ കൂടെ നോക്കാം. 2A1 + 2A2. 2A1 + 2A2 എന്ന് പറഞ്ഞാൽ 2 2 2 2 2 -2. രണ്ട് സമയം ചെയ്താലോ? 4 4 0. അതുമല്ലല്ലോ വേണ്ടത്. ആൻസർ ഈസ് ഓപ്ഷൻ സി ഇറ്റ്സെൽഫ്. മനസ്സിലായോ? ക്ലിയർ ആണോ എല്ലാവർക്കും? Yes. Yes, sir. അപ്പോൾ റിഡക്ഷൻ ഫോർമുല യൂസ് ചെയ്യാം. നിങ്ങൾക്ക് 1/ഓർഡർ ടൈംസ് സമ്മേഷൻ കൈ ഇൻറ്റു ക്യാരക്ടർ വെച്ചിട്ട് സോൾവ് ചെയ്ത് പോകാം. നിങ്ങൾ ഈ ആൻസറിലേക്ക് തന്നെ പോകും. പക്ഷെ ഞാൻ വേറൊരു റൂട്ടിലൂടെ സിംപ്ലി നിങ്ങൾ അഡീഷനിലൂടെ ഓപ്ഷൻ ഒരാളല്ലേ ഉത്തരം വരത്തുള്ളൂ, രണ്ടാൾക്കാർ വരില്ലല്ലോ. നമുക്ക് ഈ എക്സാമിനേഷനും കൂടെ ആ ഒരു ഫ്രീഡം ഉണ്ട്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും എന്നുള്ളതുകൊണ്ട്. സോ ആൻസറോട് ഓപ്ഷൻ സി ധൈര്യമായിട്ട് എഴുതാം. ഓക്കെ, റിഡക്ഷൻ നിങ്ങൾ ചെയ്യുന്നുണ്ടാവും. സോ ഞാൻ ഓൾട്ടർനേറ്റ് വേ പറഞ്ഞാണ്. എക്സാം ഹോളിൽ സമയം സേവ് ചെയ്യാൻ നിങ്ങളത് ഹെൽപ്പ് ചെയ്തേക്കും. അടുത്ത ഇതാണ്. ഫോർ ഫോർമാൽഡിഹൈഡ് ക്യാരക്ടബിളി ഷോൺ അബോവ് ദി അലൗഡ് ഇലക്ട്രോണിക് ട്രാൻസിഷൻ ബൈ എക്സ്പോളറൈസ്ഡ് ലൈറ്റ്. എക്സ്പോളറൈസ്ഡ് ലൈറ്റ് പ്രകാരം അലൗഡ് ആകുന്ന ട്രാൻസിഷൻ നമ്മൾ എങ്ങനെയാണ് നോക്കേണ്ടത്? ഒന്നാമത് പറയുന്നത് എന്താണ്? A1 to A1 ട്രാൻസിഷൻ ആണല്ലേ. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? A1 × A1 ചെയ്യാം. A1 × A1 റിസൾട്ട് എന്ത് തന്നെയാണ്? A1 തന്നെയാണ്, ആണല്ലോ. അവിടെ എന്താ കിടക്കുന്നത്? ഈ സെക്ഷനിൽ കിടക്കുന്ന ഏതാ? Z അല്ലേ? അപ്പം A1 to A1 ട്രാൻസിഷൻ അലൗഡ് ആവുന്നത് എങ്ങനെയാണ്? ത്രൂ Z പോളറൈസ് ലൈറ്റ് ആണ്. ഓക്കെ അല്ലേ? സോ ഒന്നാമത്തത് അലൗഡ് ആവുന്നത് Z പോളറൈസ് ലൈറ്റിലൂടെയാണ്. ഇനി A1 to A2 ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എന്താ? A1 × A2 അല്ലേ ചെയ്യണ്ടേ? A1 × A2 എന്ത് റിസൾട്ടാ തരുന്നത്? A2. A2വിന് നേരെ എന്താ കിടക്കുന്നത്? ഒന്നും കിടപ്പില്ല അല്ലെ? റൊട്ടേഷനേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ A1 to A2 ട്രാൻസിഷൻ ഇറ്റ് സെൽഫ് ഫോർബിഡൺ ആണ്. അത് നിങ്ങളുടെ ഏത് ലൈറ്റ് ഉപയോഗിച്ചാലും ആ ട്രാൻസിഷൻ നടക്കില്ല. അടുത്തത് എന്താ? A1 to B1 അല്ലേ? A1 × B1 റിസൾട്ട് എന്താ? B1. അപ്പൊ B1 നേരെ എന്താ കിടക്കുന്നത്? X അല്ലേ? സോ അത് എക്സ്പോളറൈസ്ഡ് ലൈറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അലൗഡ് ആണ്. സോ സി ഈസ് യുവർ ആൻസർ. ഇനി വേണമെങ്കിൽ ഡി കൂടെ നോക്കാം. ഡി എന്താ പറയുന്നത്? A1 to B2 ആണ് അല്ലേ? സോ നിങ്ങൾ A1 × B2 ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റിസൾട്ട് B2 ആണ്. അവിടെ കിടക്കുന്ന ലൈറ്റ് ഏതാ? Y ആണ്.
സോ ദാറ്റ് ഈസ് അലോഡ് ബൈ എ വൈ പോളറൈസ്ഡ് ലൈറ്റ്. സോ ചോദിച്ചിട്ടുള്ളത് എക്സ് പോളറൈസ്ഡ് ലൈറ്റിലൂടെ അലോഡ് ഏതാണെന്നാണ്. സോ ഓപ്ഷൻ സി ഈസ് യുവർ ആൻസർ. അപ്പോൾ ഇതൊക്കെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്, വലിയ ഡിഫിക്കൽട്ടി ഉള്ളതല്ല. സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റും എൻഡിങ് സ്റ്റേറ്റും കൂടെ തമ്മിൽ നിങ്ങൾ ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുക. ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ കിട്ടുന്ന ഇറഡ്യൂസിബിൾ റെപ്രസെന്റേഷൻ നോക്കുക. അതിന്റെ ഫിഫ്ത്ത് സെക്ഷനകത്ത് കാണുന്ന ട്രാൻസ്ലേഷണൽ മോഡ് ഏതാണ് നോക്കുക. അത് പ്രകാരമുള്ള ലൈറ്റ് യൂസ് ചെയ്താലാണ് ആ ട്രാൻസിഷൻ അലോഡ് ആവുന്നത്. അതാണ് ബേസിക് ഐഡിയ. ഓക്കെ അല്ലേ? യെസ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ദ പ്രൊഡക്റ്റ് സിഗ്മ എക്സ് വൈ ഇൻറ്റു S4Z. ഓക്കെ, അത് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ആ പ്രൊഡക്റ്റിന്റെ വാല്യൂ ആണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? സിഗ്മ എക്സ് വൈ ഇൻറ്റു S4Z വാല്യൂ ആണ് കണ്ടെത്തേണ്ടത്. അപ്പൊ ഇവിടെ നിങ്ങൾ പ്രത്യേകം ഓർക്കുക, കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാൾ മുന്നേ ആദ്യം ആ S4Z സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുന്ന ആലോചിക്കുക. ആരാണ് S4Z എന്ന് വെച്ച് കഴിഞ്ഞാൽ? C4Z into sigma. C4Z ഫോളോഡ് ബൈ സിഗ്മ എച്ച്. സിഗ്മ എച്ച് വെച്ചാൽ പെർപെൻഡിക്കുലർ പ്ലെയിൻ ആണ്. നോക്കണേ, Z ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള മിറർ പ്ലെയിൻ ഏതാ? സിഗ്മ എക്സ് വൈ. സിഗ്മ എക്സ് വൈ. അപ്പം S4Z വാല്യൂ കിട്ടിയല്ലോ. അപ്പൊ നിങ്ങളുടെ ആൻസർ എങ്ങനെ പോകും? സിഗ്മ എക്സ് വൈ ഇൻറ്റു S4Z എന്നാൽ C4Z ഫോളോഡ് ബൈ സിഗ്മ എക്സ് വൈ. ഇനി ഇത് റിഫ്ലക്ഷൻ അല്ലേ? രണ്ടു വട്ടം റിഫ്ലക്ഷൻ ചെയ്യല്ലേ? സിഗ്മ എക്സ് വൈ ചെയ്യുന്നു, പിന്നെ സിഗ്മ എക്സ് വൈ ചെയ്യുന്നു. പിന്നെ പ്രത്യേകത, ഇവർ കമ്മ്യൂട്ട് ചെയ്യുന്നവരെ, ഇവിടെ ഓർഡർ മാറ്റർ ഇല്ല. C4ഉം സിഗ്മ ഒക്കെ കമ്മ്യൂട്ട് ചെയ്യുന്നവരാണ്. സോ സിഗ്മ ഫോളോഡ് ബൈ സിഗ്മ എന്താ? ഇ ഐഡന്റിറ്റി. സോ ഇ ഇൻറ്റു C4Z എന്താണ്? C4Z. സോ C4Z വിൽ ബി യുവർ ആൻസർ. ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ ആണോ? കഴിഞ്ഞ 2025 ഡിസംബറിനകത്ത് സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചു. അവിടെ അവര് എസ് ഇൻവോൾവ് ചെയ്യുന്ന ഇൻറ്റു ഐ ഇൻവോൾവ് ചെയ്യുന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഇതുപോലെ സിംപ്ലിഫിക്കേഷനിലൂടെയാണ് നിങ്ങൾ ആൻസറിലേക്ക് പോവേണ്ടത്. ഓക്കെ അല്ലേ? എന്റെ കയ്യിൽ ഇപ്പോൾ ആ ക്വസ്റ്റ്യൻ ഇല്ല, ഇല്ലെങ്കിൽ അത് എടുക്കാറ്. ആരെങ്കിലും കയ്യിൽ ഉണ്ടോ? ഉണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്ക് അതുകൂടി ചെയ്യാം. ആരെങ്കിലും കയ്യിൽ ക്വസ്റ്റ്യൻ ഉണ്ടോ? ഞാൻ ഉദ്ദേശിച്ച ചോദ്യം. എന്റെ കയ്യിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്, പക്ഷെ ക്വസ്റ്റ്യൻ എവിടെയാണ് എന്ന് എനിക്ക് നോക്കിയെടുക്കാൻ ടൈം എടുക്കും. ഓക്കെ, എനിവേ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് വീണ്ടും സർഫസ് കെമിസ്ട്രിയിലേക്ക് പോവാണ്. സർഫസിനകത്തെ റീസെന്റ് ഇയേഴ്സിൽ ചോദിച്ചു വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ കാണുന്നത്. സോ ക്വസ്റ്റ്യൻ ഈസ്, നിങ്ങൾക്ക് വായിച്ചു നോക്കാം. യൂണിമോളിക്കുലർ ഡീകമ്പോസിഷൻ ഓഫ് അമോണിയ on tungsten surface is inhibited by one of the products, hydrogen. The rate of surface catalyzed decomposition is given by. അപ്പോൾ പി ഐ കെ ഐ എന്നുള്ളത് പാർഷ്യൽ പ്രഷേഴ്സ് ആണ്, കെ സി റേറ്റ് കോൺസ്റ്റന്റ് ആണ്. ആ ഡീറ്റെയിൽസ് എല്ലാം അവരോട് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക, എന്താണ്? അമോണിയയുടെ ഡീകമ്പോസിഷൻ ആണ്. ഇൻഹിബിറ്റ് ചെയ്യുന്നത് ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ അതിനെ ഇൻഹിബിറ്റ് ചെയ്യും എന്ന് വെച്ചാൽ നിങ്ങളുടെ റേറ്റിനെ കുറയ്ക്കും. ലാസ്റ്റ് എഴുതാൻ ചോദിച്ചിട്ടുള്ള എന്താ? റേറ്റ് ഓഫ് സർഫസ് കാറ്റലൈസ് റിയാക്ഷൻ റേറ്റ് ആണ് ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ ഒരു ലോജിക്ക് യൂസ് ചെയ്യണം. അപ്പൊ ഇവിടെ ശരിക്കും നമ്മുടെ ബേസിക് ഐഡിയ എന്നുള്ളത് റേറ്റ് ഓഫ് ദി റിയാക്ഷൻ, റേറ്റ് ഓഫ് എ സർഫസ് കാറ്റലൈസ് റിയാക്ഷൻ ഇസ് ഈക്വൽ ടു റേറ്റ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു തീറ്റ എ ഇൻറ്റു തീറ്റ ബി. ഇങ്ങനെയാണ് നമ്മുടെ എക്സ്പ്രഷൻ വരുന്നത്. റേറ്റ് എന്ന് വെച്ചാൽ എന്താ? കെ ഇൻറ്റു തീറ്റ എ ഇൻറ്റു തീറ്റ ബി. ആരൊക്കെയാണോ എന്റെ റിയാക്ഷന്റെ റേറ്റ് കൂട്ടുന്നത് അവരുടെ എന്താണ് ഫ്രാക്ഷണൽ കവറേജ് ആണ് ന്യൂമറേറ്ററിൽ വരേണ്ടത്. ഓക്കെ അല്ലേ? നമുക്കറിയാം, സിംപിളി നമ്മൾ പഠിച്ചിട്ടുള്ളത് തീറ്റ എന്ന് വെച്ചാൽ എന്താ? എക്സ്പ്രഷൻ. തീറ്റയുടെ എക്സ്പ്രഷൻ എന്താ? ലാംഗ്മേർ അഡ്സോർപ്ഷൻ ഐസോ പ്രകാരം തീറ്റയുടെ എക്സ്പ്രഷൻ എന്താ വരുന്നത്? Kp by 1 plus Kp. തീറ്റ ഈക്വൽ ടു കെ പി ഡിവൈഡ് ബൈ 1 പ്ലസ് കെ പി ആണല്ലോ. അപ്പം ഇതെപ്പോഴാണ് യൂസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സേ ഫോർ എക്സാമ്പിൾ ഐ ഹാവ് എ സർഫസ് ആൻഡ് ആ സർഫസിനകത്ത് ഒരുപാട് സൈറ്റുകളുണ്ട്. ആൻഡ് ആ സൈറ്റിലോട്ടെല്ലാം ഒരൊറ്റ തരം സ്പീഷീസ്, ഒറ്റ ഗ്യാസെ അബ്സോർബ് ചെയ്യാൻ വരുന്നുള്ളൂ. ഫോർ എക്സാമ്പിൾ ഹൈഡ്രജൻ മാത്രമാണ് വരുന്നതെങ്കിൽ തീറ്റ ഈക്വൽ ടു കെ പി ബൈ 1 പ്ലസ് കെ പി എന്ന് ഞാൻ എഴുതും. ഓക്കെ. എന്നാൽ രണ്ടാമത്തെ ഒരു സിറ്റുവേഷൻ നമുക്ക് കൺസിഡർ ചെയ്യാം. ഞാൻ ഇതിനെ തന്നെ ഡ്യൂപ്ലിക്കേഷൻ എടുക്കുകയാണ്. രണ്ടാമത്തെ ഒരു കണ്ടീഷൻ ഇതാണ്. എന്റെ സർഫസിലേക്ക് ഹൈഡ്രജനും വരുന്നു, നൈട്രജനും വരുന്നു. രണ്ടാൾക്കാർ കോമ്പീറ്റ് ചെയ്യുകയാണ്. ഓക്കെ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്റെ തീറ്റ തന്നെ 2 തീറ്റയാവും. ഏതൊക്കെയാ? തീറ്റ കറസ്പോണ്ടിങ് ടു ഹൈഡ്രജൻ ആൻഡ് തീറ്റ കറസ്പോണ്ടിങ് ടു നൈട്രജൻ. ശരിയല്ലേ? ഞാൻ എയും ബിയും എടുക്കാം. നിങ്ങൾ കൺഫ്യൂഷൻ ആക്കണ്ട. തീറ്റ എ, തീറ്റ ബി, ഇതൊക്കെ ആണോ? ഇപ്പൊ 2 തരം ആൾക്കാർ നിങ്ങളുടെ സർഫസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്ക് ഒരു ഫ്രാക്ഷണൽ കവറേജ് തീറ്റ ഉണ്ടാവും, ബിക്ക് ഒരു ഫ്രാക്ഷണൽ കവറേജ് തീറ്റ ബി ഉണ്ടാവും. അപ്പൊ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ സമയത്ത് നിങ്ങളുടെ തീറ്റ എയുടെ എക്സ്പ്രഷൻ കെ പി ബൈ 1 പ്ലസ് കെ പി എന്നല്ല, കെ എ പി എ ഡിവൈഡഡ് ബൈ 1 പ്ലസ് കെ എ പി എ പ്ലസ് കെ ബി പി ബി എന്നാണ്. കാരണം
നമ്മൾ എപ്പോഴും ഡിനോമിനേറ്റർ കാണിക്കുന്നത് ആരൊക്കെ കോമ്പീറ്റ് ചെയ്യാൻ വരുന്നു എന്നുള്ള അർത്ഥത്തിലാണ് ഡിനോമിനേറ്റർ ഉണ്ടാവുക. ഇപ്പൊ രണ്ടാൾക്കാർ വരുന്നില്ലേ, അതുകൊണ്ട് തീറ്റയുടെ എക്സ്പ്രഷൻ എങ്ങനെയാ? കെ എ പി എ ഡിവൈഡഡ് ബൈ 1 പ്ലസ് കെ എ പി എ പ്ലസ് കെ ബി പി ബി. തീറ്റ ബി എങ്ങനെയായിരിക്കും? 1 പ്ലസ് കെ എ പി എ പ്ലസ് കെ ബി പി ബി. ഓക്കെ അല്ലേ? ഇത്തരത്തിലായിരിക്കും നിങ്ങൾ വരുന്നുണ്ടാവും എക്സ്പ്രഷൻ വരുന്നത്. ഫൈൻ. ഇനി കമ്മിങ് ബാക്ക് ടു ദ ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താ? അമോണിയയുടെ ഡീകമ്പോസിഷൻ ഈസ് ഇൻഹിബിറ്റഡ് ബൈ വൺ ഓഫ് ദ പ്രൊഡക്ട്സ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ വന്നാൽ അതിനെ ഇൻഹിബിറ്റ് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർഫസിലോട്ട് ആരൊക്കെ കോമ്പീറ്റ് ചെയ്യുന്നുണ്ട്? അമോണിയയും കോമ്പീറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ? അമോണിയയും കോമ്പീറ്റ് ചെയ്യുന്നുണ്ട്, അതിനോടൊപ്പം ഇവിടെ ഉണ്ടാകുന്ന ബൈ പ്രൊഡക്റ്റ് ആയിട്ടുള്ള ഹൈഡ്രജനും കോമ്പീറ്റ് ചെയ്യുന്നുണ്ട്. രണ്ടാൾക്കാരും കോമ്പീറ്റ് ചെയ്യുന്നുണ്ടല്ലോ, മനസ്സിലായോ? രണ്ടാൾക്കാരും കോമ്പീറ്റ് ചെയ്യുന്നുണ്ട്. സോ രണ്ടാൾക്കാരും കോമ്പീറ്റ് ചെയ്യുന്നത് മാത്രമല്ല, നമ്മൾ സാധാരണഗതിയിൽ റേറ്റ് എഴുതുന്നത് റേറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു തീറ്റ എ ഇൻറ്റു തീറ്റ ബി എന്നാണ്. അതേപോലെ നമുക്ക് ഇവിടെ തോന്നുന്നത് അമോണിയം ഹൈഡ്രജനും ഉള്ളതുകൊണ്ട് തീറ്റ NH3 ഇൻറ്റു തീറ്റ ഹൈഡ്രജൻ എന്ന് എഴുതാനാണ് നമുക്ക് തോന്നുന്നത്. പക്ഷെ ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താണെന്നറിയോ? ഇൻഹിബിറ്റ് ചെയ്യാണ്, ഹൈഡ്രജൻ ഇൻഹിബിറ്ററാ. അങ്ങനെയാണെങ്കിൽ ഹൈഡ്രജന്റെ ഫ്രാക്ഷണൽ കവറേജ് കൂടിയതിന്റെ റേറ്റ് കൂടുവോ? ഇല്ല, Yeah. ഹൈഡ്രജൻ ഇൻഹിബിറ്റർ അല്ലേ. സോ ഒരു കാരണവശാലും ഹൈഡ്രജൻ ന്യൂമറേറ്ററിൽ വരാൻ പാടില്ല, കാരണം ഹൈഡ്രജൻ വെറും ഒരു ഇൻഹിബിറ്റർ മാത്രമാണ്. സോ സിംപ്ലി the റേറ്റ് ആർ ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു തീറ്റ NH3 എന്ന് മാത്രമേ വരാൻ പാടുള്ളൂ. ഓക്കെ, ആർ ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു തീറ്റ NH3 എന്ന് മാത്രമേ വരാൻ പാടുള്ളൂ. പക്ഷെ തീറ്റ NH3യുടെ പ്രത്യേകത എന്താ? അതിന്റെ ഡിനോമിനേറ്ററിൽ ആര് വരും? കെ എ പി എ മാത്രമാണോ? ഹൈഡ്രജൻ വരും. അതിന്റെ ഡിനോമിനേറ്ററിൽ കെ ബി പി ബി കൂടെ വരില്ലേ? നോക്കിയേ, തീറ്റ NH3യുടെ എക്സ്പ്രഷൻ പറയാമോ? തീറ്റ NH3 എങ്ങനെയായിരിക്കും? കെ NH3 ഇൻറ്റു പി NH3 ഡിവൈഡഡ് ബൈ 1 പ്ലസ് കെ NH3 പി NH3. ഇത്രയേ ഉള്ളോ? അല്ല, അല്ല, പ്ലസ് പ്ലസ് KH2 PH2 കൂടെ ഉണ്ടാവും. കാരണം ആ രണ്ടാൾക്കാരും കൂടെ ദേ ഈ ഒരു സൈറ്റിന് വേണ്ടി അടിപിടി കൂടുന്നുണ്ട് അല്ലെ? ഒരു സൈറ്റിലേക്ക് രണ്ടാൾക്കാരും വരുന്നുണ്ട്. സോ ഡിനോമിനേറ്ററിൽ രണ്ടാൾക്കാരുടെ സമ്മൺ ഉണ്ടാവും. പക്ഷെ റിയാക്ഷന്റെ റേറ്റ് കെ ഇൻറ്റു തീറ്റ NH3 എന്ന് മാത്രമല്ലേ വരത്തുള്ളൂ. സോ ന്യൂമറേറ്ററിൽ NH3 മാത്രമേ വരാൻ പാടുള്ളൂ. അപ്പൊ എലിമിനേഷനോട് നിങ്ങൾക്ക് ആലോചിക്കാം, ഒരു കാരണവശാലും ഹൈഡ്രജൻ ന്യൂമറേറ്ററിൽ വരരുത്. ഓപ്ഷൻ എയും ഓപ്ഷൻ ഡിയും എലിമിനേറ്റഡ് ആയി. ഓക്കെ, ഇനിയോ ബിയും സിയും കൂടെ നോക്കുമ്പോഴോ, ബിക്കകത്ത് ഡിനോമിനേറ്ററിൽ ഹൈഡ്രജൻ ഇല്ല, ഡിനോമിനേറ്ററിൽ ഹൈഡ്രജൻ വരണമല്ലോ. സോ ഓപ്ഷൻ ബിയും എലിമിനേറ്റ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ചോദ്യം ഇതാണ്. അടുത്തത് ബെറ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ബെറ്റ് അഡ്സോർപ്ഷൻ ഐസോടോം. അപ്പൊ ബെറ്റ് അഡ്സോർപ്ഷൻ ഐസോടോമിന്റെ കേസ് നിങ്ങൾ ഒറ്റ കാര്യം പഠിച്ചു വെച്ചാൽ മതി, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഒറ്റ കാര്യം, ബെറ്റിന്റെ ഇന്റർസെപ്റ്റും അതുപോലെ തന്നെ സ്ലോപ്പും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മോളാർ വോളിയത്തിന്റെ ഇൻവേഴ്സ് ആയിരിക്കും കിട്ടുന്നത്. ഇത് മാത്രം നിങ്ങൾ പഠിച്ചു വെക്കണം. ബെറ്റുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ഐ വുഡ് സേ മോസ്റ്റ് പ്രോബബ്ലി നിങ്ങളോട് ചോദിക്കുന്നത് ഇതാണ്. ഇന്റർസെപ്റ്റ് തരും, സ്ലോപ്പ് തരും, എന്നിട്ട് മോളാർ വോളിയം ചോദിക്കും. ഇതൊരു ക്ലാസിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ഇത്തരത്തിൽ തന്നെ ആയിരിക്കും പ്രോബ്ലങ്ങൾ ചോദിക്കാൻ ചാൻസ്. നിങ്ങൾ ഇത്ര മാത്രം മനസ്സിലാക്കുക, സ്ലോപ്പിന്റെയും ഇന്റർസെപ്റ്റിന്റെയും സം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന മോളാർ വോളിയത്തിന്റെ ഇൻവേഴ്സ് ആയിരിക്കും. സോ മോളാർ വോളിയം കണ്ടെത്താൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? സ്ലോപ്പും ഇന്റർസെപ്റ്റും കൂടെ കൂട്ടിയതിനു ശേഷം നിങ്ങൾ അതിന്റെ റെസിപ്രോക്കൽ എടുത്താൽ മതിയോ? അത്ര മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കാം. ശരിക്കും അതിന്റെ എക്സ്പ്രഷൻ തന്നെ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. Z ഡിവൈഡ് ബൈ 1 മൈനസ് Z ഇൻറ്റു വി ഈക്വൽ ടു സി മൈനസ് 1 ഡിവൈഡഡ് ബൈ VM. ഇങ്ങനെ പറഞ്ഞിട്ട് പോകും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഫക്റ്റീവ്ലി ഈ കാണുന്ന ഒരാൾ y ഈക്വൽ ടു MX പ്ലസ് C ഫോർമാറ്റിൽ എടുത്തു കഴിഞ്ഞാൽ ഇത് M ആണ്, ദെൻ എക്സ്, ദെൻ C. നിങ്ങൾ C മൈനസ് 1 ബൈ VM ഇവിടെ എന്ത് വരും? C ബൈ VM വരും. സോ രണ്ടുകൂടെ സം എടുത്തു കഴിഞ്ഞാൽ C മൈനസ് 1 ബൈ VM പ്ലസ് C ബൈ VM. അപ്പൊ എന്ത് സംഭവിക്കും? സോറി, C മൈനസ് 1 ബൈ VM ഉണ്ടാവും. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ രണ്ട് C തിരിഞ്ഞു പോയി. ഇവിടെ പറയുന്ന C എന്നുള്ളത് ബെറ്റ് കോൺസ്റ്റന്റ് ആണ്, ഇവിടെ കാണുന്ന C എന്നുള്ളത് ഇന്റർസെപ്റ്റ് ആണ്. ഓക്കെ, ഞാൻ അപ്പൊ പറഞ്ഞ കൺഫ്യൂഷനിലേക്ക് ആക്കുന്നില്ല. ഇത്ര മാത്രം നോക്കുക, നിങ്ങളുടെ ഇന്റർസെപ്റ്റും സ്ലോപ്പും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ മോളാർ വോളിയത്തിന്റെ റെസിപ്രോക്കൽ കിട്ടും. അപ്പൊ ഈ ക്വസ്റ്റിനകത്ത് പറയുന്നത് Z ബൈ 1 മൈനസ് Z ഇൻ V വേഴ്സസ് Z ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻ കിട്ടും വിത്ത് ആൻ ഇന്റർസെപ്റ്റ്. ഇന്റർസെപ്റ്റിന്റെ വാല്യൂ എത്രയാ? 4 × 10⁻⁻6 mm⁻³ ആണ്. സ്ലോപ്പിന്റെ വാല്യൂ എത്രയാണ്? 1 × 10⁻³ mm⁻³ ആണ്. അങ്ങനെയാണെങ്കിൽ വോളിയം കറസ്പോണ്ടിങ് ടു മോണോലെയർ കവറേജ്. മോണോലെയറിന്റെ വോളിയം കണ്ടതാണ് ക്വസ്റ്റ്യൻ.
അപ്പൊ മോണോലറിന്റെ വോളിയം എങ്ങനെ കണ്ടെത്തുക? Vm is equal to 1 divided by C plus M. മറക്കരുത് കേട്ടോ, മിക്കവാറും നിങ്ങളോട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ 1 divided by C plus M രണ്ടും കൂടി നിങ്ങൾക്ക് കൂട്ടി നോക്കാം. അപ്പോഴേ ഈ C plus M ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, സിന്റെ വാല്യൂ കണ്ടോ 4 × 10⁻⁶, എമ്മിന്റെ വാല്യൂ കണ്ടോ 1 × 10⁻3. നിങ്ങൾ കൂട്ടുമ്പോൾ രണ്ടോട് കൂട്ടുമോ, അതോ എന്താ നിങ്ങൾ ചെയ്യുക? നിങ്ങളുടെ ലോജിക്ക് പറഞ്ഞ പ്രോബ്ലം വരികയാണെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക? നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക എന്ന് പറയുമോ? 10⁻³ പുറത്തേക്ക് കൊടുക്കണം. -3 4 × 10⁻³ ചെയ്യണം. അതിന്റെ ഒന്നും ആവശ്യത്തെ പറഞ്ഞ ഇല്ല. കാരണം നിങ്ങൾ നോക്കൂ, 10⁻³ കമ്പയർ ചെയ്യുമ്പോൾ ഇയാൾ വളരെ ചെറുതല്ലേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ 10⁻³ കോമൺ എടുക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യാതെ 10⁻³ × 1 + 4 × 10⁻³ എന്നാവും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 1 + 4 × 10⁻³ ഇയാൾ വളരെ ചെറിയൊരു വാല്യൂ അല്ലേ, അല്ലേ? ഒന്നിന്റെ കൂടെ ഇത് എത്രയാ? 1 + 0.004 അല്ലേ? ആണോ? എനിക്ക് നെഗ്ലക്ട് ചെയ്യാം, ആ ചെറിയ വാല്യൂ നെഗ്ലക്ട് ചെയ്യാം. 10⁻³ കൂട്ടുന്നതിന് ചെറിയ ആൾ എനിക്ക് ഇവിടെ തന്നെ നെഗ്ലക്ട് ചെയ്യാം. സോ എഫക്റ്റീവ്ലി ഇത് 1/10⁻³ mm⁻³ എന്ന രീതിയിലായിരിക്കും ആൻസർ വരുന്നത്. സോ ആൻസർ ഏകദേശം 1000 mm³ അടുത്ത് വരുന്ന ഒരാളെ നിങ്ങൾ നോക്കിയാൽ മതി. അപ്പൊ ആരാ അത്ര വരുന്നത്? പോയി. ഓപ്ഷൻ എ വിൽ ബി ദ ആൻസർ. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ അപ്രോക്സിമേറ്റ് ചെയ്യാതിരുന്നാൽ നിങ്ങൾക്ക് 996 കിട്ടും. ഞാൻ അപ്രോക്സിമേറ്റ് ചെയ്താൽ എനിക്ക് 1000 കിട്ടും. അപ്പോൾ ഞാൻ ആൻസറിലേക്ക് മാറുകയും ചെയ്യും. ക്ലിയർ ആയോ? ഫൈൻ. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഇത്രയാണെന്ന് തോന്നുന്നു എടുത്തത്. യെസ്, ഇത്രയും ചോദ്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ഡിസ്കഷൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഞാൻ ആ ഒറ്റ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഒന്ന് എടുത്തോട്ടെ. ഞാൻ December 25 ക്വസ്റ്റ്യൻ പേപ്പർ എൻ്റെ കയ്യിലുണ്ട്. ആ ഗ്രൂപ്പ് തിയറിയിൽ ആ ഒരു ചോദ്യം കൂടെ നമുക്ക് എന്തായാലും അതും കൂടെ പറഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്യാം. ആരുടെയെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നിങ്ങൾ കൺവേർട്ട് ചെയ്ത് പറയാം. യെസ്, കിട്ടി. ക്വസ്റ്റ്യൻ ഇതാണ്, നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. C3² is equivalent to ഓപ്ഷൻ 1 S6, ഓപ്ഷൻ 2 S6⁵, ഓപ്ഷൻ 3 C6⁵, ആൻഡ് ഓപ്ഷൻ D C6. സോ നിങ്ങൾക്ക് ട്രൈ ചെയ്യാനുള്ള സമയമാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയാം. C3² കേട്ടോ, C3² നമുക്ക് നോക്കാം. ട്രൈ ചെയ്ത് നോക്കാം. C3² എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ ഓപ്ഷൻസിനകത്ത് ഓൾറെഡി എസ് വരുന്നുണ്ട്, എസും സിയും ആണ് കാണുന്നത്. അപ്പൊ തന്നെ ഞാൻ ലോജിക്കലി ആലോചിക്കുന്നത്, ഈ ഇൻവേഴ്സിനെ എനിക്ക് എസിന്റെ ടേംസിൽ മാറ്റാൻ പറ്റുന്നു, ശരിയല്ലേ? അതൊരു ലോജിക്കൽ റൂട്ടാണ്. കാരണം ഇൻവേഴ്സിനെ എനിക്ക് എസിന്റെ ടേംസിൽ എങ്ങനെ എഴുതാം? I is equal to S2. S2. S2 വെച്ചാൽ എന്താ? C2 ഫോൾഡ് ബൈ സിഗ്മ ആണ്. ഓക്കെ അല്ലേ? C2 ഫോൾഡ് ബൈ സിഗ്മ ആണ്, അല്ലെങ്കിൽ സിഗ്മ ഫോൾഡ് ബൈ C2 ആണ്. എങ്ങനെ എഴുതാം? അപ്പൊ C3² എന്നുള്ളതിന് എനിക്ക് C3² ഫോളോഡ് ബൈ സിഗ്മ ഫോളോഡ് ബൈ C2 എന്ന് എഴുതാമല്ലോ. ഇത്ര എനിക്ക് ചെയ്യാം. സോ ദ ക്വസ്റ്റ്യൻ ഈസ് C3² സിഗ്മ ആരാണ്? C3² സിഗ്മ ആരാണ്? നമുക്ക് എങ്ങനെ കണ്ടെത്താൻ കഴിയാം? നിങ്ങൾ S3² എന്താണ്? ഇവിടെ ഓപ്ഷൻസ് അതല്ല S6 ആണല്ലേ. അപ്പൊ പോട്ടെ, നമുക്ക് ഇങ്ങനെ നോക്കാം. S6² ആരാണ്? C6² ഫോളോഡ് ബൈ സിഗ്മ² അല്ലേ? ആ സിംപ്ലി C3 അല്ലേ? ഓക്കെ. പക്ഷെ ഇവിടെ നമുക്ക് എന്താണ് C3² എന്ന രീതിയിലാണ് അവർ പറയുന്നത്. സോ വാട്ട് ക്യാൻ വി ഡു? C3² സിഗ്മ നമുക്ക് എങ്ങനെ കൊണ്ടുവരാൻ കഴിയും? C3² സിഗ്മ എന്ന ക്വാണ്ടിറ്റിനെ എങ്ങനെ കൊണ്ടുവരാൻ കഴിയും? ഞാൻ നിങ്ങൾക്ക് ഒരു ക്ലൂ തന്നതാണ്. C3² ഐന് പകരം നമുക്ക് S2 കൊണ്ടുവരാം. S2 എന്ന് വെച്ചാൽ ഇൻവേഴ്സ് ആണ്. ഇൻവേഴ്സിന് പകരം S2 എന്ന് കൊണ്ടുവരാം. S2 എന്നാൽ C2 ഫോൾഡ് ബൈ സിഗ്മ ആണ്, അല്ലെങ്കിൽ സിഗ്മ ഫോൾഡ് ബൈ C2 ആണ്. നിങ്ങൾക്ക് രണ്ടും എടുക്കാം. അപ്പൊ ഇതിൽ കാണുന്ന ആളെ നമുക്ക് ഏത് തരത്തിലാണ് ഈ ഉത്തരത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ പറ്റും? ഓപ്ഷൻ നോക്കിക്കേ. S6⁵ ആരാ? ഒന്ന് ഓപ്പൺ ചെയ്ത് പറയാമോ? S6⁵ എങ്ങനെ എഴുതുന്നത്? C6⁵ ഇൻറ്റു സിഗ്മ⁵. ഓക്കെ അല്ലേ? സിഗ്മ⁵ ആരാ? സിഗ്മ. ഇനി ബാക്കി C6⁵ എന്നല്ലേ കിടക്കുന്നത്? C6⁵. ഇതിനെ എനിക്ക് വേണമെങ്കിൽ C6³ ഇൻറ്റു C6² എന്ന് എഴുതാമല്ലോ. ഓക്കെ അല്ലേ? C6³ ഇൻറ്റു C6² എഴുതാമല്ലോ. C6³ എന്താ? C6³ എന്ന് വെച്ചാൽ C2 ആണ്. C6² എന്നാൽ C3 ആണ്. ഓക്കെ, അപ്പൊ അത് ശരിയാവില്ല അല്ലേ? അപ്പൊ നമുക്ക് അടുത്ത ഓപ്ഷൻ എടുത്തിട്ട് നോക്കണം. S6 നോക്കണം, C6⁵ നോക്കണം. ഫൈൻ, നിങ്ങൾക്ക് അത് ശരിയാവില്ല. ആ റൂട്ടിൽ ചേരത്തിലേക്ക് എത്തില്ല. വേറെ നിങ്ങളുടെ ലോജിക്കൽ പറയാമോ? വേറെ ഏത് ചാനലാണ് ചെയ്യാൻ പറ്റാന്നുള്ള? വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. ഞാനിപ്പോ ഒരു റൂട്ടിൽ ചെയ്ത് കാണിച്ചു, അത് ശരിയായില്ലെന്ന് മനസ്സിലായല്ലോ. അപ്പൊ പിന്നെ വേറെ റൂട്ട് ആലോചിച്ച് നോക്കാം.
നമുക്ക് C3 ഒരു മോളിക്യൂൾ എടുത്തിട്ട് ഈ ആക്ഷൻസ് പെർഫോം ചെയ്ത് നോക്കാൻ പറ്റില്ലേ? വോയിസ് കേട്ടില്ല, എന്നിട്ട് പറയോ. നമുക്ക് C3 ഒരു മോളിക്യൂൾ എടുത്ത് നോക്കിയിട്ട് ഈ ആക്ഷൻസ് അവർ പെർഫോം ചെയ്ത് നോക്കാൻ പറ്റില്ലേ? മോളിക്യൂൾ എടുത്ത് നോക്കണമെന്നില്ല, സിമ്പിളി നിങ്ങൾ ആംഗിൾ മാത്രം നോക്കിയാൽ മതി. ഈ C2 എന്ന് വെച്ചാൽ എത്ര ഡിഗ്രി റൊട്ടേഷനാ? 180 അല്ലേ? C3 അതെ. പിന്നീട് 2 വട്ടം ചെയ്യുന്നെന്നും പറയും. അപ്പൊ നിങ്ങൾ ആ വഴിക്കൊന്ന് ആലോചിച്ച് നോക്കിക്കേ. നിങ്ങളുടെ ലോജിക്ക് പറയാം. ഇപ്പം ആരോ ചോദിച്ചില്ലേ ഈ പറഞ്ഞ പോലെ എന്താണ് മോളിക്യൂള് എടുത്ത് ട്രൈ ചെയ്യണമെന്ന്. മോളിക്യൂൾ എടുത്ത് ട്രൈ ചെയ്യാം, പക്ഷെ പ്രശ്നം ഒരുപാട് സമയം എടുക്കും എന്നുള്ളതാണ്. അതല്ലാതെ ആ കൂടെ ഏതാ മേലെ കുറച്ച് മേലെ സ്ക്രോൾ ചെയ്യുമ്പോൾ മേലെ സെർവർ S6 ആയിട്ടാണ്. ആ C3 ഈക്വൽ ടു S6 സ്ക്വയർ ഇല്ല, ആ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് മാറ്റിക്കൂടെ? ആ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് S6 കഴിഞ്ഞാല് എവിടെ മാറ്റാനാ? C3ന്റെ ടേമിന്റെ ഇട. രണ്ടുപേരും ഒന്ന് ട്രൈ ചെയ്യട്ടെ, എന്നിട്ട് ഞാൻ ആൻസർ ചെയ്യാം. രണ്ടുപേരോട് നിങ്ങൾ നോക്കൂ, നിങ്ങൾ തന്നെ ചെയ്ത് നോക്കൂ. ഉത്തരം കിട്ടുന്നുണ്ടോ ചെയ്തപ്പോ? സർ C3 2 പ്രാവശ്യം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 120 ഡിഗ്രി ട്വൈസ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യല്ലേ? അതെ അതെ, അപ്പം 240 മൈനസ് 180 ചെയ്താൽ നമുക്ക് അതിന്റെ ആംഗിൾ കിട്ടില്ലേ? പ്ലസ് അല്ലേ? ഇത് 240, ആ ഇത് പിന്നെ 180 ചെയ്യല്ലേ? ഇത് 240 ഡിഗ്രി റൊട്ടേഷൻ ആണ് അല്ലേ? ഇത് 180 ഡിഗ്രി റൊട്ടേഷൻ ആണ്. സോ മൊത്തം റൊട്ടേഷൻ എത്രയാ? 420 വരും. അത് 420 ഡിഗ്രി റൊട്ടേഷൻ ഇക്വലന്റ്. 420 ഡിഗ്രി റൊട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും 360 പ്ലസ് 60 അല്ലേ? അതിൽ 360 റൊട്ടേഷൻ ചെയ്താൽ ശരിക്കും ഐഡന്റിറ്റി ഇക്വലന്റ് അല്ലേ? 60 ഡിഗ്രി എന്ന് വെച്ചാൽ C6 അല്ലേ? യെസ്. അതായത് ഈ C3 സ്ക്വയർ ഫോളോഡ് ബൈ C2 എന്ന് പറഞ്ഞാൽ ശരിക്കും അത് E ഫോളോഡ് ബൈ C6 ആണ്. ഓക്കെ ആണോ? സോ C3 സ്ക്വയർ C2 എന്ന് പറഞ്ഞാൽ ശരിക്കും ആരാ? C6 ആണ്. ഓക്കെ അല്ലേ? സോ നിങ്ങളുടെ ആൻസർ വരുന്നത് സിഗ്മ എച്ച് ഫോളോഡ് ബൈ C6 എന്നായിരിക്കും. C6 ഫോളോഡ് ബൈ സിഗ്മ എച്ച്. ഇത് ആളാരാണ്? S6. S6 ആയിരിക്കും നിങ്ങളുടെ ആൻസർ ആയിട്ട് വരേണ്ടത്. അപ്പോൾ അത് കണ്ടൻസ് ചെയ്യാൻ ഞാൻ പല റൂട്ടിൽ പറഞ്ഞു. കണ്ടൻസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അൾട്ടിമേറ്റ് ആൻസർ C3 സ്ക്വയർ ഫോളോഡ് ബൈ I എന്നുള്ളതിന് നമ്മൾ C2 ഫോളോഡ് ബൈ സിഗ്മ എച്ച് എന്ന് എഴുതി. C3 സ്ക്വയർ എന്നാൽ അത് 240 ഡിഗ്രി റൊട്ടേഷൻ 240 ഡിഗ്രി റൊട്ടേഷൻ ആണ്. C2 എന്നാൽ 180 റൊട്ടേഷൻ ആണ്. സിഗ്മ എച്ച് എന്നാൽ സിഗ്മ എച്ച് ആണ്. സോ ഓൾ ടുഗദർ 420 ഡിഗ്രി റൊട്ടേഷൻ ഫോളോഡ് ബൈ സിഗ്മ എച്ച് ആണ്. 420 എന്നാൽ 360 ഫോളോഡ് ബൈ 60 ഫോളോഡ് ബൈ സിഗ്മ എച്ച്. 360 എന്നാൽ E ആണ്. 60 എന്നാൽ C6 ആണ്. സിഗ്മ എച്ച് എന്നാൽ സിഗ്മ എച്ച് ആണ്. സോ C6 ഫോളോഡ് ബൈ സിഗ്മ എച്ച് S6 will be your answer. കഴിഞ്ഞ തവണ ചോദിച്ച ക്വസ്റ്റൻ ആണ്. അതിന്റെ ട്രിക്കി പാർട്ടുകൾ കണ്ടില്ലേ? നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഒറ്റയടിക്ക് മീൻസ് നോർമലി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഉത്തരം കിട്ടുന്നില്ല. ആ ഐനെ മാറ്റി ഇത്തരത്തിൽ ആംഗുലർ കൺവേർഷൻ ചെയ്യുമ്പോഴാണ് കറക്റ്റ് ആൻസറിലേക്ക് എത്താൻ കഴിയുന്നത്. ഓക്കെ, സോ യെസ് ദാറ്റ്സ് ഓൾ. ഏകദേശം 35ഓളം പേര് ഇപ്പോഴും ലൈവിൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ രാവിലെ സ്റ്റാർട്ട് ചെയ്തതാണ് അല്ലേ? നമ്മൾ രാവിലെ 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇടയ്ക്ക് കുറച്ച് ഗ്യാപ്പുകൾ ഉണ്ടായിരുന്നെങ്കിലും റഫ്ലി ഒരു 10-11 അവേഴ്സോളം ക്ലാസ്സസ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അത് ബെനിഫിഷ്യൽ ആയി എന്നാണ് വിചാരിക്കുന്നത്. സോ വാട്ട് ഐ എം ട്രൈങ് ടു ടെൽ ഈസ്, നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് റിവൈസ് ചെയ്യാം. വിരുദ്ധപ്പെട്ട ചാപ്റ്റേഴ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു റിവിഷന്റെ ഭാഗമായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ നാളെ നിങ്ങളുടെ എക്സാമിനേഷന് മുന്നേ ഉള്ള പെനൾട്ടിമേറ്റ് ഡേ ആണ്. സോ നാളെ പരമാവധി കാമായിട്ട് രാവിലെ 9 to 12 എല്ലാവരും നിർബന്ധമായിട്ട് പഠിക്കണം. ഓക്കെ, കാരണം മറ്റന്നാൾ രാവിലെ 9 to 12 നിങ്ങൾ എക്സാമിനേഷൻ എഴുതാൻ പോകാനുള്ളവരാണ്. സോ നാളെ രാവിലെ 9 to 12 നിങ്ങൾ ഒരൊറ്റ സ്ട്രെച്ചിരുന്ന് പഠിക്കുക. ആ ഒരു ശീലം കൊണ്ടുവരിക. നേരത്തെ ഫുഡ് കഴിക്കുക. ആ സമയത്ത് വിശക്കാത്ത രീതിയിൽ നിങ്ങൾ പ്രത്യേകം ട്രൈ ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നത് ഞാൻ നാളെ ഒരു സെഷൻ കൂടെ വെക്കാം. എക്സാമിനേഷനിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഹാവിങ് സെഡ് ദാറ്റ് നമ്മുടെ മാരത്തൺ സെഷൻ ഇവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ഞാൻ ഹൗ ടു മാസ്റ്റർ വിർച്വൽ കാൽക്കുലേറ്റർ എന്നൊരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട്. എല്ലാവരും നിർബന്ധമായിട്ട് കാണുക. മെമ്മറി ഫംഗ്ഷനും അതുപോലെ തന്നെ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ ആ ക്ലാസ്സിൽ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് സമയം വേസ്റ്റ് ചെയ്യാതെ പ്രോപ്പറായിട്ട് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ ആ ഒരു സെഷൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. സോ എല്ലാവരും നിർബന്ധമായിട്ടും അതിന്ന് കാണുക തന്നെ ചെയ്യണം. ഞാനൊരു ലിങ്കും അതിനോടൊപ്പം പറയുന്നുണ്ട്. നിങ്ങൾക്കത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ കാൽക്കുലേറ്റർ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ നോക്കാവുന്നതാണ്. ഓക്കെ, ഫൈൻ. സോ വിത്ത് ദാറ്റ് ഐ വുഡ് ലൈക്ക് ടു കൺക്ലൂഡ് ദിസ് സെഷൻ ആൻഡ് താങ്ക് യു. ആദ്യം മുതൽ അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും നല്ല രീതിയിൽ പരീക്ഷ എഴുതാൻ പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഗുഡ് നൈറ്റ്.